So good morning everyone, good morning. അപ്പോൾ നമ്മൾ ഇന്ന് again we came with a new chapter. അതുപോലെ തന്നെ again it's a new day അല്ലേ. നമ്മൾ നമ്മുടെ നീറ്റിലേക്ക് ഒരു 33 ദിവസം കൊണ്ട് അടുത്തിരിക്കുകയാണ്. ഇനി അറൗണ്ട് ഒരു 30 to 33 ഡേയ്സും കൂടിയാണ് നമുക്ക് നമ്മുടെ നീറ്റ് എക്സാമിന് ആയിട്ട് വരുന്നത്. സോ we have to move to the next chapter അങ്ങനെ കാര്യങ്ങളൊക്കെ. സോ ഇവിടെ ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞാൽ നോക്കട്ടെ. എനിക്കറിയാവുന്ന ആൾക്കാർ മിക്കവാറും കുറവായിരിക്കും. വേറെ ഒന്നുമല്ല, നമുക്ക് ഇന്ന് നീറ്റ് ഗാല എക്സാം ഉള്ളതാണ് അല്ലേ. അപ്പോൾ റിപ്പീറ്റേഴ്സും റെസിഡൻഷ്യൽ സ്റ്റുഡൻസും അവരെല്ലാവരും എക്സാം പ്രിപ്പറേഷനുള്ള തിരക്കിലായിരിക്കും. ഐ ട്രൂലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, റിവിഷൻ ആണ് ഒരു കോറാക്കി കണ്ട് ആൻഡ് അങ്ങനെ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സോ വി കനോട്ട് ക്യാൻസൽ ഇറ്റ് അല്ലേ. നമുക്ക് കോമ്പി റൂമൊന്നും അങ്ങനെ ഒരു എക്സാമിൻ്റെ പേരിലൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കാണുന്ന വ്യൂവർഷിപ്പ് കൂടുതലുള്ള കുട്ടികൾ നോൺ ഡോപ്പ സ്റ്റുഡൻസ് തന്നെയാണ്. കാരണം ഒരുപാട് പേര് ഈ കോമ്പി റൂംസ് മാത്രം റിലേ ചെയ്ത് പഠിച്ച് ഈ ഒരു കോമ്പി റൂമിനെ ഒരു ടൈം ടേബിൾ ആക്കി വെച്ച് ഫോളോ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പേഴ്സണലി ഒരുപാട് പേരറിയാം. സോ അങ്ങനെയുള്ള നിങ്ങൾ ഇതിലേക്ക് വരുന്ന സമയത്ത് വി കനോട്ട് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ലൈക്ക് ദാറ്റ് അല്ലേ. അപ്പോൾ ആരൊക്കെയുള്ള തൃഷ്ണയുണ്ട്, ഗൗരിയുണ്ട്, സംഗീതയുണ്ട്, ആദിത്യ ICR, നന്ദൻ ICR, ഷിഫാൻ ICR, ഇജാസ് ICR, ജഫ്ല ICR. ഓക്കെ, ഇന്നെല്ലാവരും പുതിയ ഫേസസ് ആണല്ലോ. ദാറ്റ്സ് ഗ്രേറ്റ്. കാരണം ഓരോ ആൾക്കാർ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ മെയിൻ തിങ് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ലൈക്ക് വി ആർ മൂവിങ് ഇൻ ടു എ ലിറ്റിൽ മോർ അടുത്തേക്ക് നമ്മുടെ നീറ്റിൻ്റെ എക്സാമിലേക്ക് കുറച്ചും കൂടി അടുക്കുകയാണ്. സോ ദിസ് ഈസ് വൺ തിങ്, ദിസ് ഈസ് ആക്ച്വലി ദ കോഡ് ഫോർ ദി ഡേ അല്ലേ. അതായത് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അതായത് നമ്മൾ ഏതൊരു ജേണി ആണെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു വലിയ യാത്ര പോവാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്ത് കാര്യം എടുത്താലും നമ്മൾ തളർന്നു പോകുക എന്നുള്ളത് വളരെ നോർമലായിട്ടൊരു കാര്യമാണ്. നമ്മൾ പറയും എന്നെക്കൊണ്ട് ഇനി പറ്റൂല, എനിക്ക് മടുത്ത് എന്നുള്ള കാര്യം എല്ലാവരും പറയുന്നതാണ് അല്ലേ. ആരോട് ചോദിച്ചാലും പറയും. ബട്ട് യുനോ ഈ മടുത്തു എന്ന് പറയുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് പീപ്പിൾ ഓഫൺ ക്വിറ്റ്. അതായത് അവർ പിന്നെ ട്രൈ ചെയ്യില്ല, അല്ലെങ്കിൽ അവർ നിർത്തും. മനസ്സിലായോ? സോ ഇന്നത്തെ നമ്മുടെ കോട്ട് അതാണ്, എന്ത്, ഇഫ് യു ഗെറ്റ് ടയേർഡ് ലേൺ ടു റെസ്റ്റ് ബട്ട് നോട്ട് ടു ക്വിറ്റ്. മനസ്സിലായോടാ? കാരണം വിട്ടുകൊടുക്കാനും അല്ലെങ്കിൽ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാമെന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. എവ്രിബഡി ക്യാൻ ഡു ഇറ്റ് അല്ലേ. അപ്പോൾ നമ്മളൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാമെന്ന് പറയുന്നത് ഇറ്റ്സ് ടോട്ടലി ഓക്കെ ഫോർ എവ്രി വൺ അല്ലേ. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുണ്ട്. പീപ്പിൾ ഓഫൺ ക്വിറ്റ്. കാരണം ഇപ്പോഴത്തെ ആൾക്കാർ ആരും ഒരു ചലഞ്ച് എടുക്കാനോ ഇല്ലെങ്കിൽ എന്താ പറയുക ഇത് നേടിയെടുക്കും എന്നൊന്നും ആരും ഒരു വാശിയും പിടിക്കാറില്ല. അവർ കിട്ടുന്നത് കിട്ടിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അച്ഛനുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരൻസിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടേക്കും, ഞാൻ അവിടെ പോയി പഠിക്കാം അല്ലേ. സോ ദിസ് ഇസ് ദ ടൈം. അല്ലെങ്കിൽ ഇനി തൊട്ട് വാട്ട് വി ആർ ഡൂയിങ് ഇസ്, ഞാൻ പറയുന്നത് നിനക്ക് അത്രയും ബുദ്ധിമുട്ടായി, യു ആർ നോട്ട് ഏബിൾ ടു സ്റ്റഡി, നിനക്ക് തോന്നുകയാണ് നിനക്ക് വിട്ടുകൊടുക്കാനൊക്കെ ആയി, നിങ്ങൾക്ക് കണ്ണടയ്ക്കുക, ജസ്റ്റ് സേ ദാറ്റ് ദിസ് ടു ഷാൾ പാസ്. ഇതും കിടന്ന് പോകും. കാരണം ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. ഐ എം ഗോയിങ് ടു ടേക്ക് എ ബ്രേക്ക്, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ടേക്ക് എ റെസ്റ്റ്. ഒരു 2 മണിക്കൂർ വെറുതെ ഇരുന്നോ, അല്ലെങ്കിൽ ഒരു അര ദിവസം ചിലപ്പോൾ നിങ്ങളൊന്ന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഓ മൈ ഗോഡ് എൻ്റെ ചുറ്റുമുള്ള കുട്ടികളൊക്കെ പഠിക്കുകയാണ്, നൗ ഐ ഹാവ് ടു സ്റ്റഡി. നിങ്ങൾ തിരിച്ചു വരും. മനസ്സിലായോ? സോ ദിസ് ഈസ് എസ്പെഷ്യലി എ മെസ്സേജ് ഫോർ ദ റിപ്പീറ്റേഴ്സ് ഹു ഈസ് വാച്ചിങ് ദിസ്. കാരണം അവരൊക്കെ ഒരു മാസമായിട്ടുള്ള പ്രിപ്പറേഷനാണ്. ആൻഡ് ഈവൻ +2 കഴിഞ്ഞൊരു മോശമല്ല കേട്ടോ. കാരണം നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. യു ആർ നോട്ട് ഇൻ ടു ദ വേ ഓഫ് ഫിസിക്സ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നീറ്റ് പ്രിപ്പറേഷൻ അല്ലേ. നമുക്ക് ഒരു ദിവസം 10-12 മണിക്കൂർ ഇരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഫൈൻഡ്സ് ഡിഫിക്കൾട്ട് ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരോടാണ് എനിക്ക് മെയിൻ ഈ ഒരു കാര്യം പറയാനുള്ളത്. നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ നിർത്തിപ്പോവാം അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഈസിലി ക്വിറ്റ് എന്നുള്ളത്, പക്ഷേ അതിന് ചെയ്യരുത്. ഓക്കെ ആണല്ലോ. സോ വിത്ത് ദാറ്റ് നോട്ട് വി ആർ മൂവിങ് ഇൻ ടു ദി ചാപ്റ്റർ. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഈസ് അബൌട്ട് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലേ. പ്രോബബ്ലി ഫിസിക്സിലെ ഏറ്റവും കുറവ് എക്സ്പ്ലോർഡ് ആയിട്ടുള്ള ചാപ്റ്ററും എന്നാൽ പഠിക്കാൻ ഏറ്റവും കൂടുതൽ രസമുള്ളൊരു ചാപ്റ്ററാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഐ തിങ്ക് ഞാൻ ആദ്യമായിട്ടാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഒരു കോമ്പി റൂമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത് DOPA സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എടുക്കുന്നത്. ഓക്കെ, ഐ ഹാവ് നെവർ ടുക്ക് ദിസ് ചാപ്റ്റർ എവർ ബിഫോർ. കാരണം എനിക്ക് എടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ ഐ എം കമ്പാരിറ്റീവ്ലി ഫ്രീ. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഐ വാസ് ഏബിൾ ടു ഗെറ്റ് എ ചാൻസ് ടു ടേക്ക് ദിസ് ചാപ്റ്റർ. ഓക്കെ ആണല്ലോ. സോ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് മെല്ലെ കിടന്നാലോ. ഞാൻ ഓരോ രീതിയിൽ, അതായത് ഈ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൻ്റെ പ്രത്യേകത ഇതിനകത്തുള്ള ഇക്വേഷൻസ് എല്ലാം ഒരുപാട് കുട്ടികൾ ഈ ഒരു ചാപ്റ്റർ വേണ്ടാന്ന് ചോദിക്കും. ഒരു ക്വസ്റ്റനാണ് ചോദിക്കുക കേട്ടോ. ഒരൊറ്റ ക്വസ്റ്റൻ ഈ ചാപ്റ്ററിന് ചോദിക്കുള്ളൂ. ദാറ്റ് ഇസ് ദ ചാപ്റ്റർ വെയിറ്റേജ്. ഒരു ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്താൽ മതി. ആൻഡ് ആ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും വരുന്നത് ആദ്യത്തെ കുറച്ച് ഭാഗത്തുനിന്നായിരിക്കും. അതായത് നമ്മുടെ ഈ ടെമ്പറേച്ചർ സ്കെയിൽ അങ്ങനത്തെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആൻഡ് മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രോപ്പർ ഇക്വേഷൻസ് ഒരുപാട് പേരുടെ കയ്യിലില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരുപാട് പേർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാറുമില്ല. സോ ടുഡേ വി ആർ ഗോയിങ് ടു എൻഡ് എവറിത്തിങ്
തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൻ്റെ A to Z കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആൻഡ് വി ആർ ജസ്റ്റ് സ്ലോലി ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്. അപ്പോൾ എല്ലാവരും റെഡിയാണോ? അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ആരൊക്കെ വിളിച്ച് എല്ലാവരും ജസ്റ്റ് ഒന്നൊരു ഹായ് പറ, ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇട്ടെ. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഫ്രം ദ വെരി ബിഗിനിങ്. അപ്പോൾ ഇതുവരെ കേൾക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇതുവരെ കേട്ട് മനസ്സിലാവാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇനി എല്ലാ അത്യാവശ്യം കാര്യങ്ങൾ അറിയാം ഒന്ന് റിവൈസ് ചെയ്യണം എന്നുള്ള ആൾക്കാർ, എവ്രിബഡി വിൽ ബി ഗെറ്റിംഗ് an equal opportunity to understand and explore this chapter. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുക. ആൻഡ് വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ഇറ്റ്. ഓക്കെ, സോ മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ദി ടെമ്പറേച്ചർ ആൻഡ് ടെമ്പറേച്ചർ സ്കെയിൽസ്. ഓക്കെ ആണല്ലോ? നമ്മൾ ടെമ്പറേച്ചർ സ്കെയിൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ ആദ്യം തന്നെ മനസ്സിലാക്കുക, വാട്ട് ഡൂസ് എ ടെമ്പറേച്ചർ. നിങ്ങൾക്കറിയാമല്ലോ താപനില എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ഈ ടെമ്പറേച്ചർ എന്താണ് ഒന്ന് ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ മെഷർ അല്ലേ, നമ്മുടെ കയ്യിലുള്ള ഒരു ടൂളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു നോ ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ശരിയാണല്ലോ? അങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ ഡിഫൈൻ ചെയ്യുക. എന്താണ്? ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഓക്കെ ആണല്ലോ? അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഹോട്ടാണോ കോൾഡാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഹീറ്റ് എന്ന് പറഞ്ഞ കാര്യം ഇറ്റ് ഫ്ലോസ് ഫ്രം ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ. അറിയാലോ? അതായത് ഒരു രണ്ട് ബോഡി അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് 35 ഒരു സ്ഥലത്ത് 32 ആണെങ്കിൽ ഈ 35 നിന്ന് 32 ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് ഒഴുകുക. ഓക്കെ ആണല്ലോ? സോ നമുക്ക് ഒരു ടെമ്പറേച്ചർ വെച്ച് നമുക്ക് പറയാൻ പറ്റും ഏത് ബോഡിയിൽ നിന്ന് ഏത് ബോഡിയിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക എന്നുള്ളത്. ഓക്കെ ആണല്ലോ? എവിടെയാണോ നമുക്ക് ടെമ്പറേച്ചർ കൂടുതലുള്ളത് ദറ്റ് ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ? ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ഇത് ഇങ്ങനെ എന്ത് ചെയ്യും? പരസ്പരം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഒഴുകി അറ്റ് വൺ പോയിന്റ് വാട്ട് ഹാപ്പൻസ് ഇസ് രണ്ട് പേരുടെയും ടെമ്പറേച്ചർ ഈക്വൽ ആവും. ദെൻ വി സേ ദാറ്റ് ദേ ആർ ഇൻ എ സ്റ്റേറ്റ് വിച്ച് ഇസ് കോൾഡ് ആസ് തെർമൽ ഇക്വിലിബ്രിയം. ദാറ്റ് ഈസ് കോൾഡ് ആസ് തെർമൽ ഇക്വിലിബ്രിയം. ഓക്കെ ആണല്ലോ? തെർമൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇത്രയും നേരമായിട്ട് കിടന്നുകൊണ്ടിരിക്കുന്നത്. സി ദിസ് പെർട്ടിക്കുലർ തിങ്. ഇതിൻ്റെ പ്രത്യേകത നോക്കി. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ടെമ്പറേച്ചേഴ്സും ഇൻ എവറി സ്കെയിൽ ഈസ് മെൻഷൻഡ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസിനടക്കം വോളിയം ഒക്യുപ്പൈ ചെയ്യാൻ പറ്റാത്തൊരു ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ? അതായത് അത്രയും കുറവ് ടെമ്പറേച്ചർ -273 ഡിഗ്രി സെൽഷ്യസിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. അത് പഠിച്ചു വെച്ചോട്ടോ മക്കളെ. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -273 ഡിഗ്രി സെൽഷ്യസ്. ആ സമയത്ത് എത്രയാണ് കെൽവിൻ? 0 കെൽവിൻ ആണ്. ആൻഡ് വാട്ട് ഇസ് ദ ഫാരൻഹൈറ്റ്? -459. അതേപോലെ വെള്ളം ഫ്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് 0. എല്ലാവർക്കും അറിയാം. ആ സമയത്ത് എന്ത് പറ്റും? 273 കെൽവിൻ ആവും. അതുപോലെ തന്നെ 32 ഫാരൻഹൈറ്റ് ആവും. അതുപോലെ 27 ഡിഗ്രിയാണ് നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറായി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് 300, അതുപോലെ തന്നെ 80. അടുത്ത നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ആണ്. ദാറ്റ് ഇസ് സംവെയർ ബിറ്റ്വീൻ 36.7 to 37.2. ഓക്കെ ആണല്ലോ? 36.7 to 37.2 ഇതാണ് നമ്മൾ MBBS പഠിപ്പിക്കുന്ന കോമൺ ടെമ്പറേച്ചർ. എന്തായാലും 37 ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ 310, അതുപോലെ തന്നെ 98. അതാണ് നമ്മുടെ ലാസ്റ്റ് വൺ. വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ അതാണ് 100. ആ സമയത്ത് 373 ആയിരിക്കും കെൽവിൻ, അതുപോലെ 212 ആയിരിക്കും ഫാരൻഹൈറ്റ്. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് ആൻ എസെൻഷ്യൽ കൺവേർഷൻ ടേബിൾ കേട്ടോ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ട എല്ലാ ടെമ്പറേച്ചറും അതിൻ്റെ സ്കെയിൽ ഡിഫറൻസസും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ ആണല്ലോ? ഇനി മനസ്സിലാക്കേണ്ട കാര്യം തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ആണ്, ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷനിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് എനർജി. ഓക്കെ ആണല്ലോ? ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് എനർജി ഐദർ ബൈ ഹീറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ ആണല്ലോ? അതായത് രണ്ട് ഒബ്ജക്ട്സിൻ്റെ ഇടയ്ക്ക് ഒരു ഹീറ്റ് ട്രാൻസ്ഫറും ഇല്ല. അവരുടെ ഇടയിൽ ഒരു തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറും ഇല്ല. ഐദർ ബൈ ഹീറ്റ് ഓർ ബൈ ഇലക്ട്രോമാഗ്നറ്റിക് നമ്മുടെ റേഡിയേഷൻ. അങ്ങനെ എന്ത് കാര്യം കൊണ്ടാണെങ്കിലും ദർ ഈസ് നോ എക്സ്ചേഞ്ച്. അങ്ങനെയുള്ളൊരു സ്റ്റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദി ടു
അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ബിറ്റ്വീൻ ദി 2 ഒബ്ജക്ട്സ്. ഓക്കെ ആണല്ലോ ഫൈൻ. സോ അതാണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ ഗ്രേറ്റ്. സോ അനുജിത് ചെയ്യുന്നത് നല്ല കാര്യമാണ് കേട്ടോ. അനുജിത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി ഇടുന്നുണ്ട്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഐ ട്രൂലി അപ്രീഷിയേറ്റ് ഇറ്റ്. അതുപോലെ തന്നെ ഷിഫ സലീമും ഇടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഈസ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ചിലർ ഇവിടെ പറയും, ചിലർ തെർമോഡൈനാമിക്സിൽ പറയും. വാട്ട് എവർ ഇറ്റ് ഇസ്, ഞാൻ എല്ലായിടത്തും പറഞ്ഞുതരാം, കാരണം അത് വേണ്ടതാണ്. ഓക്കെ ആണല്ലോ. മനസ്സിലാക്കുക. സീറോത്ത് ലോ പറയുന്നത് ഇതാണ്. ശ്രദ്ധിച്ചേ, നമുക്ക് 3 സിസ്റ്റം ഉണ്ട്. വി ഹാവ് എ സിസ്റ്റം എ, വി ഹാവ് എ സിസ്റ്റം ബി, വി ഹാവ് എ സിസ്റ്റം സി. ഓക്കെ ആണല്ലോ. മനസ്സിലാക്കുക. ഇതിൽ എനും സിനും ഇടയ്ക്ക് ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. അതുപോലെ ബിയിലും സിനും ഇടയ്ക്ക് ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. എന്നാൽ എക്കും ബിക്കും ഇടയിൽ ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ അല്ല. അങ്ങനെയുള്ള ഒരു കേസ് എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ്, ശ്രദ്ധിച്ചേ, ഇവിടെ എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ വാട്ട് ഡസ് ദ സീറോത്ത് ലോ സേ? സീറോത്ത് ലോ സേസ് ദാറ്റ് എയും ബിയും എന്ത് തന്നെയാണ്? അവരും പരസ്പരം തെർമൽ ഇക്വിലിബ്രിയത്തിൽ തന്നെയാണ്. അതാണ് സീറോത്ത് ലോ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ ജസ്റ്റ് എഴുതിയാൽ മതി. ഇഫ് എ ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സി, എ ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സി and B is in thermal equilibrium with C, then A is in thermal equilibrium with B. ഓക്കെ ആണല്ലോ. ഇതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് പറഞ്ഞു തന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഞാൻ റിപ്പീറ്ററാണ്. ഞങ്ങൾക്കിപ്പോൾ മോഡൽ എക്സാം ആണ്. എത്ര പഠിച്ചിട്ടും 100 മുകളിലോട്ട് കിട്ടുന്നില്ല. ഐ ആം സോ സാഡ്. ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് കുട്ടികൾ ഓൾമോസ്റ്റ് എല്ലാവരോടും ചോദിച്ചാൽ അവർ പറയുന്നൊരു കാര്യമാണ്, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് വേണ്ട ഒരു മാർക്കിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു കാര്യം. ഓക്കെയാണ്. സോ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു സ്കോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് ആക്ച്വലി ഈ MBBS കിട്ടാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 600 മനസ്സിലായോ? നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണ്ട കാര്യം അതാണ്. ഓൾ വി നീഡ് ഇസ് 600 മാർക്ക് ടു ഗെറ്റ് ഇൻ ടു ദി MBBS. ഓക്കെ ആണല്ലോ. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ. ഈ 500 എത്തിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും പല രീതിയിൽ ചിന്തിക്കാറുണ്ട്. സപ്പോസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കാണ്ട്, കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കാണ്ട്, ഫ്ലൂയിഡ്സ് പഠിക്കാണ്ട്, അതുപോലെ തന്നെ ലോസ് ഓഫ് മോഷൻ പഠിക്കാണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് എനർജി പഠിക്കാണ്ട്, ഇതൊന്നും പഠിക്കാണ്ട് നമുക്ക് നീറ്റ് കിട്ടുമോ? കിട്ടും. പക്ഷേ ദർ ഇസ് എ ക്യാച്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് ബി ഏബിൾ ടു കോമ്പൻസേറ്റ് ഇറ്റ് ഓൺ ദി ബയോളജി. മനസ്സിലായോ? അതായത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. 600 മാർക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ബേസിക്കലി മീൻസ് ഈ 360 ആണ് നമുക്ക് എന്തുള്ളത്, നമുക്ക് ബയോളജിക്ക് വേണ്ടത്. ഓക്കെ ആണല്ലോ. അതിൽ നിങ്ങളൊരു 340 സ്കോർ ചെയ്തു എന്ന് വിചാരിക്കുക. സ്കോർ ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ കേട്ടോ. ഇറ്റ്സ് ഫോർ ബയോ. ആൻഡ് കെമിസ്ട്രിയിൽ നിങ്ങൾ അധികം ചെയ്തില്ല, ഒരു 160 സ്കോർ ചെയ്തിട്ടുണ്ട് 180. ദിസ് എലോൺ വിൽ ഗിവ് യു 500 മാർക്ക്. പിന്നെ നിങ്ങൾക്കുള്ളത് ഫിസിക്സ് ആണ്. ഈ ഫിസിക്സിൽ ഒരു 25 ക്വസ്റ്റ്യൻ ശരിയാക്കുകയാണെങ്കിൽ യു ഗെറ്റ് എ 100 മാർക്ക്. ആൻഡ് ദിസ് ഹോൾ കൗണ്ട്സ് ഫോർ 600 മാർക്ക്. ശ്രദ്ധിച്ചേ, ഈ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ ഇതൊക്കെ പോസിബിൾ ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഫിസിക്സിൽ 25 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ വിടാമെന്നാണ് അതിനർത്ഥം. അല്ല, 20 ക്വസ്റ്റ്യനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട, അത് എഴുതണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ശ്രദ്ധിച്ചേ, ഈ 20 ക്വസ്റ്റിനുള്ളിൽ ഈ 5 ചാപ്റ്റേഴ്സ് ചോദിക്കുള്ളൂ. ഇതിന്ന് ഓരോ 4 ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചു എന്ന് വിചാരിക്കുക. അത്രയൊക്കെ തന്നെ മാക്സിമം ചോദിക്കുള്ളൂ. ഇതൊക്കെ ഒഴിപ്പിച്ചാലും നിങ്ങൾക്ക് എന്തുണ്ട്, ആ 20 ക്വസ്റ്റ്യൻ പോയാൽ പോലും യു ആർ സ്റ്റിൽ ലാൻഡിങ് സംവെയർ ബിറ്റ്വീൻ 600. മനസ്സിലായോ? അതുപോലെ പക്ഷേ ഇതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ബി മേക്കിംഗ് സ്ട്രോങ് ഇൻ ദി കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്, ബയോളജി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പോസിബിൾ ആണോ? കെമിസ്ട്രിയിൽ ഫിസിക്കലൊക്കെ അല്ലേ മക്കളെ? വിചാരിച്ചേ 160 മതി. 180 എന്ന് പറയുമ്പോൾ യു ക്യാൻ സ്റ്റിൽ ഒരു 5 ക്വസ്റ്റ്യൻ വിടാൻ പറ്റും അല്ലേ? സോ ഫിസിക്കൽ കെമിസ്ട്രി എന്നൊക്കെ യൂഷ്വലി ഒരു 8 to 10 ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതിനകത്തുള്ള പകുതി ക്വസ്റ്റ്യൻ വിൽ ബി ഡയറക്ട്ലി ബേസ്ഡ് ഓൺ ദ മൊളാരിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുള്ളൂ. ആൻഡ് അതൊന്നിരുന്ന് വായിക്കുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ഇറ്റ്. മനസ്സിലായോ? സോ ഈ ഒരു ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ എല്ലാവരോടും പറയാറുള്ള കാര്യം, നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബയോളജി, ഓർഗാനിക്, ഇൻഓർഗാനിക് ഈ സാധനങ്ങൾ എടുത്തിട്ട് ഡെയിലി ബേസിസിൽ വായിക്കുക. മനസ്സിലായോ? ഈ 3 കാര്യങ്ങൾ എലോൺ ക്യാൻ ഗിവ് യു 500 മാർക്സ്. കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു
വൃത്തിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിൽ 350 മാർക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് ഇത് രണ്ടും ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ടെന്നും എന്തായാലും ഒരു 150 മാർക്ക്, ഒരു 140 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജസ്റ്റ് ഈ 3 കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ആവശ്യമായിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും വലിയ ഐഡിയ കിട്ടുന്നില്ല, ഫിസിക്സ് ഒന്നും എത്ര പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല, ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ എന്താണെന്നറിയില്ല, ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അങ്ങനെയുള്ളവരോടൊക്കെ എൻ്റെ ആൻസർ ഇതാണ്, നിങ്ങൾക്ക് ആ കാര്യം കിട്ടുന്നില്ലേ, ഓക്കെ ലീവ് ഇറ്റ്. കാരണം എല്ലാവർക്കും ഒരേപോലെ പറ്റണം എന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന എല്ലാം ശ്രമിച്ചു, നമ്മൾ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി, അതുപോലെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു, എന്നിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹ്യൂമൻലി ഇടാ. കാരണം എല്ലാവർക്കും എല്ലാം കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഫിസിക്സ് ഇന്നേറ്റ് ടഫായിരിക്കും, അവരെന്തൊക്കെ ചെയ്താലും അല്ലെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചാലും ദേ ഫൈൻഡ് ഇറ്റ് സോ ഡിഫിക്കൾട്ട്. ഓക്കെ, ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണെന്നോ നിങ്ങളുടെ എഫേർട്ട് ഇല്ലാഞ്ഞിട്ടാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നോർമൽ ടു ബി നോട്ട് ഗെറ്റിംഗ് തിങ്സ്. ഓക്കെയാണോ, നമുക്ക് ചില സാധനങ്ങൾ കിട്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നോർമലാണ്. അതിനർത്ഥം നിങ്ങൾ അവിടെ ഇട്ട് കൊടുത്ത് പോകണം എന്നല്ല, റാദർ ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ്സ് ആലോചിക്കുക. ഈസ് ദർ എ പ്ലാൻ ബി ടു ഗെറ്റ് നീറ്റ്? പക്ഷെ അങ്ങനെ പ്ലാൻ ബി വരുന്ന സമയത്ത് നിങ്ങൾ ആ ഫിസിക്സിലൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി എന്തുണ്ടാവണം, വേറെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ നല്ലോണം ഇരുന്ന് പഠിക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, യു ഹാവ് ടു വർക്ക് ഓൺ ബയോളജി. ഒന്നും ചെയ്യാനില്ല, അതിനകത്ത് ബയോളജിയിൽ ഒരു 330 340 കയറ്റേണ്ടി വരും. പക്ഷേ അതൊന്നും ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കയറ്റാൻ പറ്റും. കാരണം എന്താ, ഇഫ് യു നോ ഇറ്റ് യു ക്യാൻ ആൻസർ. അതാണ് ബയോളജിയുടെ പ്രത്യേകത. കാരണം ബയോളജിയിൽ ഡയറക്റ്റായിട്ടാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, വിച്ച് ഈസ് ദ 3 പാർട്സ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഡ്യുവോഡനം, ജജനം, ഇലിയം. ഈ 3 പേര് നിങ്ങൾക്ക് അറിയുമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി റൈറ്റ് ഇറ്റ്. അതിൽ പിന്നെ പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, അയ്യോ അതുതന്നെയാണോ ആയിരിക്കുമോ എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? സോ അതൊന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. സോ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും യു ഷുഡ് ഹാവ് എ പ്രോപ്പർ ഐഡിയ ഇൻ യുവർ മൈൻഡ്, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത്. സോ അത് കറക്റ്റ് ഇങ്ങനെ ഓർഡർ ആക്കി എടുക്കുക, എന്നിട്ട് അത് പഠിക്കുക. ആൻഡ് ഈവൻ ഫിസിക്സ്, ഇപ്പോൾ ലാസ്റ്റ് നിമിഷത്തിൽ ഫിസിക്സ് പഠിക്കുന്ന കുട്ടികളോട് എൻ്റെ ഒരു ടിപ്പ് പറയാം. നിങ്ങളിപ്പോൾ ഫിസിക്സ് തുടങ്ങുകയാണോ, ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഹൗ ടു ലേൺ ഫിസിക്സ് ഇൻ ദ ലിമിറ്റഡ് ടൈം. കാരണം ഏത് ബുക്ക് എടുക്കും, എങ്ങനെ വായിക്കും? മക്കളെ, നിങ്ങൾ കോംബി കാണുന്നവരാണെങ്കിൽ ഡയറക്റ്റ് കോംബി കാണാം. ഐ തിങ്ക് കോംബിയിൽ വി ആർ ഗിവിങ് യു ദ എവറിത്തിങ് ദാറ്റ് യു നീഡ്. ഫോർ എക്സാമ്പിൾ ഇക്വേഷൻസ് ഒക്കെ എല്ലാം തരുന്നുണ്ട്. മനസ്സിലായോ? ചില കൺസെപ്റ്റ്സ് ഡെഫിനറ്റ്ലി വി ആർ നോട്ട് ഏബിൾ ടു സേ. കാരണം ദിസ് ഈസ് എ കോംബി റൂം അല്ലേ. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ കൊണ്ടൊക്കെ ഒരു ചാപ്റ്റർ തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റേഴ്സിൽ 18ഉം 20ഉം മണിക്കൂറൊക്കെ എടുക്കുന്ന ചാപ്റ്റേഴ്സ് 2 മണിക്കൂറിലെടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി വി ഹാവ് ടു കോംപ്രമൈസ് ഓൺ സംതിങ്. ഒന്നെങ്കിൽ നമുക്ക് പകുതി കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ കൺസെപ്റ്റ്സ് ഒക്കെ പറഞ്ഞ് പോകാം, അല്ലെങ്കിൽ മൊത്തം പറഞ്ഞ് ചില കൺസെപ്റ്റ്സ് നമുക്ക് ഒഴിവാക്കാം. ഞാൻ ചെയ്യാറുള്ളത് എപ്പോഴും അതാണ്. അതായത് ഭയങ്കര ലോങ് ആയിട്ട് വേണ്ടത്, അതായത് ഒരു ഇക്വേഷൻ കിട്ടാൻ വേണ്ടി 20-25 മിനിറ്റ് എക്സ്പ്ലനേഷൻ വേണ്ട ഒരു ടോപ്പിക് ആണെങ്കിൽ ഐ റിമൂവ് ദാറ്റ് എക്സ്പ്ലനേഷൻ. കാരണം നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ഇക്വേഷൻ മതി ഈ സമയത്ത്. മനസ്സിലായോ? കാരണം ദാറ്റ് ഈസ് ഇനഫ്. കാരണം അതിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ആർ ഡൂയിങ് ദാറ്റ്. ഓക്കെ ആണ്. ഫിസിക്സ് പഠിക്കുന്ന ഒരാൾക്ക് യു ക്യാൻ ഐദർ വാച്ച് കോംബി, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റർ ആണെന്നുണ്ടെങ്കിൽ യു നോ ദ തിയറി, ദാറ്റ് ഈസ് വെരി ഗുഡ്. അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഇൻ ടു യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ക്രാഷിലെ വീഡിയോസ് കാണാം, ഇല്ലെങ്കിൽ ഇവിടെ ക്യാപ്സ്യൂളിലെ വീഡിയോസ് കാണാം. വാട്ട് എവർ യു ആർ വാച്ചിങ് യു ക്യാൻ വാച്ച് ഇറ്റ്. നേരെ മക്കളെ നിങ്ങളുടെ NCERT തുറക്കുക. NCERT ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ട് അതിനകത്ത് സോൾവ്ഡ് എക്സാമ്പിൾസ് ഉണ്ട്. എക്സസൈസസ് അല്ല, NCERT തന്നെ നിങ്ങൾക്ക് വേണ്ടി സോൾവ് ചെയ്ത് തന്ന സോൾവ്ഡ് എക്സാമ്പിൾസ് ഉണ്ട്. ഈ സോൾവ്ഡ് എക്സാമ്പിൾസ് എടുത്തിട്ട് അത് ഫുള്ള് വർക്കൗട്ട് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ എല്ലാ വർഷവും ആ സോൾവ്ഡ് എക്സാമ്പിൾസിന് 1-2 ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ഫിസിക്സിൽ നിന്നും അങ്ങനെയാണ്, കെമിസ്ട്രിയിൽ നിന്നും അങ്ങനെയാണ്. ദാറ്റ് ഈസ് ആൻ ഈസി 4 ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 16 മാർക്ക് ജസ്റ്റ് കാണാപ്പാടം, ജസ്റ്റ് ഒന്ന് നോക്കുന്നതിലൂടെ കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അതും കിട്ടാൻ പോകുന്നത് ഫിസിക്സ് കെമിസ്ട്രിയാണ്, ബയോളജി പോലും അല്ല. ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 90 ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുകയാണ്. മനസ്സിലായോ? 4 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ഓഫ് 90 ഈസ് 9 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5% ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ബൈ ഡൂയിങ് ദി NCERT സോൾഡ് എക്സാമ്പിൾസ് യു ആർ ഗെറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് യു ക്യാൻ കം ടു ചാമ്പ്യൻ ഓർ നമ്മുടെ MTG അങ്ങനെ ഏതെങ്കിലും എടുക്കുക. എന്നിട്ട് 2010 തൊട്ട് 2022 വരെ
ഇതുവരെ നീറ്റിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. നെവർ സ്കിപ്പ് എ ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യനും അതിലിരുന്നിട്ട് വർക്കൗട്ട് ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ടൈം എടുത്ത് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ചിട്ട് അത് ചെയ്യാം. ഓക്കെ ആണോ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിവ് എ ടെസ്റ്റ്. അതും ഭയങ്കര ഡിഫിക്കൽട്ടായതൊന്നും വേണമെന്നില്ല. നീറ്റ് മോഡലായിട്ടുള്ള ഒരുപാട് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ഡോപ്പയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനായാലും നമുക്ക് എല്ലാ ദിവസവും എക്സാംസ് ഉണ്ട് അല്ലേ. ആൻഡ് എവറി വീക്ക് വി ഹാവ് ലാൻഡിങ് എക്സാംസ്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക റിവിഷൻ മൊഡാലിറ്റി തന്നെ നമുക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരുപാട് വെബ്സൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ തരുന്നുണ്ട്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒന്നുമില്ലെങ്കിൽ ബുക്ക് വാങ്ങിയിട്ട് ആ ബുക്കിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യാം. അങ്ങനെ നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ ആണോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 2 ഔട്ട്കമാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എറൗണ്ട് ഒരു 60% കൂടുതൽ മാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ 60%നേക്കാൾ കുറവാണ്. 60% കൂടുതലാണെങ്കിൽ യു ആർ ഡൺ. യു ആർ ഡൺ വിത്ത് ദ ചാപ്റ്റർ. യു ക്യാൻ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഒരു 60% ഒരു 70% മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ ഡൺ. അല്ല 60% താഴെയാണ് കിടക്കുന്നതെങ്കിൽ ദാറ്റ് ബേസിക്കലി മീൻസ് യു ഹാവ് ടു വർക്ക് എ ലിറ്റിൽ മോർ. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ച് നമ്മുടെ മാർക്കൊന്ന് കൂട്ടണം എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ MTGയുടെയൊക്കെ ക്യൂ ബാങ്ക് അല്ലാണ്ട് നമുക്ക് റെഗുലറായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരുപാട് ബുക്സ് ഉണ്ട്. MTG ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെൻഗേജോ അല്ലെങ്കിൽ അരിഹന്ത്, സെൻഗേജ് എടുക്കാൻ ഞാൻ പറയില്ല, അരിഹന്ത് എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു 50 to 60 ക്വസ്റ്റ്യൻസ് ഒന്ന് അറിഞ്ഞ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ടെസ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ മാർക്ക് 60% കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ദി ഇനഫ് മാർക്ക് ടു ക്രാക്ക് ഇറ്റ്. ഓക്കെ ആണല്ലോ? സോ ഇതാണ് ഒരു ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ എല്ലാവർക്കും പറ്റണം എന്നില്ല. ബട്ട് ദിസ് ഇസ് മൈ പേഴ്സണൽ ടേക്ക്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇറ്റ് വിൽ ബി റിയലി ഗുഡ് ഫോർ യു. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഇസ് ദ തിങ്. ഓക്കെ, നമ്മളപ്പോൾ ഒരുപാട് വിഷയത്തിൽ നിന്ന് തെന്നിമാറിയിരിക്കുന്നു. നമുക്കപ്പോൾ ബാക്ക് ടു ടോപ്പിക്. അപ്പോൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ കഴിഞ്ഞു. അടുത്തതാണ് മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, അതായത് നമുക്ക് ഫിസിക്സിലൊരു ബ്രാഞ്ച് ഉണ്ട്. അതായത് ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. അതിൻ്റെ പേരാണ് തെർമോമെട്രി. The branch which deals with the measurement of temperature of a body is called as thermometry. Okay ആണല്ലോ? So thermometry, and what is thermometer? പറഞ്ഞാൽ there is something called as an thermometer. Thermometer എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, any device which is used to measure the temperature of a body is called as thermometer. അല്ലേ? നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടി, അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ, ശരി. ഇനി അതുപോലെ തന്നെ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന കുറച്ച് സബ്സ്റ്റൻസസ് ഉണ്ട് അല്ലേ? നമ്മൾ മെർക്കുറിയൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ആ മെർക്കുറിയുടെ പേരാണ് തെർമോമെട്രിക് സബ്സ്റ്റൻസസ്. തെർമോമെട്രിക് സബ്സ്റ്റൻസസ്. എന്താണ് തെർമോമെട്രിക് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഒരു എന്താണ് തെർമോമീറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ്. എക്സാമ്പിൾ മെർക്കുറി. ഓക്കെ ആണല്ലോ? അപ്പോൾ മെർക്കുറി പോലുള്ള സാധനങ്ങൾ, ചില സാധനങ്ങൾ ഗ്യാസ് ആയിരിക്കും, ചില ലിക്വിഡ് ആയിരിക്കും. സോ വാട്ട് എവർ സബ്സ്റ്റൻസസ് വിച്ച് ആർ ഇൻസൈഡ് ദ തെർമോമീറ്റർ ആൻഡ് വിച്ച് അണ്ടർഗോസ് എക്സ്പാൻഷൻ ഓർ കൺട്രാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. അത് നിങ്ങൾ എഴുതണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇങ്ങനൊരു കാര്യം, അല്ലെങ്കിൽ ഇതിനാണ് നിങ്ങൾ എന്ത് വിളിക്കുക? തെർമോമീറ്റർ അല്ലെങ്കിൽ തെർമോമെട്രി എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ ആണല്ലോ? ശരി. ഇനി നമുക്ക് ടെമ്പറേച്ചർ അളക്കണം. ടെമ്പറേച്ചർ അളക്കണമെങ്കിൽ നമുക്കറിയാം, നമുക്ക് വെയിറ്റ് അളക്കണമെങ്കിൽ കിലോഗ്രാം ഉണ്ട്, പൗണ്ട് ഉണ്ട് അല്ലേ? അമേരിക്കൻസ് യൂഷ്വലി യൂസ് ദ പൗണ്ട്. ഇനി അങ്ങനെ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഡിഫറെൻറ്റ് സ്കെയിൽസ് ഉണ്ട്. ഒന്നാമത്തേതാണ് സെൻറ്റിഗ്രേഡ് സ്കെയിൽ ഓർ ദി കോമൺ സെൽഷ്യസ് സ്കെയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സെൻറ്റിഗ്രേഡ് സ്കെയിൽ അല്ലെങ്കിൽ സെൽഷ്യസ് സ്കെയിൽ. രണ്ടാമത്താണ് ഫാരൻഹീറ്റ് സ്കെയിൽ. ഓക്കെ ആണല്ലോ? ഫാരൻഹൈറ്റ് സ്കെയിൽ. ഓക്കെ ആണല്ലോ? ആൻഡ് മൂന്നാമത്തെയാണ് കെൽവിൻ സ്കെയിൽ. മൂന്നാമത്തേതാണ് കെൽവിൻ സ്കെയിൽ. അങ്ങനെ 3 സ്കെയിൽസ് ആണ് നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ളത്. വി ഹാവ് എ സെൻറ്റിഗ്രേഡ് സ്കെയിൽ, വി ഹാവ് എ ഫാരൻഹീറ്റ് സ്കെയിൽ ആൻഡ് വി ഹാവ് എ കെൽവിൻ സ്കെയിൽ. അങ്ങനെയാണല്ലോ 3 കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇനി ഐ ആം ഗോയിങ് ടു ഷോ യു വൺ ഇക്വേഷൻ വിച്ച് യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഫോർ യുവർ ലൈഫ്. മക്കളെ, ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ, ഡിഡ് യു സേ ഇറ്റ്? ഈ ഒരു ഇക്വേഷൻ കണ്ടോ? ദിസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ഞാൻ എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞുതരാം. ദിസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഓൾമോസ്റ്റ് ഫിസിക്സിലെ ഈ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. എന്താണ്?
This is a conversion scale between every temperature scales you have ever learned. അതായത് സി നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ഒരു 22 ഡിഗ്രി സെൽഷ്യസ് ഇൻ എന്താണ് സെൽഷ്യസ് ഇൻ നമ്മുടെ സെൻറ്റിഗ്രേഡ് സ്കെയിൽ, അത് നമ്മുടെ കെൽവിൻ സ്കെയിൽ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു സി ഇവിടെ K minus 273/100 is equal to C by 100 is equal to F minus 32/180. ഇത്ര നിങ്ങൾ കാര്യം ആദ്യം ശ്രദ്ധിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് 22 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്ര കെൽവിൻ ആണെങ്കിൽ K minus 273/100 ഈക്വൽ ടു 22 കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സീൻ്റെ അവിടെ 22 കൊടുക്കുക ബൈ 100. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം ഇത് വെട്ടി കൊടുക്കുക. 273 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 273 പ്ലസ് 22, അപ്പോൾ 82, 83, 93, 2, 95, 295 കെൽവിൻ. ഇതാണ് എന്ത് കെൽവിനുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് തിരിച്ചും ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് അറിയേണ്ടത് ഒരു 290 കെൽവിൻ എന്ന് പറയുന്നത് എത്ര ഫാരൻഹൈറ്റ് ആണ്. അപ്പോൾ 290 മൈനസ് 273/100 ഇസ് ഈക്വൽ ടു F മൈനസ് 32/180. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെന്തായി യു വിൽ ബി ഗെറ്റിംഗ് ദി ഡിഗ്രി ഇൻ ഫാരൻഹൈറ്റ്. മനസ്സിലായോ? അതും നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത് രണ്ടുമല്ല, നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഒരു പുതിയ യൂണിറ്റ് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഐ എം കോളിങ് ഇറ്റ് ആസ് എന്താ വിളിക്കുക എക്സ്ട്രീം യൂണിറ്റ്. ഓക്കെ ആണെങ്കിൽ ഞാൻ ഒരു പേരിട്ടു എക്സ്ട്രീം യൂണിറ്റ് എന്ന് വിളിക്കുകയാണ്. ഈ എക്സ്ട്രീം യൂണിറ്റ് പറയുമ്പോൾ അവർ രണ്ട് കാര്യങ്ങൾ തരും. എൻ്റെ എക്സ്ട്രീം യൂണിറ്റിൽ വാട്ട് ഹാപ്പൻസ് ഇസ് വെള്ളം തിളയ്ക്കുന്നത് -100ലാണ്. എൻ്റെ യൂണിറ്റ് അങ്ങനെയാണ്, വെള്ളം തിളയ്ക്കുന്നത് -100ലാണ്. അതുപോലെ തന്നെ എന്താ പറയുക മെൽറ്റ് ചെയ്യുന്നത് -200ലാണ്. 100 ഡിവിഷൻ ഉള്ളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫാരൻഹൈറ്റിൽ 32 കാണിക്കുമ്പോൾ എൻ്റെ എത്ര കാണിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് 32 മൈനസ് 32/180 ഇസ് ഈക്വൽ ടു എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബൈ ലോവർ എന്ന് പറയുന്നത് ഫ്രീസിങ് പോയിൻ്റ് ആണ്. അതാണ് ഇവിടെ 100 -100 ബൈ അപ്പർ ലിമിറ്റ് -200 -100. മനസ്സിലായോ? ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്. യു ആർ ബേസിക്കലി കൺവേർട്ടിങ് ബിറ്റ്വീൻ ദി ഡിഫറെൻറ്റ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ ആണോടാ? ഈ ഒരു ഇക്വേഷൻ എല്ലാവർക്കും ക്ലിയർ ആയോ? ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായോ? നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ തന്നെ യു ക്യാൻ ഗെറ്റ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ബി ആൻസേർഡ് ബൈ ദിസ്. ഓക്കെ ആണല്ലോ? ഇതെല്ലാവർക്കും ഓക്കെ ആണോടാ? എല്ലാവർക്കും മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. അർജുൻ കോൺസെപ്റ്റ് പഠിച്ച് ഇക്വേഷൻ സെപ്പറേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. യെസ്, വെരി ഗുഡ്. അത് തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സോ ഈ ഒരു ഇക്വേഷൻ എല്ലാവർക്കും മനസ്സിലായോ? ജസ്റ്റ് കീപ് ദിസ് ആൻഡ് ജസ്റ്റ് ക്യാരി ദിസ് ഇക്വേഷൻ ഫോർ യുവർ ലൈഫ് ടൈം. യു വിൽ ഡെഫിനറ്റ്ലി നോട്ട് റിഗ്രറ്റ് സ്റ്റഡിയിങ് ഇറ്റ്. ഓക്കെ ആണല്ലോ? എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, നൗ വി ആർ മൂവിങ് ഇൻ ടു ദി നെക്സ്റ്റ് പോർഷൻ വിച്ച് ഇസ് ദി തെർമൽ എക്സ്പാൻഷൻ. ചാപ്റ്ററിൻ്റെ പ്രോപ്പറായിട്ട് ഇൻ ടു ചാപ്റ്റർ നമ്മൾ കയറുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം. ഒരു സാധനം ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊരു സബ്സ്റ്റൻസും ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വലുതാവുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് കാണാം ഏതൊരു സബ്സ്റ്റൻസ് നമ്മൾ ഹീറ്റ് ചെയ്ത്. ബട്ട് ദർ ആർ എക്സെപ്ഷൻസ്. ഞാൻ അതിലേക്ക് വരാം. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ എസ് തെർമൽ എക്സ്പാൻഷൻ. അതായത് ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. നമ്മൾ ചൂട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒബ്ജക്റ്റ് വലുതാവും. ഓക്കെ ആണല്ലോ? ഓക്കെ, വലുതാവും. അതിന് നമ്മൾ പറയുന്ന പേരാണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ്? എങ്ങനെയാണ് ഈ തെർമൽ എക്സ്പാൻഷൻ സംഭവിക്കുന്നത്? സി, നമ്മുടെ ഒബ്ജക്ട്സ് മോളിക്കുലർ ലെവലിൽ ഇങ്ങനെ അടുത്തടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിലേക്ക് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിനെല്ലാം ഹീറ്റ് കിട്ടും. ഓക്കെ ആണല്ലോ? മനസ്സിലാക്കാം. ഈ ഹീറ്റ് കൊടുക്കുന്നത് അത്യാവശ്യം ഒരു ഹീറ്റാണ് എന്ന് വിചാരിക്കുക. ഒരു കട്ട് ഓഫ് ഞാൻ പറയാം. ഒരു ഹീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്കിടയിലുള്ള എനർജി കൂടുമ്പോൾ ഇവർക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല. ഈ എനർജി കളയണം. നമ്മൾ എക്സ്ട്രാ പൈസ ഇട്ടപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വീട്ടിലിരിക്കുക, പുറത്തേക്ക് പോകും. അതേപോലെ ഇവർക്ക് അവിടെ ഇരിക്കാൻ തോന്നില്ല. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ തോന്നും. അങ്ങനെ ഇവരെന്ത് ചെയ്യും? പരസ്പരം ഇങ്ങനെ അകന്നിരിക്കാൻ ശ്രമിക്കും. അതിനെയാണ് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അവർ വലുതാവുക. കാരണം അവർക്കിടയിലുള്ള ഇൻ്റർമോളിക്കുലർ സ്പോഴ്സ് കൂടി, അങ്ങനെ അവരുടെ ഡിസ്റ്റൻസും കൂടി. അങ്ങനെ നമ്മൾ ഫർദർ ചൂട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട് കൊടുക്കുകയാണ്. അവസാനം വാട്ട് ഹാപ്പൻസ് ഇവരുടെ നല്ല സെപ്പറേറ്റ് ആവും. ആൻഡ് വാട്ട് ഹാപ്പൻസ് ചേഞ്ച് ഓഫ് ദി മാറ്റർ ഓഫ് കോഴ്സ്. അതായത് സോളിഡ് ഉള്ള ലിക്വിഡ് ആവും, ലിക്വിഡ് ഉള്ള ഗ്യാസ് ആവും. സോ
ആദ്യത്തെ ഹീറ്റിങ്ങിൽ വാട്ട് ഹാപ്പൻസ് അവരുടെ ഇടയിലുള്ള ഇൻ്റർമോളിക്കുലർ എനർജി കിട്ടുമ്പോൾ അവർ ഇൻ്റർമോളിക്കുലർ സ്പേസ് കൂടും. അങ്ങനെ ദർ ഇസ് ആക്ച്വലി എൻ എക്സ്പാൻഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ആദ്യത്തെ ഒരു ഫേസിൽ എക്സ്പാൻഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ ആണോ? ദർ ഇസ് ആൻ എക്സ്പാൻഷൻ. അത് കഴിഞ്ഞ് വാട്ട് ഹാപ്പൻസ് ഇസ് ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ ദി ദർ ഇസ് എ ചേഞ്ച് ഓഫ് ദി സ്റ്റേറ്റ്. ഓക്കെ ആണല്ലോ? ദർ ഇസ് എ ചേഞ്ച് ഓഫ് ദി സ്റ്റേറ്റ്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ NCERTയിൽ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്, തെർമൽ എക്സ്പാൻഷൻ ഇസ് ബേസിക്കലി ഡ്യൂ ടു ദ എസിമെട്രി ഇൻ പൊട്ടൻഷ്യൽ എനർജി. നല്ലൊരു ടേമാണ് asymmetry in potential energy. ഓക്കെ ആണല്ലോ? സോ ഇതാണ് കാര്യം. asymmetry in potential energy is responsible for thermal expansion. This is the NCERT cut sentence from thermal expansion. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ശരി. സോ അതെന്താ പറയുന്നത്? asymmetry എന്ന് പറഞ്ഞാൽ ആദ്യം നല്ല എക്സ്പാൻഡ് ചെയ്യും, പിന്നെ എക്സ്പാൻഷൻ കുറവായിരിക്കും. ഓക്കെ ആണല്ലോ? സോ അതാണ് പറയുന്നത്. ആദ്യം പൊട്ടൻഷ്യൽ നല്ലോണം കുറവായിരിക്കും, പിന്നെ മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ അവർ വീണ്ടും അടുത്ത് വരും. സോ അതിൻ്റെ ഒരു ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഈ ഒരു ഗ്രാഫ് ഉണ്ട്, ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് എസെൻഷ്യലി ദി തെർമൽ എക്സ്പാൻഷൻ. ഇനി ഈ തെർമൽ എക്സ്പാൻഷനിലേക്ക് വരുമ്പോൾ, ഈ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സോളിഡ്സിനാണ് ഏറ്റവും മിനിമം ഉള്ളത്. ഓക്കെ ആണല്ലോ? സോളിഡ്സിനാണ് ഏറ്റവും മിനിമം ഉള്ളത്. ഗ്യാസിനാണ് ഏറ്റവും കൂടുതൽ, അതായത് ഇറ്റ് ഈസ് മാക്സിമം ഫോർ ഗ്യാസസ്. ഓക്കെ ആണല്ലോ? ഗ്യാസിനാണ് മാക്സിമം ഉള്ളത്. ഓക്കെ, സോ മനസ്സിലാക്കുക, സോളിഡ്സിനാണ് ഏറ്റവും മിനിമം ഉള്ളത്, അതുപോലെ ഗ്യാസിനാണ് ഏറ്റവും മാക്സിമം ഉള്ളത്. ഓക്കെ ആണല്ലോ? ആൻഡ് ഇനി നമുക്ക് എക്സ്പാൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി ഹാവ് 3 kinds ഓഫ് എക്സ്പാൻഷൻ. ഓക്കെ ആണല്ലോടാ? നമുക്ക് ലീനിയർ എക്സ്പാൻഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ? അത് നമ്മൾ വിളിക്കുന്ന പേരാണ് 1 dimensional എക്സ്പാൻഷൻ. ഓക്കെ ആണല്ലോ? എക്സ്പാൻഷൻ ഇൻ 1 dimension. രണ്ടാമത്തതാണ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 2 dimensional എക്സ്പാൻഷൻ. 2 dimensional എക്സ്പാൻഷൻ. പിന്നെ നിങ്ങൾക്കുള്ളതാണ് വോളിയോമെട്രിക് എക്സ്പാൻഷൻ. വോളിയോമെട്രിക് എക്സ്പാൻഷൻ ഇതിനെ വിളിക്കുന്ന പേരാണ് 3 dimensional എക്സ്പാൻഷൻ. ഓക്കെ ആണല്ലോ? ഇതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് 3 dimensional എക്സ്പാൻഷൻ. അങ്ങനെ 3 ടൈപ്പ് എക്സ്പാൻഷനാണ് നിങ്ങൾക്കുള്ളത്. യു ഹാവ് എ ലീനിയർ എക്സ്പാൻഷൻ, യു ഹാവ് എ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ആൻഡ് യു ഹാവ് എ വോളിയോമെട്രിക് എക്സ്പാൻഷൻ. ഓക്കെ ആണല്ലോ? പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ദി ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ ആണല്ലോ? വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, ശ്രദ്ധിച്ചേ. എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരു റോഡുണ്ട്, ഒരു കമ്പിയുണ്ട്. അതിൻ്റെ ഇനീഷ്യൽ ലെങ്ത് ഇസ് L0. L0 എന്ന് പറഞ്ഞൊരു ലെങ്ത് ഉണ്ട് ആദ്യം. ഓക്കെ ആണല്ലോ? വി ഹാവ് എൻ ഇനീഷ്യൽ ലെങ്ത് വിച്ച് ഇസ് L0. നമ്മൾ ചൂട് കൊടുക്കുകയാണ്. ചൂട് കൊടുത്ത് വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ ഹീറ്റിംഗ് ഇറ്റ്. ഓക്കെ ആണല്ലോ? വി ആർ ഹീറ്റിംഗ് ഇറ്റ്. ആദ്യം അതിലുണ്ടായിരുന്ന ടെമ്പറേച്ചർ T1 ആയിരുന്നു. നമ്മളത് ഹീറ്റ് ചെയ്ത് വി മേഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ ടു T2. ഓക്കെ ആണല്ലോ? അപ്പോൾ T1 സമയത്ത് അതിലുണ്ടായിരുന്ന ഡിസ്റ്റൻസ് ആണ് L0 എന്ന് പറയുന്നത്. T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അത് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ അതിൻ്റെ പുതിയ ലെങ്ത്താണ് L0 പ്ലസ് ഡെൽറ്റ എൽ. അതായത് ഇതിന് ഒരു ഡെൽറ്റ എൽ എന്തുണ്ടായി? ഡിഫറൻസ് ഇൻ ലെങ്ത് ഉണ്ടായി. ഓക്കെ ആണല്ലോ? ആ സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതായത് T1 ഉള്ളത് T2 ആയി അല്ലേ? സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇസ് T2 മൈനസ് T1. അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ തീറ്റ. ഓക്കെ ആണോ? ഡെൽറ്റ തീറ്റ ഇസ് എ ചേഞ്ച് ഇൻ ദി ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ ദ ന്യൂ ലെങ്ത് L is equal to L0 into 1 plus alpha delta theta എന്നാണ് പറയാം. പുതിയ ലെങ്ത്, അതായത് ഒരു ഡെൽറ്റ തീറ്റ പറഞ്ഞൊരു ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ what happens is the new length is L is equal to L0 into 1 plus alpha theta, alpha delta theta. അപ്പോൾ എല്ലാവരും ചോദിക്കും വാട്ട് ഇസ് ആൽഫ? ആൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ഇസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ ആണല്ലോ? ആൽഫ ഇസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ ആണല്ലോ? അതാണ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ദി ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ കാര്യം. ഓക്കെ ആണല്ലോ? ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ കാര്യം. നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു സംതിങ് കോൾഡ് ആസ് എ സൂപ്പർഫിഷ്യൽ ഓർ ഏരിയൽ എക്സ്പാൻഷൻ. ഓക്കെ ആണല്ലോ? സൂപ്പർഫിഷ്യൽ ഓർ ഏരിയൽ എക്സ്പാൻഷൻ. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണ്. ആദ്യം ഉണ്ടായിരുന്ന അതിൻ്റെ ഏരിയ A0 ആയിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? അതിന് ഒരു ഡെൽറ്റ എ ഏരിയ ഡിഫറൻസ് വന്നിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വന്ന സമയത്ത് ഇവിടെ എഗെയിൻ വാട്ട് ഹാപ്പൻസ്
A is equal to new area is equal to original area A0 into 1 plus beta delta theta. 1 plus beta delta theta. ഓക്കെ ആണല്ലോ. മനസ്സിലാക്കുക, ഇതിൽ A0 എന്ന് പറയുന്നത് L0 സ്ക്വയർ ആണ്. അതായത് ഇവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ഇവരുടെ ലെങ്ത് ആണ് L0. ഓക്കെ ആണല്ലോ, L0. സോ L0. ഓക്കെ, L0. ഓക്കെ ആണല്ലോ, ഇതാണ് ഇതിന് ആദ്യമുള്ള ലെങ്ത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഏരിയ ആണ് L0 സ്ക്വയർ. അപ്പോൾ അതാണ് അതിൻ്റെ ഇനീഷ്യൽ എന്ന് പറയുന്നത്. ആൻഡ് പുതിയ എ എന്ന് പറയുന്നത് L സ്ക്വയർ ആണ്. അതായത് ഇപ്പോൾ ഉള്ള പുതിയ ലെങ്ത്, ഇപ്പോൾ ഇതിനെ L വിളിച്ചാൽ മതി, അപ്പോൾ L സ്ക്വയർ. ഓക്കെ ആണല്ലോ, അതാണ് അതിൻ്റെ ഏരിയ. ആൻഡ് ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് L സ്ക്വയർ ഇസ് ഈക്വൽ ടു L0 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഡെൽറ്റ തീറ്റ. ഓക്കെ ആണല്ലോ. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് L0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ തീറ്റ ദി ഹോൾ സ്ക്വയർ. അതായത് ശ്രദ്ധിച്ചേ, നേരത്തെ നമ്മളിവിടെ ഉണ്ടായിരുന്നത്, നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയതിൻ്റെ നേരെ ഒരു സ്ക്വയർ അല്ലേടെ ഇവിടെ വന്ന് കിട്ടിയത്, ഇവിടെ വന്ന് കിട്ടിയത്. സോ വി ആർ ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ഉണ്ട് മക്കളെ. ബീറ്റ ഇസ് ഈക്വൽ ടു 2 ആൽഫ. ബീറ്റ ഇസ് ഈക്വൽ ടു 2 ആൽഫ. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് വൺ തിങ് വിച്ച് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ ആണല്ലോ. ഷിഫാന, ഡാലിയ, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് കേട്ടോ. ഞാൻ ഷിഫ പേരെടുത്ത് പറയേണ്ട ആവശ്യം പോലില്ല. യു ആർ ഓൾവേസ് ഡൂയിങ് ഇറ്റ്. നിങ്ങൾ ഇക്വേഷൻസ് എല്ലാം എഴുതുന്നുണ്ട്, ആൻഡ് ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അത് കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു ദി വോളിയോമെട്രിക് എക്സ്പാൻഷൻ, അതായത് ചേഞ്ച് ഇൻ വോളിയം. മറ്റേ പോലെ തന്നെയാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് എടുപ്പിക്കുന്നില്ല. വി ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു 1 പ്ലസ് ഗാമ ഡെൽറ്റ തീറ്റ. പക്ഷെ വി എന്ന് പറയുന്നത് L ക്യൂബാണ്, V0 എന്ന് പറയുന്നത് L0 ക്യൂബാണ്. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ഉണ്ട്. ഗാമ ഇസ് ഈക്വൽ ടു 3 ആൽഫ. ഗാമ ഇസ് ഈക്വൽ ടു 3 ആൽഫ. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഈസ് ഗാമ? Gamma is coefficient of volumetric expansion. Gamma is a coefficient of volumetric expansion. അതുപോലെ തന്നെ beta is the coefficient of superficial expansion. ഓക്കെ ആണല്ലോ. അങ്ങനെ ഓരോ എക്സ്പാൻഷൻ്റെയും എ, ആൽഫ, ബീറ്റ, ഡെൽറ്റ, നമ്മൾ ഗാമ, 3 കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. സോ വോളിയോമെട്രിക് എക്സ്പാൻഷൻ കഴിഞ്ഞു. ഇനി ഇത് നിങ്ങളോടുള്ളൊരു ചോദ്യമാണ് മക്കളെ. ഞാൻ പറഞ്ഞു, നമ്മൾ ഇത്രയും നേരം പറഞ്ഞു, നമ്മൾ ചൂടാക്കുന്ന സമയത്ത് എല്ലാ ഒബ്ജക്ട്സും വലുതാവുകയാണ് ചെയ്യുക. എന്നാൽ ചൂടാക്കുന്ന സമയത്ത് ചെറുതായി പോകുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? ഈസ് ദർ ഇസ് എനി ഒബ്ജക്റ്റ് വിച്ച് കൺട്രാക്ട്സ് ഓൺ ഹീറ്റിംഗ്? നിങ്ങൾ ചൂടാക്കുന്നത് ചെറുതായി പോകുന്നു, ഏതാണ് സാധനം? ആർക്കെങ്കിലും അറിയോ? നോക്കട്ടെ, ആർക്കും അറിയില്ല. എ സബ്സ്റ്റൻസ് വിച്ച് കൺട്രാക്ട്സ് ഓൺ ഹീറ്റിംഗ്. നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ചെറുതായി പോകുന്ന സബ്സ്റ്റൻസ് ഏതെങ്കിലും ഉണ്ടോ? അറിയോ നിങ്ങൾക്ക്? എടാ, നിങ്ങൾ അത്ര ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ലടാ. നമ്മൾ സ്ഥിരമായിട്ട് കളിക്കുന്ന നമ്മുടെ നമ്മളെ റബ്ബർ ബാൻഡൊക്കെ അല്ലേ? റബ്ബർ ബാൻഡ് നിങ്ങൾ നിങ്ങളുടെ ക്യാൻഡിലിൻ്റെ അടുത്ത് കൊണ്ടുപോയി നോക്കി, ചൂടായി കഴിഞ്ഞാൽ അത് ഇങ്ങനെ അങ്ങ് ഒട്ടി ചെറിയൊരു ഉണ്ടായി പോകും അല്ലേ? സോ ഈ റബ്ബർ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസസ് ഒക്കെ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഹീറ്റ് ചെയ്യും. ആൻഡ് ഇതിനെ ബേസ് ചെയ്ത് 2014 എയിംസിൽ ഒരു നല്ല ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ എന്നറിയോ? ക്വസ്റ്റ്യൻ ഇതായിരുന്നു: റബ്ബർ കൺട്രാക്ട്സ് ഓൺ ഹീറ്റിംഗ്. ഇതായിരുന്നു അസേഷൻ. റീസൺ ഇതായിരുന്നു: ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഓഫ് ആറ്റംസ് ഡോമിനേറ്റ് ഓവർ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻസ് ഇൻ റബ്ബർ. ഇങ്ങനൊരു കിഡിലൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? റബ്ബർ കൺട്രാക്ട്സ് ഓൺ ഹീറ്റിംഗ്, ശരിയാണ്. അടുത്തത് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിന് ഇങ്ങനെയും വൈബ്രേറ്റ് ചെയ്യാം, ഇങ്ങനെയും വൈബ്രേറ്റ് ചെയ്യാം. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ട്രാൻസ്വേഴ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ റബ്ബറിൽ ട്രാൻസ്വേഴ്സ് വൈബ്രേഷനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനേക്കാൾ കൂടുതൽ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് മനസ്സിലാക്കുക, ഇതാണ്, അതായത് ഈ റബ്ബറിൽ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ഈ റബ്ബറിന് കൺട്രാക്ട് ചെയ്യാൻ പറ്റിയത്. കാരണം മനസ്സിലാക്കാം, ഒരു ആറ്റത്തിൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എക്സ്പാൻഡ് ചെയ്യാൻ കാര്യം, സബ്സ്റ്റൻസ് എക്സ്പാൻഡ് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ? ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ
when the longitudinal vibration predominates, the substance elongates, and the substance contracts when transverse vibration predominates longitudinal vibration. മനസ്സിലായോടാ? when transverse vibration predominates longitudinal vibration. ഇത് കുറച്ച് പേർക്കെങ്കിലും പുതിയ ഒരു അറിവായിരിക്കും. ഇത് മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിടാം. ഞാനിപ്പോൾ അറൗണ്ട് ഒരു ഹാഫ് ആൻ അവർ 40 minutes ആയി പഠിപ്പിക്കുന്നു. ഞാൻ പഠിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ ഞാൻ ഇതുവരെ എടുക്കാത്തൊരു ചാപ്റ്ററാണിത്. ആൻഡ് ഐ എം ലൈക്ക് ടോട്ടലി അവേ ഫ്രം ദിസ് തെർമൽ പ്രോപ്പർട്ടീസ് വേൾഡ്. ഞാൻ കൂടുതൽ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ്. ലൈക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇവിടെ പഠിപ്പിക്കുന്നത്? ഈസ് എവറിത്തിങ് ക്ലിയർ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ആം ഐ ലീവിങ് എനിത്തിങ്? ഞാൻ എടുത്തിട്ടുണ്ട്, ലാസ്റ്റ് എടുത്തൊരു 1.5 year ബാക്കാണ്. ഓക്കെ ആണല്ലോ. അല്ലാണ്ട് എടുക്കാത്ത നിങ്ങൾക്ക് ആദ്യമായിട്ട് പറഞ്ഞത് നിങ്ങളെ ഞാൻ ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ പേർപ്പസിന് എടുക്കുന്നല്ല, ഞാൻ എടുക്കാറുള്ള ചാപ്റ്ററിനാണ്. ബട്ട് കുറച്ച് അധികമായി എടുത്തിട്ട് സോ ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഈസ് എവറിത്തിങ് ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടോ? ഐ തിങ്ക് ഐ എം ജസ്റ്റ് ക്ലിയറിങ് എവറിത്തിങ് ആൻഡ് ഗോയിങ്. ഓക്കെ ആണല്ലോ. കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നതും അതാണ്. നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് മനസ്സിലായോടാ? ഈസ് എവറിത്തിങ് ഓക്കെ? പഠിപ്പിക്കുന്നതൊക്കെ ക്ലിയർ ആണോ? നിങ്ങളുടെ ഒരു റിവ്യൂ പറയാം കേട്ടോ, ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് കീപ്സ് മീ ഗോയിങ്. ഓക്കെ ആണല്ലോ? ഫൈൻ. So that is essentially your contraction on heating. ഇനിയുള്ളതാണ് കുറച്ച് അപ്ലിക്കേഷൻസ്. നിങ്ങൾ ആക്ച്വലി അപ്ലിക്കേഷൻസിൻ്റെ പേര് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി ഫസ്റ്റ് വൺ ഇസ് ദ ബൈമെറ്റാലിക് സ്ട്രിപ്പ്. ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്താണ്? ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു തെർമൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് മെറ്റൽ എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ഒരു ഇതാണ് എന്ത്, ശ്രദ്ധിച്ചേ ഇവിടെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഒരു എന്താ പറയുക ഇലക്ട്രിക്കൽ ഫ്യൂസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമാണ്. അതായത് ഇതിലൂടെ കറണ്ട് വരും, ഇങ്ങനെ കറണ്ട് പോവും, ഇങ്ങനെ പോവും. ദിസ് ഇസ് എ ക്ലോസ് സർക്യൂട്ട്. ഓക്കെ ആണല്ലോ? ഇനി വാട്ട് ഹാപ്പൻസ് നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇത് ലെങ്തൻ ആവും. ഓക്കെ ആണല്ലോ? ഇത് ലെങ്തൻ ആവും. അങ്ങനെ വാട്ട് ഹാപ്പൻസ് അപ്പോൾ ഈ സാധനം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പൊന്തും, ഇതിങ്ങനെ ഇങ്ങോട്ട് പൊന്തും. അപ്പോൾ ഇവരെന്ത് പറ്റും? ഇവർ പൊന്തുമ്പോൾ എന്ത് പറ്റും? ഇവരുടെ കണക്ഷൻ പോവും. അങ്ങനെ ഒരു ആക്റ്റീവ് കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ അതാണ് നമ്മൾ ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? നിങ്ങൾ ജസ്റ്റ് ഇത് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് ടു ബ്രേക്ക് or make electrical contact. ഓക്കെ ആണല്ലോ? അത് തന്നെ അതേപോലെ സാധനം ബെൻഡ് ചെയ്യുന്നതിനാണ്. ചില സാധനം കൂടുതൽ ബെൻഡ് ചെയ്യും. അപ്പോൾ അത് കൂടുതൽ ബെൻഡ് ചെയ്യുന്ന സാധനം എന്ത് ചെയ്യും? അതിനടുത്തേക്ക് കൊണ്ടുവരും. കുറവ് ബെൻഡ് ചെയ്യുന്ന ആൾക്കാർ അതിന് ദൂരേക്ക് കൊണ്ടുപോകും. ഓക്കെ ആണല്ലോ? ജസ്റ്റ് മനസ്സിലാക്കുക, ദാറ്റ് ഈസ് ബൈമെറ്റാലിക് സ്ട്രിപ്പ്. ഓക്കെ ആണല്ലോ? ഫൈൻ. അടുത്തതാണ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ദി ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഓക്കെ ആണല്ലോ? സിമ്പിൾ പെൻഡുലം. ഓക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം T ഈസ് ഈക്വൽ ടു 2π × √L/g. ഓക്കെ ആണല്ലോ? ഇതാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് അതായത് വാട്ട് ഹാപ്പൻസ് വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. അപ്പോൾ ഇതിൽ ആദ്യം ഉണ്ടായിരുന്നത് ഇത്രയായിരുന്നു ലെങ്ത് ഉണ്ടായിരുന്നത്. പിന്നെ വാട്ട് ഹാപ്പൻസ് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത്ത് കൂടുകയാണ്. ചെറിയൊരു ഫ്രാക്ഷൻ വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് കൂടുകയാണ്. ലെങ്ത്ത് കൂടുമ്പോൾ എന്ത് പറ്റും? നമുക്കറിയാം ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്ത്. അതായത് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതിങ്ങനെ കംപ്ലീറ്റ് ടൈം പീരീഡ്, അതായത് T എന്ന് പറഞ്ഞാൽ ടൈം പീരീഡാണ് അല്ലേ? ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി തിരിച്ചിങ്ങനെ എത്താനുള്ള സമയമാണ്. ഇത് ലെങ്ത്ത് കൂടുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം ടു കംപ്ലീറ്റ് ദിസ് ടൈം പീരീഡ്. മനസ്സിലായോ? സാധാരണ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുക്കും. ഇതിന് ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ വാട്ട് ഹാപ്പൻസ് ഈ ഒരു സാധനം ഇൻ സമ്മർ പെൻഡുലം ഗെറ്റ്സ് സ്ലോഡ്. ഓക്കെ ആണല്ലോ? ഗെറ്റ്സ് സ്ലോഡ്. അതായത് പെൻഡുലം സ്ലോ ആയി തുടങ്ങും. കാരണം അത് വലുതാവുന്ന സമയത്ത് അതിന് ഒരു ടൈം പീരീഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അതിൻ്റെ സമയം കൂടും. അപ്പോൾ ഇറ്റ് സ്ലോസ്.
പക്ഷേ എക്സാമിനർ ചോദിക്കുക ഇങ്ങനെയല്ല, സ്ലോ എന്ന് പറയുന്ന ടേം അല്ല യൂസ് ചെയ്യുക. നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്ലോക്ക് വിൽ ലൂസ് ടൈം എന്നാണ് പറയുക. ലൂസ് ടൈം മനസ്സിലാക്കുക. ഒരു വാച്ച് സ്ലോ ആവുന്ന സമയത്ത് അതിന് സമയം നഷ്ടമാവും. നമ്മൾ ലൂസ് ടൈം എന്നാണ് പറയുക. കാരണം എന്താ, അതിന് എക്സ്ട്രാ നമ്മൾ എന്തായിരുന്നു, കുറച്ച് സമയം കൂടെ കിട്ടേണ്ടതായിരുന്നു, പക്ഷേ അത് സ്ലോ ആയി. മനസ്സിലായി? അപ്പോൾ ആ സമയം പോയി, നമ്മൾ സമയം വേസ്റ്റ് ആയി എന്നല്ലേ പറയുക. കാരണം 2 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ഉണ്ടാവില്ല, 2.25 കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ സമയം പോയി. കാരണം ചങ്ങായി 2 സെക്കൻഡ് ആകുമ്പോഴേക്കും 2.25 സെക്കൻഡ് എടുത്തു ഇത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു 0.5 സെക്കൻഡ് പോയ പോലെയാണ്. മനസ്സിലായോ? സോ അതിനിപ്പോൾ പറഞ്ഞു ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആണെന്നറിയാം. ജസ്റ്റ് മനസ്സിലാക്കുക, എന്ത് പെൻഡുലം സ്ലോ ആവുമ്പോൾ ഇറ്റ് വിൽ ലൂസ് ടൈം. ഓക്കെ ആണല്ലോ? ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, എളുപ്പമാടാ. പെൻഡുലം സ്ലോസ്, അത് ആലോചിക്കാമല്ലോ. ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് പെൻഡുലം സ്ലോ ആവും. അപ്പോൾ ഇതിനകത്ത് തന്നെ ഉണ്ട് LOS, ലൂസ് ടൈം. അപ്പോൾ സ്ലോ ആവുന്ന സമയത്ത് ഇറ്റ് വിൽ ലൂസ് ദ ടൈം. ഇത് ഒരിക്കലും മറക്കരുത്. ഓക്കെ ആണോ? ഫൈൻ. അതുപോലെ വാട്ട് ഹാപ്പൻസ് ഇൻ വിൻ്ററിൽ പെൻഡുലം ഗെറ്റ്സ് ഫാസ്റ്റ്. അറിയാലോ, കാരണം ലെങ്ത് കുറയാണ്. ലെങ്ത് കുറയുമ്പോൾ ടൈം പീരീഡിലുള്ള സമയവും കുറയും. സോ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ഗെയിൻസ് ടൈം. ഓക്കെ ആണല്ലോ? ഇറ്റ് വിൽ ഗെയിൻ ടൈം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ സമ്മറിൽ സമയം ലൂസ് ചെയ്യും, മറ്റേത് ഇറ്റ് വിൽ ഗെയിൻ ടൈം. ഈ ഇത് മാത്രം പ്രോപ്പറായിട്ട് പഠിക്കുക. അതിന് നേരെ ഓപ്പോസിറ്റാണ് എന്തിൽ വിൻ്ററിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? മനസ്സിലാക്കുക. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് എത്ര സമയം ലൂസ് ചെയ്യും, ഓർ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ടൈം ലോസ്റ്റ്, അതായത് ΔT ആണ് ചോദിക്കുക. എത്ര സമയം എക്സ്ട്രാ ലോസ് ആയി, പുതിയ ടൈം പീരീഡ് അല്ല, എത്ര സമയം ലോസ് ആയി എന്നാണ് ചോദിക്കുക. ΔT ഈസ് ഈക്വൽ ടു half alpha delta theta t, where t is the initial time period, theta is the change in temperature, alpha is the coefficient of linear expansion. Okay anlo? So this is one equation which you have to carry on throughout your life. Okay anlo? So delta t is equal to half alpha delta theta t. Okay anlo? So this is the effect of time period on simple pendulum. Okay anlo? അപ്പോൾ സിമ്പിൾ പെൻഡുലം നമ്മൾ ക്ലിയർ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ യു അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലം അല്ലേ. നമ്മൾ സിമ്പിൾ പെൻഡുലം ഉപയോഗിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു വാട്ട് ടൈം പീരിയഡ് ഡിഫറൻസസ്. പക്ഷെ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. കാരണം ടൈം ഇസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് വി എവർ ഹാവ്. അപ്പോൾ നമുക്ക് ഇതേപോലെ സമയം പോകാനോ സമയം എക്സ്ട്രാ കിട്ടാനൊന്നും പാടില്ല. സോ നമ്മൾ പെൻഡുലം ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് വിച്ച് ഈസ് റെസിസ്റ്റൻറ്റ് ടു കൺട്രാക്ഷൻ ഓർ എക്സ്പാൻഷൻ. അതായത് വലുതാവും ചെറുതാവും ചെയ്യാത്തൊരു മെറ്റീരിയൽ ഉണ്ട്. അതിൻ്റെ പേരാണ് ഇൻവാർ. ഓക്കെ ആണല്ലോ? സോ ഈ കാലഘട്ടത്തിൽ നമ്മൾ പെൻഡുലത്തിൽ യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇൻവാർ മെറ്റീരിയലാണ്. ഓക്കെ ആണല്ലോ? ഇറ്റ് ഈസ് കോൾഡ് എസ് ഇൻവാർ മെറ്റീരിയലാണ്. ഓക്കെ സർ, നീറ്റ് ഗാല എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ട് അപ്ഡേഷൻ ഒന്നും വന്നില്ല. അപ്പോൾ ഇന്ന് ഏതെങ്കിലും സെൻട്രൽ എക്സാം എഴുതാൻ പറ്റുമോ? പറ്റും ഹസ്ബൻഡ്, ഒരു കുഴപ്പമില്ല. അത് എന്താ പറയുക, അവരുടെ ഇപ്പോൾ ഇൻ കേസ് അയച്ചിട്ടില്ലെങ്കിൽ അത്രയും കുട്ടികൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മേ ബി ആ ടീം അത് മെസ്സേജ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കും. അതൊന്നും ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഡയറക്ട്ലി ഗോ ആൻഡ് അറ്റൻഡ്. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റും. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സി, ഈ ഒരു റോഡ് കണ്ടോ, ഈ റോഡ് ഈസ് സപ്പോർട്ടഡ് ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ് അല്ലേ. 2 പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്ക് ഈ ഒരു റോഡിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ച സമയത്ത് എന്ത് സംഭവിക്കും ശ്രദ്ധിച്ചേ. ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ എന്താ പറ്റുക, ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സാധനം ലെങ്തൻ ആവും. സാധനം ലെങ്തൻ ആകുമ്പോൾ ഈ 2 പ്ലേറ്റിൻ്റെ മുകളിൽ നല്ല പ്രഷർ അപ്ലൈ ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ വാട്ട് ഹാപ്പൻസ്, തെർമൽ സ്ട്രെയിൻ ഡെവലപ്സ്. ഓക്കെ ആണല്ലോ? ആ ഒരു ഇത് കാരണം തെർമൽ സ്ട്രെയിൻ ഡെവലപ്പ് ആൻഡ് ദാറ്റ് ഇസ് ΔL/L വിച്ച് ഇസ് ആൽഫ ഡെൽറ്റ തീറ്റ. ഇതാണ് നിങ്ങളോട് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുക. ഓക്കെ ആണല്ലോ? അതിങ്ങനെ അമർത്തുന്ന സമയത്ത് വാട്ട് ഇസ് എ തെർമൽ സ്ട്രെയിൻ ഡെവലപ്ഡ് എന്ന് ചോദിക്കും. അതാണ് ΔL/L എന്ന് പറയുന്നത് ആൽഫ ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി ചിലപ്പോൾ ചോദിക്കും, ഇവർ ഇങ്ങനെ വെച്ച സമയത്ത് ഇതാണ് സപ്പോർട്ട്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് സപ്പോർട്ട്. ഒരു വർഷം ചോദിച്ചത്
വാട്ട് ഈസ് എ ഫോഴ്സ് ഓൺ ദ സപ്പോർട്ട്? കാരണം ഇതിങ്ങനെ അമർത്തുന്ന സമയത്ത് ഇറ്റ് ഡെഫിനറ്റ്ലി എക്സേർട്സ് എ ഫോഴ്സ് അല്ലേ? ആ ഫോഴ്സ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു വൈ എ ആൽഫ ഡെൽറ്റ തീറ്റ. എഫ് ഇസ് ഈക്വൽ ടു വൈ എ ആൽഫ ഡെൽറ്റ തീറ്റ. വൈ ഇസ് എ യങ്സ് മോഡുലസ്, എ ഇസ് ദി ഏരിയ, ആൽഫ ഇസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, ഡെൽറ്റ തീറ്റ ഇസ് ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ ആണോടാ? മനസ്സിലായോ? സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി തെർമൽ സ്ട്രെയിൻ. ഓക്കെ ആണല്ലോ? ഫൈൻ. പിന്നെയുള്ളൊരു കാര്യമാണ് എക്സ്പാൻഷൻ ഓഫ് ക്യാവിറ്റി. ഓക്കെ ആണല്ലോ? അതായത് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ക്യാവിറ്റി വലുതാവും. ഓക്കെ ആണല്ലോ? ക്യാവിറ്റി വലുതാവും. സോ അത് ജസ്റ്റ് ഓർത്തിരിക്കുക, ദർ ഇസ് ആൻ എക്സ്പാൻഷൻ. ആകെ ഇതാണ് കാര്യം. എക്സ്പാൻഷൻ ഓഫ് എ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ബിയോട് ഈക്വൽ ആയിരിക്കും. എക്സ്പാൻഷൻ ഓഫ് സി എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ഡിയോട് ഈക്വൽ ആയിരിക്കും. രണ്ടും ഒരേപോലെ വലുതായിക്കൊണ്ടിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, അതർ അപ്ലിക്കേഷൻസ്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഇതൊന്നും നിങ്ങൾ വേണമെങ്കിൽ എഴുതിയാൽ മതി. നമ്മൾ ഈ രണ്ട് പോസ്റ്റില്ലേ, രണ്ട് പോസ്റ്റിൻ്റെ ഇടയിൽ നിങ്ങൾക്കറിയും നിങ്ങൾ ആ ഒരു രണ്ട് പോസ്റ്റിൻ്റെ ഇടയിലുള്ള അവർ ജസ്റ്റ് ഹാങ് ചെയ്തിട്ടുള്ള കേബിൾ കണ്ടു കഴിഞ്ഞാൽ കേബിൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അവരൊരിക്കലും ഇങ്ങനെ ഹാങ് ചെയ്യില്ല. കാരണം എന്താ അറിയോ? വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം, ഇത് തണുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ദീസ് ഗൈസ് വിൽ കൺട്രാക്ട്. അപ്പോൾ ഇതങ്ങ് ചെറുതാകുന്ന സമയത്ത് ഇത് രണ്ടും പൊട്ടിപ്പോരും. മനസ്സിലായോ? ബട്ട് കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇവർ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഇവർ മുകളിലേക്ക് വരും, ചൂടാവുമ്പോൾ ഇവർ താഴേക്ക് വരും. സോ അങ്ങനെ രണ്ട് പോസ്റ്റിൻ്റെ ഇടയിൽ അവർ പ്രഷർ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ പുള്ളിങ് ഫോഴ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ ആ പോസ്റ്റ് പൊട്ടി വീഴാനുള്ള ചാൻസ് ഒന്നും ഇല്ല. ഓക്കെ ആണല്ലോ? സോ ഇങ്ങനെ നമുക്ക് എഴുതിയാൽ മതി, ദ ട്രാൻസ്മിഷൻ കേബിൾ ഈസ് നോട്ട് ടൈറ്റ്ലി ഫിക്സ്ഡ് ടു പോൾസ്. ഓക്കെ ആണല്ലോ? പോൾസ്. ഓക്കെ ആണല്ലോ? സോ ട്രാൻസ്മിഷൻ കേബിൾ ഈസ് നോട്ട് ടൈറ്റ്ലി ഫിക്സ്ഡ് ടു ദ പോൾസ്. ഓക്കെ ആണല്ലോ? ട്രാൻസ്മിഷൻ കേബിൾ ഈസ് നോട്ട് ടൈറ്റ്ലി ഫിക്സ്ഡ് ഇൻ ടു ദ പോൾസ്. ഇതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ പിന്നെ അടുത്ത കാര്യം, പിന്നെ നമുക്ക് എന്താണ് ഈ വൈൻ ബോട്ടിലൊക്കെ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ എൻഡ് ആൾക്കാർ ചൂടാക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്താ പറ്റുക? ആ ഗ്ലാസ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എല്ലാം കൂടെ പറയാൻ സമയമില്ല, ജസ്റ്റ് പറയുന്നു എന്നുള്ളൂ. നിങ്ങൾക്ക് എഴുതുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ സിസ്റ്റം. ഓക്കെ ആണല്ലോ? ഫൈൻ. ഡാനിഷ് ഫ്ലൂയിഡ് എടുക്കുമോ സർ? ഞാൻ ഫ്ലൂയിഡ്സ് ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല. ഐ മീൻ ഡോപ്പയിൽ വന്നിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. വി വിൽ ട്രൈ. ഓക്കെ ആണല്ലോ? ഞാൻ നോക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാനും കൈൻഡ് ഓഫ് എക്സോസ്റ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി ക്ലാസ്സസ് അല്ലേ. മെയിൻ കാര്യം മോർണിംഗ് എണീറ്റ് ഇങ്ങനെ ക്ലാസ് എടുത്ത് ഒരു 6:30 to 9:30 എടുക്കുമ്പോഴേക്കും അന്നത്തെ ഡേ അത്യാവശ്യം പോകുന്നുണ്ട്. സോ ഇനി ഐ തിങ്ക് ഐ റിക്വയർ എ ബ്രേക്ക് ഓൾസോ. കാരണം 3-4 ദിവസമായി കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ആണ്. ആൻഡ് ലെറ്റ് മീ സി. ഓക്കെ കേട്ടോ, ഞാൻ എന്തായാലും ഈ മാസം എന്തായാലും വേറെ പരിപാടികളൊന്നും ഇല്ല. സോ മോസ്റ്റ് പ്രോബ്ലി പല ചാപ്റ്റേഴ്സായിട്ട് വീണ്ടും വരും. സോ ഐ ഹാവ് ടു ടേക്ക് ക്ലാസ്സസിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് എടുത്ത് തരണം. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് എടുത്ത് തരാനുണ്ട്. സോ അതൊക്കെ എടുക്കും. ഡോണ്ട് വെറി. പ്രോബ്ലി ഫ്ലൂയിഡ്സും എടുക്കാം. ഓക്കെ ആണോ? നോക്കട്ടെ, ടൈം കിട്ടുന്നതനുസരിച്ച് ഐ ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ്. ഓക്കെ, അടുത്താണ് തെർമൽ എക്സ്പാൻഷൻ ഇൻ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ഇതെടുത്തു, ഒരു വെസലെടുത്തു. ആ വെസലിലേക്ക് നമ്മൾ ചൂട് കൊടുത്തു. സോ വാട്ട് ഹാപ്പൻസ്, നിങ്ങൾക്ക് അപ്പോൾ ചൂട് കൊടുക്കുന്ന സമയത്ത് ശരിക്കും എന്താ പറ്റുക വെച്ചാൽ, നമുക്കറിയാം ഈ ചൂട് കൊടുക്കുമ്പോൾ വെസലും എക്സ്പാൻഡ് ചെയ്യും, അതുപോലെ തന്നെ അതിനുള്ളിലുള്ള വെള്ളവും എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇസ് ആദ്യം എന്താ പറ്റുക വെച്ചാൽ, ആദ്യം വെള്ളത്തിനേക്കാൾ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുന്നത് വെസലാണ്. അപ്പോൾ വെസലങ്ങ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള വോളിയം കൂടും. അങ്ങനെ വോളിയം കൂടുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വാട്ടർ ലെവൽ താഴേക്കും ഡിപ്പ് ചെയ്യുകയാണ് ചെയ്യുക. മനസ്സിലായത്? നമ്മൾ ആദ്യം ചൂടാക്കുമ്പോൾ വോളിയം അതായത് നമുക്ക് രണ്ടിൻ്റെയും വോളിയം ഒരേപോലെ കൂടുകയാണെങ്കിൽ സ്റ്റഡി ആയിട്ട് നിൽക്കും. പക്ഷെ വെസൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്തു, വെള്ളം കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെവൽ താഴും. മനസ്സിലായോ? അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? വെള്ളം വീണ്ടും നോർമൽ ലെവലിലേക്ക് എത്തും. കാരണം രണ്ടും ഒരേപോലെ എക്സ്പാൻഡ് ചെയ്യും. ഒരു പോയിൻ്റൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? വെള്ളം കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും, അങ്ങനെ വാട്ടർ ലെവൽ കൂടും. ഇതാണ് തെർമൽ എക്സ്പാൻഷനിൽ സംഭവിക്കുന്ന കാര്യം. ആദ്യം വാട്ടർ ലെവൽ കുറയും ഡ്യൂ ടു ദ എക്സ്പാൻഷൻ ഓഫ് വെസൽ. പിന്നെ വാട്ടർ എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങും. ആ സമയത്ത് വാട്ടർ ലെവൽ നോർമലാവും. ദെൻ വാട്ടർ ഗെറ്റ്സ് പ്രിഫറൻഷ്യലി മോർ എക്സ്പാൻഡഡ്. അത് കാരണം വാട്ടർ ലെവൽ കൂടും. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് വാട്ട് ഹാപ്പനിങ് ഇൻ തെർമൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ശരി. അങ്ങനെ വരുമ്പോൾ there is a term which is called as coefficient of apparent expansion. Coefficient of apparent expansion എന്ന് പറഞ്ഞാൽ it is due to
apparent increase. It is due to apparent increase in volume of liquid. ഓക്കെ ആണല്ലോ, ഇൻ വോളിയം ഓഫ് ലിക്വിഡ്. അതായത് വോളിയം ഓഫ് ലിക്വിഡ് പെട്ടെന്ന് കൂടുകയാണ്. ഓക്കെ ആണല്ലോ, അപ്പാരൻറ്റ് ഇൻക്രീസ് ആണ്. വിത്തൗട്ട് ടേക്കിംഗ് വെസൽ എക്സ്പാൻഷൻ. ഓക്കെ ആണല്ലോ, നമ്മളിതിൽ വെസൽ എക്സ്പാൻഷനെ കൺസിഡറേഷനിലേക്ക് എടുക്കുന്നില്ല. നമ്മളാകെ അപ്പാരൻറ്റ് എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗാമ എ. ഗാമ അപ്പാരൻറ്റ് എക്സ്പാൻഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ V into delta theta. Okay, and delta A is equal to delta V by V into delta theta. Okay, so this is the coefficient of apparent expansion. ഇന്ന് രാത്രി സർ ഏതാ ചാപ്റ്റർ? ഇന്ന് രാത്രി 2 ചാപ്റ്ററിൻ്റെ തോന്നുന്നുണ്ട്. ഒന്ന് ഫാസില എടുക്കുന്നുണ്ട്, ഒന്ന് ആഷിഖ് സാർ എടുക്കുന്നുണ്ട്, ആഷിഖ് എടുക്കുന്നത് മോളിക്കുലർ ബേസിസ് ആണ്. ഫാസിൽ എടുക്കുന്നത് എനിക്കറിയില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കുക, നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് എടുത്തിട്ട് ലൈവിൽ അപ്കമിങ് ലൈവിലുണ്ടാവും. ഈ 2 ലൈവും ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാഹുൽ, ഞാനിപ്പോൾ ഇതിൻ്റെ എക്സാം എഴുതാൻ പോവുകയാണ്. ഓ ഗ്രേറ്റ്, ഓൾ ദി ബെസ്റ്റ് രാഹുൽ, നന്നായിട്ട് പോയിട്ട് എഴുതും. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ച് സെറ്റാക്കിയിട്ട് പോകാം. ഓക്കെ, അടുത്താണ് കോഎഫിഷ്യന്റ് ഓഫ് റിയൽ എക്സ്പാൻഷൻ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ആക്ച്വൽ ഇൻക്രീസ് ഇൻ വോളിയം ഡ്യൂ ടു ഹീറ്റിംഗ്. ഓക്കെ ആണല്ലോ. സോ ഗാമ റിയൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഓക്കെ ആണല്ലോ, അതാണ് റിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ നിങ്ങളോട് ചോദിക്കുന്ന കാര്യമാണ്, വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ഫ്ലാസ്ക്? വാട്ട് ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ഫ്ലാസ്ക്? അത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ഫ്ലാസ്ക്? അങ്ങനെ തന്നെ ചോദിക്കും. സോ മനസ്സിലാക്കാം, കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ഫ്ലാസ്ക് ഓർ gamma vessel is equal to delta V of vessel by V into delta theta. Okay ആണല്ലോ. And there is a small thing to end with, അതായത് total expansion gamma real എന്ന് പറയുന്നത് gamma apparent plus gamma vessel ആണ്, plus gamma vessel ആണ്. ഓക്കെ ആണല്ലോ, gamma vessel ആണ് to gamma vessel, ഗാമ വെസലാണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദി ഫോർമുല. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളോട് ചോദിക്കുന്ന അടുത്ത കാര്യമാണ്, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വോളിയം ഇൻ ലിക്വിഡ് റിലേറ്റീവ് ടു വെസൽ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് വെസലിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫ്ലൂയിഡിലുണ്ടായിരുന്ന വോളിയം ചേഞ്ച് എത്രയാണ് എന്ന് ചോദിക്കും. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഡെൽറ്റ വി അപ്പാരൻറ്റ് is equal to V into gamma real minus gamma apparent delta theta, or this is equal to V into gamma R minus 3 alpha into delta theta. ഓക്കെ ആണല്ലോ മക്കളെ. ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിന് വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന് വേണ്ട എല്ലാ ഇക്വേഷൻസും. ഓക്കെ ആണല്ലോ. അപ്പോൾ കുറച്ച് പേരൊക്കെ പറയാറുണ്ട്, സാറ് ക്വസ്റ്റ്യൻസ് ഇന്ന് കുറവാണ്. വേറൊന്നുമല്ല, ഞാൻ എന്താ വെച്ചാൽ ആ സമയം കൊണ്ട്, അതായത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയം കൊണ്ട് പ്രോബബ്ലി 3 ക്വസ്റ്റ്യനുള്ള ഇക്വേഷൻ എനിക്ക് തരാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് ഒരു ക്ലാസ് നിർത്തിയിട്ടില്ല. മിനിമം ഒരു 5-8 ക്വസ്റ്റ്യനെങ്കിലും ചെയ്തിട്ട് തന്നെ നിർത്താറുള്ളൂ. പക്ഷേ വാട്ട് ഐ നീഡ് ഇസ്, നിങ്ങൾക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ടോപ്പിക്, ഒരു കൺസെപ്റ്റ് ഒരു 5 മിനിറ്റ് പറയുമ്പോൾ അതൊന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ആ ക്വസ്റ്റ്യൻ എടുത്ത് അതിൻ്റെ സൊല്യൂഷൻ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാത്ത ഇക്വേഷൻ ഒന്നുമില്ല, അല്ലെങ്കിൽ സാർ തന്ന കാര്യങ്ങളാണ്, സാർ ഒന്ന് പറഞ്ഞതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണ്. അതുകൊണ്ടാണ് സാറ് കൂടുതൽ ഇങ്ങനെ എന്താ ചെയ്യുന്നത്, കൂടുതൽ ഈ ക്വസ്റ്റ്യൻസോട് ഈ ഭാഗം, അതായത് നമ്മുടെ എന്താ പറയുക, ഈ എക്സ്പാൻഷനും അതുപോലെ തന്നെ കൂടുതൽ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ലിക്വിഡിൻ്റെ വെസൽ, അത് ചെറിയൊരു കാര്യമാണ്. ഒന്നാമത്തത് ഗാമ ഡെൽറ്റ വി ലെവൽ. ഇത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടേബിളാണ്. ഒന്ന്, ഗാമ റിയൽ ഇസ് മോർ ദാൻ ഗാമ വെസൽ എന്ന് വിചാരിക്കുക. അതായത് റിയൽ എക്സ്പാൻഷൻ ഓഫ് ദ ഫ്ലൂയിഡ് ഇസ് മോർ ദാൻ, അതായത് വിച്ച് ഇസ് ഈക്വൽ ടു 3 ആൽഫ, ഓർ ഗാമ അപ്പാരൻറ്റ് ഈസ് മോർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഇവിടെ ലിക്വിഡിൻ്റെ എക്സ്പാൻഷനാണ് കൂടുതൽ പ്രോമിനൻറ്റ്. അപ്പോൾ ഡെൽറ്റ വി അപ്പാരൻറ്റ് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ലിക്വിഡ് ലെവൽ വിൽ
റൈസ് ഓൺ ഹീറ്റിംഗ്. ഓക്കെ ആണല്ലോ, ലിക്വിഡ് ലെവൽ വിൽ റൈസ് ഓൺ ഹീറ്റിംഗ്. രണ്ടാമത്തത് ഗാമ റിയൽ ഈസ് ലെസ് ദാൻ ഗാമ വെസൽ, വിച്ച് ഈസ് ഈ അഗെയിൻ 3 ആൽഫ തന്നെയാണ്. സോ വിച്ച് ബേസിക്കലി മീൻസ് ഗാമ അപ്പാരൻറ്റ് ഈസ് ലെസ് ദാൻ 0. ഈ സമയത്ത് അപ്പാരൻറ്റ് വോളിയം ഈസ് നെഗറ്റീവ്. അപ്പാരൻറ്റ് വോളിയം ഈസ് നെഗറ്റീവ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് വിൽ fall on heating. It will fall on heating. മൂന്നാമത്താണ് gamma real is equal to gamma vessel or gamma apparent is equal to 0. ആ സമയത്ത് what happens is delta V apparent എന്ന് പറയുന്നത് 0 ആണ്, which remains same. Which remains, the level will remains same. Okay ആണോടാ? So this is one table which you can take it for your life. Okay ആണല്ലോ? നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന എല്ലാ കാര്യവും സാറ് പറഞ്ഞിട്ടുണ്ട് കണ്ടോ. സോ ഇങ്ങനത്തെ ഈ ഒരു ടേബിളൊക്കെ ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അതായത് വാട്ടർ ലെവൽ കൂടുന്ന കണ്ടീഷൻ ഏതാണ്? ഗാമ റിയൽ മോർ ദാൻ ഗാമ വെസൽ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞ് ആ കാര്യം പറയുന്ന സെയിം ടൈമിൽ ഞാൻ നിങ്ങൾക്ക് 1 2 3 4 5 6 7 8 9 ലിറ്ററലി 9 ക്വസ്റ്റ്യനിലൂടെ ചോദിക്കാവുന്ന കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഇപ്പോൾ ഈ അവസാനത്തെ നിമിഷങ്ങളിലൊക്കെ കൂടുതൽ ഇതാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഡെഫിനറ്റ്ലി മോസ്റ്റ് പ്രോബ്ലി കോംബിയുടെ ഒരു പകുതിയാകുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് നമ്മൾ തുടങ്ങാനൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും, തിയറി ഒന്നും ഉണ്ടാവില്ല. സോ യു ക്യാൻ എൻജോയ് ക്വസ്റ്റ്യൻസ് ഓൺ ദാറ്റ് വൺ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ലിറ്ററലി നമുക്ക് ഏത് ബുക്ക് എടുത്താലും കിട്ടും വിത്ത് സൊല്യൂഷൻ. പക്ഷേ ഇങ്ങനെ തിയറീസ് പ്രോപ്പറായിട്ട് കിട്ടുന്ന സോഴ്സ് എത്ര സോഴ്സ് ഉണ്ട് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു രീതിയിൽ എളുപ്പമാണ്. കാരണം ക്വസ്റ്റ്യൻ വായിക്കുക, ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുക, സോൾവ് ചെയ്ത് കൊടുക്കുക. ഇറ്റ് ഈസ് ഈസി ടു സോൾവ് എ ക്വസ്റ്റ്യൻ ബട്ട് നോട്ട് ടു എക്സ്പ്ലെയിൻ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇന്ന കാര്യത്തിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ബുദ്ധിമുട്ട്. അതാണ് ഒരുപാട് പേര്, ഞാൻ ആരെയും കുറ്റം പറയുക അല്ലെങ്കിൽ ആരെയും ചെറുതാക്കല്ല, എല്ലാവരും പെട്ടെന്ന് തിയറി എടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് പറയും. സോ ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ്. പക്ഷേ ഞാൻ നേരെ തിരിച്ച് നിങ്ങൾക്ക് മാക്സിമം തിയറിയിലേക്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോബബിൾ ഇക്വേഷൻസും എവിടെ കൊടുക്കണം, എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് പോകാനുള്ള റീസൺ അതാണ്. ഓക്കെ ആണല്ലോ. സോ എവ്രി വൺ ഹാവ് ദെയർ ഓൺ വേ ഓഫ് ടീച്ചിങ്. സോ ഐ ഗിവ് മൈ പ്രിഫറൻസ് ടു ഗിവിങ് യു മോർ ഇൻഫർമേഷൻ സോ ദാറ്റ് ഈ വരുന്ന സമയം നിങ്ങൾക്ക് മാക്സിമം ഫ്രൂട്ട്ഫുൾ ആയിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ്. സോ വി ഹാവ് ബീൻ ടീച്ചിങ് എ വൈൽ ആൻഡ് എന്താ പറയുക, ആസ് ഐ യൂസ് ടു സേ, നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലുമൊക്കെ എന്താ പറയുക ഡോപ്പ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട്, വെദർ ഇറ്റ്സ് യുവർ കോംബി ക്ലാസ്സസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രാഷ് കോഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റേഴ്സ് അടുത്ത വർഷം ഡോപ്പയുടെ കൂടെ പഠിച്ച് ഇപ്പോൾ +2 കഴിഞ്ഞ ആൾക്കാർക്ക് എന്തായാലും അടുത്ത വർഷത്തോടു കൂടി ഒരു സീറ്റ് കിട്ടണമെന്ന് നിങ്ങൾ അത്ര ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ you can definitely leave a message over here. Okay ആണല്ലോ. So I'll help you regarding the admission processes. അതിനൊപ്പം തന്നെ I'll be the mentor for your next year also. ഒരു സൂപ്പർ മെൻറ്റർ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സഹായിച്ച് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി I'll be here for you. So if anybody is planning to take an admission in DOPA or if anybody wants to join the entire DOPA family, you can leave a message on it. Okay ആണല്ലോ. I'll be so happy to help you and to mentor you. Okay ആണല്ലോ. സോ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. ഓക്കെ. So that's it regarding the temperature part. ഇനി നമ്മൾ മെല്ലെ ഹീറ്റിലേക്ക് കയറാണ്. ഓക്കെ ആണല്ലോ. നൗ വി ആർ സ്ലോലി മൂവിങ് ഇൻ ടു ദി ഹീറ്റ്. മക്കളെ ഞാൻ ഈ സ്പീഡിൽ പോയാൽ മതിയോ അതോ സ്പീഡൊന്ന് കൂട്ടണോ? വാട്ട് ഡു യു ഫീൽ? നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ട് ഞാൻ ഈ സ്പീഡ് പറയുമ്പോൾ? ഓക്കെ, അപ്പോൾ കുറച്ച് കുട്ടികൾ കയറിയിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള കാര്യമാണ് മക്കളെ, നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞ് തീർത്ത് അവിടെ ഇരിക്കുകയാണ്. പുതിയൊരു ടോപ്പിക്കിലേക്ക് കയറാൻ പോവാണ്. സോ ആരെങ്കിലും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്നുള്ളൊരു പേടിയും പേടിക്കേണ്ട. വി ആർ ഇൻ ടു എ ന്യൂ ടോപ്പിക്. കഴിഞ്ഞ പഠിച്ചത് ഞാൻ നിങ്ങൾക്ക് തൊട്ട് മുന്നേ ടെമ്പറേച്ചർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. വാട്ട് എവർ യു ആർ ഗോയിങ് ടു ലേൺ ഇസ് എ ന്യൂ തിങ് വിച്ച് ഈസ് യു ആർ ഗോയിങ് ടു സ്റ്റഡി. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ഫ്രഷ് ടു എ ന്യൂ ടോപ്പിക് വിച്ച് ഇസ് ഹീറ്റ്. ഓക്കെ ആണല്ലോ. എന്താണ് ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ 2 ഒബ്ജക്റ്റ് അടുത്ത് വയ്ക്കുകയാണ്. ഒന്ന് 50 ഡിഗ്രി സെൽഷ്യസ്, ഒന്ന് 20 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് വെച്ച് നീ കുറച്ച് കഴിഞ്ഞ് പോയി നോക്കുന്ന സമയത്ത് ഈ 20 ഡിഗ്രിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഈ 20 ഡിഗ്രി ആയിരിക്കില്ല. ഇതൊരു 25 24 ഒക്കെ ആയിട്ടുണ്ടാവും. ഈ 50 എന്ന് പറഞ്ഞത് 50 ഉണ്ടാവില്ല, ഒരു 45 46 ആയിട്ടുണ്ടാവും.
അതായത് ഒരു ഹോട്ട് ഒബ്ജക്റ്റും ഒരു കോൾഡ് ഒബ്ജക്റ്റും നീ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് certain energy transfer takes place between the two objects. അങ്ങനെ വാട്ട് ഹാപ്പൻസ് ഇസ് അങ്ങനെ ഒരു എനർജി ട്രാൻസ്ഫർ ഉണ്ടായിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വാട്ട് ഹാപ്പൻസ് ഇസ് ഇവരുടെ ഇടയിൽ എന്തോ ഒരു സാധനം ട്രാൻസ്ഫർ ആയി പോകുന്നുണ്ട്. ആ ട്രാൻസ്ഫർ ആയി പോകുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ആ ട്രാൻസ്ഫർ ആയി പോകുന്ന ക്വാണ്ടിറ്റിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. എന്താ മക്കളെ നിങ്ങളിങ്ങനെ ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കേണ്ടതെന്നെങ്കിലും ഒന്ന് പറയും. നിങ്ങളിങ്ങനെ മടി പിടിച്ചിരിക്കല്ലേ, സംസാരിക്കില്ല. ദിസ് ഇസ് സോ ബാഡ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ ഇപ്പം ഞാൻ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് എന്നെ കാണാം, ഞാൻ എഴുതുന്നത് കാണാം, ഞാൻ സംസാരിക്കുന്നത് കാണാം. ലിറ്ററലി യു ക്യാൻ സീ എവറിത്തിങ്. എനിക്ക് ആകെ ഇപ്പുറത്ത് ഇവിടെയുള്ള നിങ്ങൾ ആ ചാറ്റിലൂടെ പറയുന്ന കാര്യം, അത് ഒരുപാട് പേര് ഫേക്ക് അക്കൗണ്ടാണ് പോട്ടെ, നിങ്ങളിതിലൂടെ സംസാരിക്കുന്ന ആ ഒരു സെൻറ്റൻസസ് മാത്രം കണ്ടിട്ടാണ് ഐ ആം ജസ്റ്റ് ടോക്കിംഗ് ടു ദിസ് ക്യാമറ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് തോന്നുകയാണ്, യു ക്യാൻ കം വൺ ഡേ ടു ദ DOPA സ്റ്റുഡിയോ ആൻഡ് സിറ്റ് ഹിയർ ആൻഡ് ഐ വിൽ ആസ്ക് യു ടു സ്പീക്ക് കണ്ടിന്യൂസ്ലി ടു എ ക്യാമറ ഫോർ ഒരു 3 hour 4 hour ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ബോറിങ് ദിസ് പ്രോസസ്സസ്. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ ഒരു ക്യാമറ നോക്കി അപ്പുറത്ത് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളുടെ ഫേസ് കാണാം. സോ അവരെന്തൊക്കെ പറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ ദിസ് ഇസ് ലൈക്ക് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഓഫ് യൂട്യൂബ്. കാരണം നമുക്ക് അറിയില്ല അപ്പുറത്തുള്ള കുട്ടി എങ്ങനെയാണ്, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല. നമുക്ക് ആകെ ഇവിടെ ഒരു കൺകറൻറ്റ് വ്യൂവർ ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അപ്പുറത്ത് നിങ്ങൾ ഇടുന്ന മെസ്സേജസ് ഉണ്ട്. സോ ഞാൻ അതാ പറയുക, യു ക്യാൻ ടോക്ക് സംതിങ് ഇൻ ചാറ്റ് സോ ദാറ്റ് ആർക്കും ബോറടിക്കില്ല. സോ ഐ ക്യാൻ ഓൾസോ സ്പീക്ക് സംതിങ്. ഓക്കെ ആണല്ലോ. ഈ ഫിസിക്സ് തന്നെ പറയുമ്പോൾ ഈവൺ എനിക്കും ബോറടിക്കും. പക്ഷേ നിങ്ങൾക്ക് മാക്സിമം കൺസെപ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഐ എം ജസ്റ്റ് നെഗ്ലക്റ്റിംഗ് ഇറ്റ്, ഐ എം ജസ്റ്റ് ഗോയിങ് വിത്ത് ദ പാത്ത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, സോ എന്താ പറയുക, ഹീറ്റ് അങ്ങനെ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴും ചൂടിലൂടെ മാത്രമല്ല. സോ എഫക്റ്റ് ഓഫ് ഹീറ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റും വെച്ചാൽ ദർ ക്യാൻ ബി എ ചേഞ്ച് ഇൻ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്. അതായത് ചൂടിലുള്ള വ്യത്യാസം കാരണം നമുക്ക് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കാം. അതായത് വെള്ളം ആവിയായി എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഹീറ്റ്, അല്ലെങ്കിൽ ദർ ഇസ് എന്താണ് ഇൻടേക്ക് ഓഫ് ഹീറ്റ്. മനസ്സിലായോ? സോ ദർ ഇസ് എ ചേഞ്ച്. അടുത്തത് there is thermal EMF effect. There is also thermo EMF effect. അതായത് ഈ ചൂട് കാരണം നമുക്ക് EMF ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. നമുക്കറിയാം ചൂട് കൂടുന്ന സമയത്ത് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് കൂടും. there is a change in resistance of the conductor. അടുത്താണ് ചേഞ്ച് ഇൻ ലെങ്ത്, സർഫസ് ഏരിയ, വോളിയം. ഇതൊക്കെ മാറും. ഏരിയ മാറും, സർഫസ് ഏരിയ മാറും, ലെങ്ത് മാറും, ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആൻഡ് വാട്ട് ഇസ് ദ SI യൂണിറ്റ്. SI യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ജൂളാണ് കേട്ടോ. ഇറ്റ് ഈസ് ഓൾസോ മെഷേർഡ് ഇൻ കാലറി. സോ വാട്ട് ഡു യു മീൻ ബൈ എ കാലറി? എ കാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 gram വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 1 degree സെൽഷ്യസോ ഓർ 1 Kelvinോ കൂട്ടാൻ വേണ്ടി നീ കൊടുക്കേണ്ട ഹീറ്റാണ് പറയുന്നത്. എന്താണ്? 1 gram വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 degree കൂട്ടാൻ വേണ്ടി നീ കൊടുക്കേണ്ട ഹീറ്റിനെയാണ് നീ കാലറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, കാലറി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇൻ്റർനാഷണൽ കാലറി? ഇൻ്റർനാഷണൽ കാലറി എന്ന് പറയുന്നത് എഗെയിൻ 1 gram വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 14.5 degree Celsius to 15.5 degree Celsius അറ്റ് ദി പ്രഷർ ഓഫ് 1 atm ആക്കാൻ വേണ്ടി നീ കൊടുക്കേണ്ട ടെമ്പറേച്ചർ, അതിനെ കൊടുക്കേണ്ട ഹീറ്റ്, അല്ലെങ്കിൽ ഹീറ്റ്, അതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ കാലറി എന്ന് പറയുന്നത്. എന്താണ്? 1 gram വെള്ളത്തിനെ അതിൻ്റെ ടെമ്പറേച്ചർ 14.5 degree to 15.5 degree Celsius ആക്കാൻ വേണ്ടി നീ കൊടുക്കേണ്ട പ്രഷറിനെയാണ് അറ്റ് 1 atm പ്രഷർ, അതിനെയാണ് നീ എന്ത് വിളിക്കുന്നത്? ഇൻ്റർനാഷണൽ കാലറി എന്ന് വിളിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് കിലോ കാലറി? പറഞ്ഞൂടാ. കിലോ കാലറി എന്ന് പറയുന്നത് 1 kilogram വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 14.5 to 15.5 ആക്കാൻ വേണ്ടി 1 atm പ്രഷറിൽ നീ കൊടുക്കേണ്ട ചൂട്, അതിനെയാണ് നീ കിലോ കാലറി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ദാറ്റ് ഈസ് കോൾഡ് ആസ് കിലോ കാലറി. ഓക്കെ, അടുത്തത് വാട്ട് ഡു യു മീൻ ബൈ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്? ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, 1 pound വാട്ടറിനെ
1 ഡിഗ്രി ഫാരൻഹൈറ്റ് കൂട്ടാൻ വേണ്ടി നീ കൊടുക്കേണ്ട എനർജി, അതിനെയാണ് നമ്മൾ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിൻ്റെ വാല്യൂ 252 കാലറീസ് ആണ്. ഓക്കെ ആണല്ലോ, 252 കാലറീസ് ആണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഇറ്റ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, ഇനി വാട്ട് ഈസ് എ മെക്കാനിക്കൽ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ്? നിങ്ങൾക്കറിയാം, ഒരു വർക്ക് ചെയ്താലാണ് നമുക്കൊരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക. ഓക്കെ ആണല്ലോ. ബട്ട് വാട്ട് ഹാപ്പൻസ് ഈസ്, ഈ റേഷ്യോ ഉണ്ടല്ലോ, വർക്ക് ടു ഹീറ്റ് റേഷ്യോ, ഇത് മിക്കപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിനാണ് മെക്കാനിക്കൽ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. അതായത് W/H is a constant which is J and W is equal to JH. ഓക്കെ ആണല്ലോ. ആൻഡ് ഈ വർക്ക് എപ്പോഴും ജൂളിലായിരിക്കണം, വർക്ക് എപ്പോഴും ജൂളിലായിരിക്കണം. ഓക്കെ ആണല്ലോ. ആൻഡ് H ഷുഡ് ബി ഇൻ കാലറി. ഓക്കെ ആണല്ലോ. ഇതാണ് അതിൻ്റെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദി മെക്കാനിക്കൽ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ്. എന്താണ്? W/H എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് എസെൻഷ്യലി യുവർ മെക്കാനിക്കൽ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 4.186 ജൂൾ പെർ കാലറിയാണ്, അല്ലെങ്കിൽ 4.186 ഇൻറ്റു 10⁻³ ജൂൾ പെർ കിലോ കാലറിയാണ്. ഓക്കെ ആണല്ലോ, കിലോ കാലറി. ഇതാണ് ജെയുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ജെ. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ജെ. അടുത്തതാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, എന്താണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കുക, അതായത് ഒരു യൂണിറ്റ് എമൗണ്ട് ഓഫ് മാസ്, ഒരു യൂണിറ്റ് എമൗണ്ട്, അത് നമുക്ക് ഓരോ സിസ്റ്റം അനുസരിച്ച്, ചില 1 ഗ്രാം ആയിരിക്കും, ചില 1 പൗണ്ട് ആയിരിക്കും, അങ്ങനെ ഓരോ സിസ്റ്റം അനുസരിച്ച് ഓരോ മാസ് ഉണ്ട്, ഓരോ ഇതുണ്ട്. അതിൽ യൂണിറ്റ് മാസ് എന്ന് പറയാം. യൂണിറ്റ് മാസുള്ള സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി നീ കൊടുക്കേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി, ദ എമൗണ്ട് ഓഫ് എനർജി required to increase the temperature of a unit mass by 1 degree Celsius is called as specific heat. മനസ്സിലായോ? That is called as specific heat. Okay, so ശ്രദ്ധിക്കുക, ഒരു മാസ് എം, ഒരു എം മാസുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ ടിയിൽ നിന്ന് T+1 DT ടെമ്പറേച്ചർ കൂട്ടി ഫൈനൽ ടെമ്പറേച്ചർ T+DT ആക്കി എന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സ്പെസിഫിക് ഹീറ്റിനെ സ്മോൾ ലെറ്റർ എം or small letter C വെച്ചാണ് represent ചെയ്യുക. ഓക്കെ, small letter S or small letter C വെച്ചാണ് represent ചെയ്യുക. So this is called as C is equal to 1/m dQ/dt, where dQ is the amount of heat exchange and dt is the amount of temperature increased. Okay ആണല്ലോ, fine. ഇനി what is the unit? Unit is joule per kilogram Kelvin or calorie per gram degree Celsius. ഓക്കെ ആണല്ലോ, ഇതാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളോട് ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ്, വാട്ട് ഈസ് ദി സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ? അത് നിങ്ങൾ അറിയണം. വാട്ട് ഈസ് ദി സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഇസ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 calorie per gram degree Celsius or 1 calorie per gram Kelvin or 1 kilocalorie per kilogram Kelvin, or it is 4200 joule per kilogram Kelvin. ഓക്കെ ആണല്ലോ. സോ ഇതാണ് വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നമ്മൾ എഴുതുന്നൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. വി ഹാവ് എ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ സ്പെസിഫിക് ഹീറ്റ് വിച്ച് ഇസ് Q is equal to EMS delta theta. ഓക്കെ ആണല്ലോ. അതായത് യൂണിറ്റ് എമൗണ്ട് ഓഫ് മാസിനെ 1 ഡിഗ്രി കൂട്ടാനുള്ളതാണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ നിന്നോട് പറയുകയാണ് 2 ഗ്രാമിൻ്റെ ടെമ്പറേച്ചർ 5 ഡിഗ്രി കൂട്ടണമെങ്കിൽ വാട്ട് ഇസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ്? 5 ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു 2 ഡിഗ്രി 2. ഓക്കെ ആണല്ലോ, ദാറ്റ് ഇസ് MS ഡെൽറ്റ തീറ്റ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടല്ലോടാ, ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുക ചെയ്ത്. അത് 2 ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ ഇസ് എ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഇസ് എ തെർമൽ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ ആണല്ലോ, നമുക്ക് 2
heat capacities ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് എ മോളാർ ഹീറ്റ് കപ്പാസിറ്റി, സെക്കൻഡ് വൺ ഇസ് എ തെർമൽ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ദി മോളാർ ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി? വേറൊന്നുമില്ല, നേരത്തെ യൂണിറ്റ് മാസ് അല്ലേ പറഞ്ഞേ, ഇവിടെ 1 മോൾ ഓഫ് ദി സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ കൂട്ടാൻ വേണ്ടി നീ കൊടുക്കേണ്ട ടെമ്പറേച്ചർ ഹീറ്റ്, അതിനാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് C is equal to molar mass by given mass into dq by dt. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ സി വെച്ചാണ് അതിനെ ഡിനോട്ട് ചെയ്യുക കേട്ടോ. അതിൻ്റെ യൂണിറ്റ് ഈസ് ജൂൾ പെർ മോൾ കെൽവിൻ. യൂണിറ്റ് ഈസ് ജൂൾ പെർ മോൾ കെൽവിൻ. അടുത്താണ് തെർമൽ കപ്പാസിറ്റി അഥവാ ജനറലി സ്പീക്കിംഗ് ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് തെർമൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? തെർമൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എൻറ്റയർ സബ്സ്റ്റൻസ്, നീ എടുക്കുന്ന എൻറ്റയർ സബ്സ്റ്റൻസ് ഉണ്ടല്ലോ അവിടെ, നമുക്കറിയില്ല എത്ര ഗ്രാം ആണെന്നൊന്നും അറിയില്ല, ആ എൻറ്റയർ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി നീ കൊടുക്കേണ്ട ഹീറ്റ് അല്ലെങ്കിൽ നീ കൊടുക്കേണ്ട എനർജീനെയാണ് നീ എന്ത് വിളിക്കുന്നത്? തെർമൽ കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് എസെൻഷ്യലി യുവർ എൻറ്റയർ സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ്. ഇതിനെയാണ് നിങ്ങൾ തെർമൽ കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ തെർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റാണ്. ഓക്കെ ആണല്ലോ. സോ തെർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റാണ്. സോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് കാലറി പ്ലസ് പെർ ഡിഗ്രി സെൽഷ്യസ് ഓർ കാലറി പെർ കെൽവിൻ, അഥവാ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml² T⁻⁻2 K⁻⁻1. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദി തെർമൽ കപ്പാസിറ്റി. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തതാണ് വാട്ടർ ഇക്വലൻ്റ് ഓഫ് ദ ബോഡി. ഓക്കെ ആണല്ലോ, ശരി. എന്താണ് കാര്യം? ശ്രദ്ധിച്ച് കേൾക്കുക, ഒരൊറ്റ മിനിറ്റ് മതി എന്താണ് വാട്ടർ ഇക്വലൻ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതേ ഉള്ളൂ കാര്യം. നീ ഒരു സബ്സ്റ്റൻസ് എടുത്തു. ഓക്കെ ആണല്ലോ. ഒരു സബ്സ്റ്റൻസ് എടുത്തിട്ട് വാട്ട് ഡു യു ഡു ഇസ് ഈ ഒബ്ജക്റ്റിനെ 1 ഡിഗ്രി ഹീറ്റ് ചെയ്യേ അല്ലെങ്കിൽ 1 ഡിഗ്രി കൂൾ ചെയ്യേ ചെയ്യണം. നമുക്കറിയില്ല, നിനക്ക് ഒരു സബ്സ്റ്റൻസ് എടുത്തു അതിനെ 1 ഡിഗ്രി ചൂടാക്കാം അല്ലെങ്കിൽ 1 ഡിഗ്രി തണുപ്പിക്കാം. ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. ഈ രണ്ടിൽ ഏതെങ്കിലും ചെയ്യുന്ന സമയത്ത് നീ ഒരു എനർജി കൊടുക്കും. ഇതേ എനർജി എത്ര എമൗണ്ട് ഓഫ് വാട്ടർ എടുത്താലാണ് ഈ സെയിം 1 ഡിഗ്രി ചേഞ്ച് വാട്ടറിന് സംഭവിക്കാം. അതായത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കുമ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടി. ഓക്കെ ആണല്ലോ. സോ അതൊരു കാര്യം, ആ എനർജി നിൻ്റെ കയ്യിലുണ്ട്. സോ അടുത്ത ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വെള്ളം, ഇതിന് ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടാൻ ഇത്ര എമൗണ്ട് കൊടുത്താൽ മതി. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് വാട്ടർ വിച്ച് ഇസ് റിക്വയർഡ്. ഓക്കെ ആണല്ലോ. സോ ഒരു ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ, അത് ഞാൻ വേണമെങ്കിൽ ഒരു ഇംഗ്ലീഷോ സെൻറ്റൻസ് ഉണ്ട്, അത് എഴുതി തരാം. സോ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ഫോർ യു. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി വാട്ടർ ദാറ്റ് അബ്സോർബ്സ് or gives out same amount of heat as is done by the body when heated or cooled through 1 degree Celsius. Okay ആണല്ലോ. ഇതാണ് വാട്ടർ ഇക്വലൻ്റ് എന്ന് പറയുന്നത്. 1 ഡിഗ്രി കൂട്ടാൻ വേണ്ടി നീ ഒരു സബ്സ്റ്റൻസിന് എത്ര ഹീറ്റ് കൊടുത്തോ അത്ര ഹീറ്റ് കൊണ്ട് 1 ഡിഗ്രി കൂടുന്ന എമൗണ്ട് ഓഫ് വെള്ളം എത്രയാണ്, അതിനെയാണ് നീ വാട്ടർ ഇക്വലൻ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും വാട്ടർ ഇക്വലൻ്റ് മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ. കാരണം ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് വാട്ടർ ഇക്വലൻ്റ് എന്താണെന്ന് പോലും അറിയാണ്ട് എക്സാമിന് പോകണവർ. നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ വരെ എന്താണ് വാട്ടർ ഇക്വലൻ്റ് എന്ന് മനസ്സിലായോടാ? എന്താണ് ഇക്വലൻ്റ് മനസ്സിലായോടാ? ഓക്കെ, ഫൈൻ. ഇനി എന്താണ് ലേറ്റൻറ്റ് ഹീറ്റ്? നിങ്ങൾ മനസ്സിലാക്കാം, ഒരു സബ്സ്റ്റൻസ്, ഇപ്പോൾ ഒരു വെള്ളം സോളിഡ് ലിക്വിഡ് ആവും, അത് പിന്നെ ഗ്യാസ് ആവും. ഓക്കെ ആണല്ലോ.
സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുന്ന സമയത്ത് കുറച്ച് നേരം വെള്ളം ഇങ്ങനെ ചൂടാക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ ലിക്വിഡ് ആവുള്ളൂ. പിന്നെ ഒന്നും കൂടെ ചൂടാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ, അത് ഗ്യാസ് ആവുള്ളൂ. അതായത് ഓരോ ഒബ്ജക്റ്റിനും ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. അതിനാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആ ഹീറ്റ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ഒക്കെ പൊട്ടിച്ച് ദർ ഇസ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വിച്ച് ഇസ് ഹാപ്പനിങ്. ഓക്കെ ആണല്ലോ. ഓർ ദാറ്റ് Q is equal to mL, where L is the latent heat. Latent heat. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ അതിനാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഒരു ടെമ്പറേച്ചർ ഒരു സബ്സ്റ്റൻസിനെ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആക്കാനോ ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആക്കാനോ നമുക്ക് ഒരു ടെമ്പറേച്ചർ ഇങ്ങനെ ഒരു ഹീറ്റ് ഇങ്ങനെ കൊടുത്ത് ഒരു പോയിന്റ് കഴിയുമ്പോഴേ എന്ത് പറ്റുള്ളൂ, അതിൽ ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് എസെൻഷ്യലി യുവർ ലേറ്റൻറ്റ് ഹീറ്റ്. ഓക്കെ ആണല്ലോ. ഫൈൻ. അടുത്ത കാര്യമാണ് വാട്ട് ഈസ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് 1 കിലോഗ്രാം മാസ് ഓഫ് സബ്സ്റ്റൻസിനെ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആക്കാൻ വേണ്ടി അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ കൊടുക്കുന്ന ഹീറ്റാണ് ഇൻ കിലോ കാലറീസ്. എന്താണ്, 1 കിലോഗ്രാം മാസിനെ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആക്കാൻ വേണ്ടി, അതായത് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഫൈൻ. നിങ്ങൾ ആകെ അറിയേണ്ടത് വാട്ട് ഈസ് ദ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഐസ് പഠിക്കണം കേട്ടോ. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് എന്ന് പറയുന്നത് 80 കിലോ കാലറി പെർ കിലോഗ്രാം അല്ലെങ്കിൽ 80 കാലറി പെർ ഗ്രാം ആണ്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ദി ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് എന്ന് പറയുന്നത്. അടുത്താണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, 1 കിലോഗ്രാം മാസിനെ ലിക്വിഡിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിൻറ്റ് നീ കൊടുക്കേണ്ട ഹീറ്റിനെയാണ് നീ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ്റെ വാല്യൂ ഫോർ വാട്ടർ എന്ന് പറയുന്നത് 536 കിലോ കാലറി പെർ കിലോഗ്രാം അല്ലെങ്കിൽ 536 കാലറി പെർ ഗ്രാം അല്ലെങ്കിൽ 540 കാലറി പെർ ഗ്രാം. നമ്മൾ 540 ആയിട്ടാണ് സാധാരണ പറയാറ്, 540 കാലറി പെർ ഗ്രാം. ഇതാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ. അടുത്തത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. നമുക്ക് സ്റ്റേറ്റിൽ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് മെൽറ്റിംഗ്. മെൽറ്റിംഗ് എന്താണെന്ന് അറിയാലോ. മെൽറ്റിംഗ് എന്താ, സോളിഡ് ടു ലിക്വിഡ് അല്ലേ. ഒരു ഒബ്ജക്റ്റിനെ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആക്കുന്നതിനെയാണ് നമ്മൾ മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഇത് സംഭവിക്കണം, അതിനെയാണ് നമ്മൾ മെൽറ്റിംഗ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ബോയിലിംഗ്? ബോയിലിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇവാപ്പറേഷൻ വിത്തിൻ ലിക്വിഡ്. ഓക്കെ ആണല്ലോ. ഒരു ലിക്വിഡ് ഇവാപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഈ ബോയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഫൈൻ. അടുത്താണ് ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ഇൻ ടു വേപ്പേഴ്സാണ്. അതിനാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഹീറ്റ് ഓഫ് വേപ്പറേഷൻ. ഹീറ്റ് ഓഫ് വേപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ, യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡിനെ വേപ്പറാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഹീറ്റ്, അതിനെയാണ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡിനെ ലിക്വിഡിന് വേപ്പറാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യം. ഓക്കെ ആണല്ലോ. അടുത്താണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആവുന്ന പരിപാടിയാണ്. ഫോർ എക്സാമ്പിൾ ക്യാംഫർ, കർപ്പൂരം അറിയാലോ. നിങ്ങൾ കർപ്പൂരം കത്തിച്ച് കഴിഞ്ഞാൽ അത് സോളിഡാണ്, അത് നേരെ എന്തായി പോവും, ഡയറക്റ്റ്ലി അത് ഗ്യാസ് ആയിട്ട് പോകും. അതിനാണ് നമ്മൾ സബ്ലൈമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ഹീറ്റ് ഓഫ് സബ്ലൈമേഷൻ. അതെന്താ, ഈസിയടാ, യൂണിറ്റ് എമൗണ്ട് ഓഫ് സോളിഡിനെ വേപ്പറാക്കാൻ വേണ്ടി നീ കൊടുക്കേണ്ട ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ. അതിനെയാണ് ഹീറ്റ് ഓഫ് സബ്ലൈമേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ടേംസ് ആണ് സാർ, എല്ലാം ജസ്റ്റ് ഒന്ന് തൊട്ട് പോവാണ് കേട്ടോ. കണ്ടൻസേഷൻ എന്താടാ, കണ്ടൻസേഷൻ എന്ന് പറയുന്നത് വേപ്പറിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഹീറ്റാണ്. ഓക്കെ ആണല്ലോ. ഓഫ്
ഓക്കെ, ഓഫ് യൂണിറ്റ് മാസ്. അതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഹോൾ ഫ്രോസ്റ്റ്? ഹോൾ ഫ്രോസ്റ്റ് കുറച്ച് ആൾക്കാരെ പഠിച്ചിട്ടുണ്ടാവും. ഹോൾ ഫ്രോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പറിനെ ഡയറക്റ്റ് സോളിഡ് ആക്കുന്ന പരിപാടിയാണ്. അതായത് ഗ്യാസിനെ ഡയറക്റ്റ് സോളിഡ്, നമ്മുടെ സബ്ലിമേഷൻ്റെ ഓപ്പോസിറ്റിൻ്റെ പേരാണ് ഹോൾ ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എസെൻഷ്യലി ഫോർമേഷൻ ഓഫ് സ്നോ ബൈ ഫ്രീസിങ് ഓഫ് ക്ലൗഡ്സ്. അതായത് നമ്മുടെ തണുപ്പുള്ള രാജ്യങ്ങളൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെ മഞ്ഞ് പെയ്യാന്നാണ് പറയുക. മനസ്സിലായോ? മഞ്ഞ് പെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലൗഡ്സ് ഉണ്ട്. ക്ലൗഡ്സ് ആർ എസെൻഷ്യലി ദ വേപ്പർ ഫോം, ദ ഗേഷ്യസ് ഫോം അല്ലേ. ആ ക്ലൗഡ് ഡയറക്റ്റ് സ്നോ ആയിട്ട് താഴത്തേക്ക് വീഴും. അതിൻ്റെ പേരാണ് ഹോൾ ഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു അഡീഷണൽ നോളേജിന് വേണ്ടി പറയുകയാണ്. ഹോൾ ഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗ്യാസ് ഡയറക്റ്റ് സോളിഡ് ആവുന്ന ഒരു പരിപാടിയാണ്. ആൻഡ് എക്സാമ്പിൾ ഇസ് ഫോർമേഷൻ ഓഫ് സ്നോ ഫ്രം ക്ലൗഡ്സ്. ഓക്കെ ആണല്ലോ. ഫൈൻ. അടുത്തതാണ് അതിൻ്റെ പേര് എനിക്ക് ഇടയ്ക്ക് കിട്ടുള്ളൂ, റെഗുലേഷൻ അല്ലെങ്കിൽ റെഗുലേഷൻ എന്ന് വിളിക്കുന്നത്. വാട്ട് യു മീൻ റെഗുലേഷൻ? റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. കണ്ടോ, നിങ്ങൾ ഒരു ഐസ് ഇങ്ങനെ വെക്കുക, അതിൻ്റെ മുകളിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, ഒരു മാസ് കെട്ടിത്തൂക്കുക. വാട്ട് ഹാപ്പൻസ് ഇസ് ഇതിൻ്റെ വെയിറ്റ് കാരണം വാട്ട് ഹാപ്പൻസ് ഇസ് പ്രഷർ കാരണം ആ ഭാഗത്തുള്ള സോളിഡ് ലിക്വിഫൈ ആവും. അപ്പോൾ നേരെ ആ എന്താണ് പറയുക, ത്രെഡ് താഴേക്ക് ഇറങ്ങും. കുറച്ചിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഫോം ചെയ്ത ലിക്വിഡ് ഉണ്ടാവുമല്ലോ, അത് തിരിച്ച് ഐസാവും. അങ്ങനെ നീ ഇത് ഓവർനൈറ്റ് വെക്കുകയാണ്. ഇതിങ്ങനെ വന്ന് രാവിലേക്ക് ആകുമ്പോഴേക്കും ഇത് താഴെ എത്തിയിട്ടുണ്ടാവും. ഈ പ്രോസസ്സിനാണ് റെഗ്ലിഗേഷൻ അല്ലെങ്കിൽ റെഗുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ, റെഗുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ, എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അടുത്താണ് ഫേസ് ഓഫ് എ സബ്സ്റ്റൻസ്. എന്താണ് ഫേസ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫേസ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് physically distinct mechanically separable form of substance. ഓക്കെ ആണല്ലോ. അതായത് ഒരു സബ്സ്റ്റൻസിനെ സോളിഡ് ലിക്വിഡ് പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫോമിനെ വേറൊരു ഫോമിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോമോജീനിയസ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോം, അതിനെയാണ് നമ്മൾ ഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ഇനി നമുക്കുള്ളതാണ് ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഫേസ് ഡയഗ്രാം ഫോർ വാട്ടർ ഡയഗ്രാം ഇൻക്ലൂഡ് ആയിട്ടുള്ള. ഓക്കെ, സി ദിസ് ഈസ് ദ ഫേസ് ഡയഗ്രാം ഓഫ് വാട്ടർ. ഓക്കെ ആണല്ലോ. ഇതാണ് നിങ്ങൾ അറിയേണ്ടത്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഫേസ് ഡയഗ്രത്തിൽ നിങ്ങൾ ആകെ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്. എന്ത് ഐസായിട്ടിരിക്കുന്ന ഭാഗം, ഇവിടുന്ന് ഇതിങ്ങനെ വരും ചൂടാക്കുമ്പോൾ. എന്നിട്ട് ഇതിൻ്റെ സോളിഡ് കർവാണ്, അതായത് ഇത് നേരെ പോയി മെൽറ്റ് ചെയ്യുന്ന കർവാണ്. ദിസ് ഈസ് ദ ബോയിലിംഗ് കർവ്. ആൻഡ് നിങ്ങൾ ആകെ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ പോയിന്റ് ഇസ് കോൾഡ് ആസ് ദ ട്രിപ്പിൾ പോയിന്റ്. ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വാട്ടർ എക്സിസ്റ്റ് ഇൻ ഓൾ ദ ത്രീ ഫേസസ്. അതായത് സോളിഡായിട്ടും ലിക്വിഡായിട്ടും ഗ്യാസ് ആയിട്ടും വെള്ളം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ ഇതാണ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. സോ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടറിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് 6.03 ഇൻറ്റു 10⁻³ അറ്റ്മോസ്ഫിയർ ആണ്, അല്ലെങ്കിൽ 4.58 മില്ലിമീറ്റർ മെർക്കുറിയാണ്. ഒപ്പം തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ 273.16 കെൽവിനാണ്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഇസ് ദി ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി ഇതിൽ നിങ്ങൾക്ക് പിന്നെ ആവശ്യമുള്ളത് ഓക്കെ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രഷർ ഓഫ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. പ്രഷർ കൂടുന്ന സമയത്ത് മെൽറ്റിംഗ് പോയിന്റ് കുറയും, അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് കൂടും. അല്ല, പ്രഷർ കുറയുന്ന സമയത്ത് മെൽറ്റിംഗ് പോയിന്റ് കൂടും, അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് കുറയും. ഓക്കെ ആണല്ലോ, ബോയിലിംഗ് പോയിന്റ് കുറയും. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻസ് ഇൻ വേരിയേഷൻ ഓഫ് പ്രഷർ. ഓക്കെ, ഇനി ഇതിലാണ് ഹീറ്റിംഗ് കർവ്. ഹീറ്റിംഗ് കർവ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സം ചെയ്ത് തരാം. എന്താണ്, നമ്മൾ ഓരോ ഒബ്ജക്ട്സ് ചൂടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം അതെല്ലാം കൂടെ എന്ത് ചെയ്യും, ഹീറ്റിംഗ് ഇങ്ങനെ ഇതാക്കും. പിന്നെ അത് മെൽട്ടായി തുടങ്ങും. ദാറ്റ് ഈസ് ബേസിക്കലി ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. പിന്നെ അത് ഹീറ്റായി ലിക്വിഡ് ഇങ്ങനെ ചൂടാവും.
പിന്നെ എന്ത് ചെയ്യും, അത് ബോയിൽ ആവും, പിന്നെ അത് ഗ്യാസ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് എക്സാക്ട്ലി കോൾഡ് ആസ് ദ ഹീറ്റിംഗ് കർവ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദിസ് ഇസ് ദ ആൽഫ, ബീറ്റ, ഗാമ, ഇങ്ങനെ 3 ആംഗിൾ നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് എസെൻഷ്യലി യുവർ ഹീറ്റിംഗ് കർവ്. ഓക്കെ, ഹീറ്റിംഗ് കർവ് അത്ര നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ, ഫൈൻ. പിന്നെ വി ഹാവ് ടു നോ അബൌട്ട് ദി ലോ ഓഫ് മിക്സ്ചേഴ്സ്. ഓക്കെ, സോ നമുക്കിനി കലോറിമെട്രിയിലേക്കാണ് കയറേണ്ടത്. ബൈ ദ വേ, നിങ്ങൾ എത്ര പേര് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ഏതാ ഇന്നത്തെ നീറ്റ് ഗാല എക്സാം എഴുതുന്ന ആരൊക്കെയുണ്ട്? ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ആരൊക്കെ എക്സാം എഴുതാൻ പോകുന്നതെന്നുള്ളത്. മാർക്കൊന്നും ചോദിക്കില്ല, പേടിക്കണ്ട. ആരൊക്കെ എഴുതാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് പറയുമോ? പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. ഓക്കെ ആണല്ലോ. സോ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2 സബ്സ്റ്റൻസ് എ ആൻഡ് ബി, ഇവർ രണ്ടുപേരെയും മിക്സ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ 2 പേരെ മിക്സ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, ഒരാൾക്ക് ഹീറ്റ് ലൂസ് ചെയ്യും, ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ആൾക്ക്, മറ്റേ ആൾ ഹീറ്റ് ഗെയിൻ ചെയ്യും. അങ്ങനെ ഇവർ 2 പേരും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. വാട്ട് ഹാപ്പൻസ്, ഹീറ്റ് ലോസ്റ്റ് വിൽ ബി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ്. ഓക്കെ ആണല്ലോ. ലോസ് ആയ ഹീറ്റ് ഗെയിൻ ആയിക്കൊണ്ടിരിക്കും. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ലോസ്റ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഗെയിൻഡ്. ഓക്കെ ആണല്ലോ. സോ this is which is called as a principle of calorimetry. Amount of heat lost is equal to amount of heat gained. ഇതിനെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. ഇനി നമുക്കുള്ള കുറച്ച് ടേംസ് ആണ്. ഇത് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിലേക്ക് പോവാണ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, സോ ഹീറ്റ് ട്രാൻസ്ഫറിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ വാട്ട് വി ഹാവ് ഇസ് ദ കണ്ടക്ഷൻ. ഓക്കെ ആണല്ലോ. കണ്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ ട്രാൻസ്ഫർ ഓഫ് എനർജിയാണ്. അതായത് ഒരു മോളിക്യൂൾ അടുത്ത മോളിക്യൂളിലേക്ക് ടെമ്പറേച്ചർ കൊടുക്കുകയാണ്. സോ എവിടെയാണോ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളത് അവിടെ നിന്ന് കുറഞ്ഞ ടെമ്പറേച്ചറിലേക്ക് പോകും. കണ്ടോ, ദിസ് ഇസ് കോൾഡ് എസ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഡ്യൂ ടു എ മോളിക്കുലാർ ആക്ഷൻ. മോളിക്കുലാർ ആക്ഷൻ. നെക്സ്റ്റ് ഈസ് കോൾഡ് എസ് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ്, കൺവെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. കണ്ടോ, നമ്മളിവിടെ ചൂട് ഒരു ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഇതിൽ അടിയിൽ ചൂടായ വെള്ളം ഉണ്ടാവും, അത് മുകളിലേക്ക് പോകും, എന്നിട്ട് തണുത്ത വെള്ളം താഴേക്ക് വരും. ഓക്കെ ആണല്ലോ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഇറ്റ് ഈസ് ബേസിക്കലി ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. അതിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. നെക്സ്റ്റ് വൺ ഈസ് ദ റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീഡിയത്തിലൂടെ ഒരു മീഡിയം വഴി എന്ത് ചെയ്യാണ്, ഒരു ബോഡിയിൽ നിന്ന് അടുത്ത ബോഡിയിലേക്ക് ടെമ്പറേച്ചർ പോവാണ്, ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് നോൺ ആസ് റേഡിയേഷൻ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ 3 ഒരു ചെറിയൊരു ഡിഫറൻസ് ടേബിൾ പറഞ്ഞുതരാം. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഓക്കെ ആണല്ലോ. So heat transfer is due to temperature difference. ഓക്കെ ആണല്ലോ. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഇവിടെ ഡെൻസിറ്റി ഡിഫറൻസ് ആണ്. ഇവിടെ നോ മീഡിയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് അതുപോലെ വൈബ്രേഷൻ ഓഫ് മോളിക്യൂൾസ് ആണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ ആവട്ടെ മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇവിടെ എക്സാമ്പിൾ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ സോളിഡ്സ് ആൻഡ് മെർക്കുറി. കേട്ടോ, മെർക്കുറി ഒരു എക്സെപ്ഷനാണ്. മെർക്കുറി ലിക്വിഡ് ആണെങ്കിലും അതിലും കണ്ടക്ഷൻ വഴിയാണ് ട്രാൻസ്ഫർ. ഇവിടെ ഫ്ലൂയിഡ്സിലാണ്. ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് പ്ലസ് ഗ്യാസ്. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല, ആർക്ക് പരസ്പരം ചെയ്യാം. ഇനി ആർക്കും ചെയ്യാം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ഇത് സ്ലോ ആണ്, ഇത് ഫാസ്റ്റാണ്. ഇത് ഒരു ഇറഗുലർ പാത്ത് വഴിയാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇവിടെയും ഒരു ഇറഗുലർ പാത്താണ്. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്.
ഓക്കെ ആണല്ലോ, സ്ട്രെയിറ്റ് ലൈനാണ്. സോ ദിസ് ഈസ് എസെൻഷ്യലി ദി difference between conduction, convection and radiation. Okay ആണല്ലോ, fine. And there is something called as thermal conduction. Thermal conduction എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ ഈ ടെമ്പറേച്ചർ കണ്ടക്ട് ചെയ്ത് അപ്പുറത്തേക്ക് എത്തും. ഓക്കെ ആണല്ലോ, ദാറ്റ് വൺ. അതായത് ഒരു എന്താ പറയുക ടി തിക്നെസ് ഉള്ള ഒരു സാധനമാണ്. ഓക്കെ ആണല്ലോ, ഇഫ് ഇറ്റ് ഹാവിങ് എ തിക്നെസ് ടി, അങ്ങനെയാണെങ്കിൽ ക്യൂ ബൈ ടി ഈസ് ഈക്വൽ ടു -KA dt by dx. ഇതാണ് തെർമൽ കണ്ടക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു dx ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു dt ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് രണ്ട് ഫേസിനും ഇടയിലുള്ളത്, ആൻഡ് ദാറ്റ് തിക്നെസ് ഇസ് ടി. ഒരു ടൈം ടിയിലാണ് മാറുന്നത് വിചാരിക്കുക. സോ -KA dt by dx ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. സ്റ്റഡി സ്റ്റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലെയും ടെമ്പറേച്ചർ ഈക്വൽ ആയിട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ഇത് ഒരേപോലെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒഴുകുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. At steady state what happens is Q by T is equal to KA T hot temperature by T cold temperature by latent heat. Okay ആണല്ലോ, ഇതാണ് സ്റ്റഡി സ്റ്റേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദി ഇക്വേഷൻ ഓഫ് സ്റ്റഡി സ്റ്റേറ്റ്. ഓക്കെ ആണല്ലോ, ഫൈൻ. നെക്സ്റ്റ് യു ഹാവ് സംതിങ് കോൾഡ് ആസ് എൻ തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഒരു ഓർഡറാണ് നിങ്ങൾ പഠിക്കേണ്ടത്. AG മോർ ദാൻ, CU മോർ ദാൻ, AU മോർ ദാൻ അലുമിനിയം. ഇതാണ് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഓർഡറായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സ്പെസിഫിക് ഹീറ്റ് പെർ മോൾ പെർ കെൽവിൻ. ഇതിന് ഡയമെൻഷൻ എന്ന് പറയുന്നത് m⁻⁴, l⁻⁴, T⁻⁻3, θ⁻⁻1. ഓക്കെ ആണല്ലോ, ഇതാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നമ്മൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് K വെച്ചാണ്. ഓക്കെ ആണല്ലോ. ഈ Kൻ്റെ വാല്യൂ ഒരു ഐഡിയൽ കണ്ടക്ടർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ. ഇഫ് ഇറ്റ്സ് എൻ ഐഡിയൽ കണ്ടക്ടർ, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടക്ടർ ആണെങ്കിൽ Kൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ ബാഡ് കണ്ടക്ടർ, Kൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ ആണല്ലോ. K ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് K ഈസ് ഈക്വൽ ടു 0. അതാണ് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി അപ്ലിക്കേഷൻസ് ഓഫ് തെർമൽ കണ്ടക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ അയേൺ ചെയർ കോൾഡറായിട്ടൊക്കെ തോന്നാറുണ്ടല്ലോ. അയേൺ ചെയർ കുറച്ച് തണുത്തൊക്കെ ഇരിക്കും. അതിനൊക്കെ കാരണം ഈ കണ്ടക്ടിവിറ്റിയാണ്. കാരണം അത് പുറത്തേക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിൻ്റെ ഒപ്പം എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ ഡിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ ബേർഡ്സിൻ്റെയൊക്കെ ഫെതേഴ്സ് നോക്കുകയാണെങ്കിൽ അത് വിൻഡേഴ്സിലൊന്ന് സ്വെല്ലായിട്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ കുറച്ച് അപ്ലിക്കേഷൻസ് ആണ്, നോട്ട് ദാറ്റ് മച്ച് ഓഫ് ഇമ്പോർട്ടൻസ്, ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ. ആൻഡ് ദർ ഇസ് തെർമൽ റെസിസ്റ്റൻസ്. നമ്മുടെ ഞാൻ പറഞ്ഞില്ല, ഏതൊരു ഒബ്ജക്റ്റിലൂടെയും ഹീറ്റ് ഒഴുകുമ്പോൾ എങ്ങനെയാണോ കറണ്ട് ഒഴുകുന്നത്, ദർ ഇസ് എ തെർമൽ റെസിസ്റ്റൻസ്. ആൻഡ് തെർമൽ റെസിസ്റ്റൻസ് IT is equal to hot temperature minus cold temperature by R. ഓക്കെ ആണല്ലോ, R. 9 മണിക്ക് തീർക്കണം. ഓക്കെ. ഇന്ന് 9 മണിക്ക് വേറെ ലൈവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 9 ആകുമ്പോഴേക്കും നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യണം. വി വിൽ ഡു ഇറ്റ്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊന്ന് പറഞ്ഞ് പോയിട്ട് വിൽ സ്ലോലി ഡു ഇറ്റ്. ഓക്കെ. സോ ഇതാണ് തെർമൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇക്വലൻ്റ് കണ്ടക്ടിവിറ്റി. ഓക്കെ ആണല്ലോ. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ഒബ്ജക്റ്റിനെ പരസ്പരം എൻഡ് ടു എൻഡ് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. രണ്ട് ഒബ്ജക്റ്റിനെ പരസ്പരം എൻഡ് ടു എൻഡ് വെച്ചിരിക്കുകയാണ്. ആൻഡ് വാട്ട് യു ആർ ഡൂയിങ് ഇസ് വാട്ട് ഈസ് എ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R equal എന്ന് പറയുന്നത് നമ്മൾ രണ്ടെണ്ണം സീരീസ് കൊടുക്കുന്ന പോലെ തന്നെയാണ്. ഇറ്റ് വിൽ ബി R1 + R2. ഓക്കെ ആണല്ലോ. ഇറ്റ് വിൽ ബി R1 + R2. ദാറ്റ് ഈസ് L1 + L2 by R equal K equivalent into A is equal to L1 + K1A plus L2 by K2A. നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് ഹൗ ദി ഇക്വലൻ്റ് ടെമ്പറേച്ചേഴ്സ്. ഓക്കെ ആണല്ലോ. ഇതാണ് ഇക്വലൻ്റ് ടെമ്പറേച്ചർ. ഇനി പാരലൽ സ്ലാബിലാണ് വെക്കുന്നത്. രണ്ടെണ്ണത്തിന് നമ്മൾ പാരലായിട്ടാണ് സ്ലാബ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് 1 by R equivalent is 1 by R1 plus 1 by R2, or K equivalent is
K1A1 plus K2A2 divided by A1 plus A2. Okay ആണല്ലോ. So this is essentially your conductivity through a parallel. രണ്ടെണ്ണത്തിനെ പാരലൽ ആക്കി വെക്കുന്ന സമയത്ത്. അടുത്തൊരു കാര്യമാണ് ഗ്രോത്ത് ഓഫ് ഐസ് ഓൺ ലേക്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ, നമ്മൾ ഈ ഒരു തണുപ്പ് കാലമൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ലേക്കിൻ്റെ മുകളിൽ ഐസ് ഇങ്ങനെ ഫോം ചെയ്ത് കട്ടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. സപ്പോസ് ഇതാണ് എയറിൻ്റെ ടെമ്പറേച്ചർ 0-ൽ കുറയുമ്പോഴാണ് ഐസ് ഫോം ചെയ്യുക. ലെറ്റ് എക്സ് ബി ദ തിക്നെസ് ഓഫ് ഐസ് ആൻഡ് ഡി എക്സ് ബി ദ ന്യൂ തിക്നെസ് ഓഫ് ഐസ് ബീങ് ഫോംഡ്, പുതിയതായിട്ട് ഫോം ചെയ്യുന്നത്. ഇതാണ് വെള്ളം. ഈ വെള്ളം 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഒരു 2 to 3 ഡിഗ്രി സെൽഷ്യസ് ആ റേഞ്ചിൽ ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ അടിയിലുള്ള മീനുകൾക്കൊക്കെ സർവൈവ് പറ്റുള്ളൂ. മുകളിൽ ഐസ് ജനറലി ആക്സസ് ആൻഡ് ഇൻസുലേറ്റർ, ആ ടെമ്പറേച്ചർ മൊത്തം ഐസ് ഏറ്റെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഇതിനകത്ത് നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സ് തിക്നെസ്സിലേക്ക് ഐസിന് ഉണ്ടാവണമെങ്കിൽ, ഒരു എക്സ് തിക്നെസ് ഐസിന് കിട്ടണമെങ്കിൽ എത്ര ടൈം എടുക്കും എന്നാണ് ചോദിക്കുക. സോ ടൈം റിക്വയർഡ് ടു ടേക്ക് or the time required to make the ice into an x thickness എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഇസ് 1/2 rho L by theta x square. where x is the ഇതാണ് അതിൻ്റെ തിക്നെസ്, തീറ്റ എന്ന് അറിയാലോ, തീറ്റ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, കെ ഇസ് ദി കണ്ടക്ടിവിറ്റി, കെ നമ്മൾ തൊട്ട് പിന്നെ പറഞ്ഞ സാധനം എവിടെ അത് ഞാൻ മറന്നുപോയല്ലോ, തെർമൽ കണ്ടക്ടിവിറ്റി അതാണ് കെ, density is the omega rho and L is the latent heat. Okay ആണല്ലോ. So that is the growth of ice in a lake. Okay ആണല്ലോ, ഫൈൻ. പിന്നെ അടുത്ത ചോദിക്കുന്ന കാര്യം x1 തിക്നെസ്സിന് x2 തിക്നെസ് ആവാൻ വേണ്ടി എടുക്കുന്ന സമയം. അതായത് ഒരു ഐസ് ആദ്യം 3 സെൻറ്റിമീറ്റർ ആയിരുന്നു, പിന്നെ അത് 5 സെൻറ്റിമീറ്റർ ആയി. അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുക്കും 3 സെൻറ്റിമീറ്ററിൽ നിന്ന് അത് 5 സെൻറ്റിമീറ്റർ ആവാൻ എന്നുള്ളൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ആൻസർ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ T is equal to T2 minus T1, that is equal to half rho L by KT into x2 square minus x1 square. Okay ആണല്ലോ. And this T is proportional to x2 square minus x1 square. Okay ആണല്ലോ. So this is it. Okay, fine. And what is the ratio എന്ന് പറഞ്ഞാൽ T1 T2 T3, അതായത് ഇതിങ്ങനെ ഡബിൾ ചെയ്ത് പോകാൻ, അതായത് ആദ്യം 1 ആയി, പിന്നെ 2 ആയി, പിന്നെ 4 ആയി, അങ്ങനെ ഡബിൾ ട്രിപ്പിൾ ചെയ്യാനുള്ള റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ ദ റേഷ്യോ 1 square is to 2 square is to 3 square, ദാറ്റ് ഈസ് 1:4:9. ഇങ്ങനെയാണ് ആ റേഷ്യോ പോവുക കേട്ടോ. 1:4:9 അങ്ങനെയാണ് ഇതിൻ്റെ റേഷ്യോ പോവുക. സോ ദാറ്റ് ഈസ് ഹൗ ദി ഗ്രോത്ത് ഓഫ് ദി ഐസ് ഓൺ ദി ലേക്സ് നോർമലി ഒക്കർ. ഓക്കെ ആണല്ലോ, ഫൈൻ. പിന്നെ കൺവെക്ഷൻ അറിയാലോ. കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ ഈ ഒരു ലാൻഡ് ബ്രീസ് ഒക്കെ ഉണ്ടാവാനുള്ള കാരണം. സോ അത് ജസ്റ്റ് മനസ്സിലാക്കുക. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹീറ്റ് ആക്കുന്ന സമയത്ത് ഈ താഴെയുള്ള ചൂടാവുന്ന വെള്ളം നേരെ മുകളിലേക്ക് പോകും, അവിടുത്തെ കോൾഡ് വാട്ടർ നേരെ താഴേക്ക് വരും. സോ അതാണ് നമ്മുടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുന്നത് കാരണം ദി മെറ്റീരിയൽ സ്റ്റാർട്ട്സ് ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ കൺവെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു വാട്ടർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദ വാട്ടർ മൂവിങ് ഫ്രം വൺ പോർഷൻ ടു അനദർ. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫിനോമിന? ഓക്കെ, ആദ്യത്തേതാണ് ലാൻഡ് ആൻഡ് സീ ബ്രീസസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാലോ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂട് സമയത്ത് ലാൻഡിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അപ്പോൾ അതിൽ ചൂടുണ്ടാവും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ആ ചൂട് കാറ്റ് നേരെ എന്ത് ചെയ്യും? സീയിലേക്ക് പോകും. അപ്പോൾ സീയിലുള്ള തണുത്ത കാറ്റ് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ രാത്രി വാട്ട് ഹാപ്പൻസ് ഇസ് മോർണിംഗ് കടലിൽ നിന്ന് ലാൻഡിലേക്കായിരിക്കും എന്തുണ്ടാവുക? നമ്മുടെ കാറ്റുണ്ടാവുക. നേരെ മറിച്ച് നൈറ്റിൽ ലാൻഡിൽ നിന്ന് സീയിലേക്ക്, അഥവാ ലാൻഡ് ബ്രീസാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇതാണ് ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് ഓർത്തിരിക്കാം. പിന്നെ ഫോർമേഷൻ ഓഫ് ട്രേഡ് വിൻസ് ആണ്. ട്രേഡ് വിൻസ് എന്ന് അറിയാലോ, നമ്മുടെ ടെമ്പറേച്ചർ, അതായത് എഗെയിൻ ഇക്വേറ്ററിൽ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് അതിനകത്ത് അവിടെ ഉണ്ടാവുന്ന എയറിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ് അതെന്ത് ചെയ്യും? അത് നേരെ പോൾസിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു കാറ്റിങ്ങനെ പോകുമ്പോൾ ഫോം ചെയ്യുന്നതാണ് ട്രേഡ് വിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് മൺസൂൺ അഥവാ മഴക്കാലം. അതും ഇത് തന്നെയാണ്.
ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റും, ഇക്വേറ്ററിൽ നിന്ന് കൂടുതൽ വെള്ളം വേപ്പറൈസ് ചെയ്തിട്ട് ക്ലൗഡ്സിൽ സ്റ്റോർ ചെയ്യും. ആ ക്ലൗഡ്സ് മൂവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് മൺസൂൺ ഉണ്ടാവുന്നത്. ഓക്കെ ഫൈൻ. ഇനി വെന്റിലേഷൻ. നമുക്ക് ഈ വീടുകളിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഒരു വീടാണെങ്കിൽ വീടിൻ്റെ ഏറ്റവും മുകളിലായിരിക്കും എക്സോസ്റ്റ് ഉണ്ടാവുക, അതായത് ഒരു ഓട്ടം ഉണ്ടാവും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ചൂട് കൂടുമ്പോൾ നമുക്കറിയാം ഹോട്ട് എയറിൻ്റെ ഡെൻസിറ്റി കുറവാണ് അല്ലേ, സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ഹോട്ട് എയറിൻ്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഈ ചൂട് കാറ്റ് ഫുൾ മുകളിലേക്ക് പോയിട്ട് ഇതിലൂടെ എസ്കേപ്പ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, കോൾഡ് എയറിന് താഴത്തൂടെ വരാൻ പറ്റും. അതുകൊണ്ടാണ് എക്സോസ്റ്റ് പൈപ്പുകളും എക്സോസ്റ്റ് ഫാനുകളൊക്കെ മുകളിൽ വെച്ചുള്ളത്. കാരണം എന്താ വെച്ചാൽ ഡെൻസിറ്റി കുറവുള്ള ചൂട് എയർ മുകളിലായിരിക്കും, അതിനെ നേരെ പുറത്തേക്ക് പുഷ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ ആണല്ലോ, ഫൈൻ. പിന്നെയുള്ള കാര്യമാണ് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് പോകുന്നതും ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതൊക്കെ ഈ കൺവെക്ഷൻ പ്രിൻസിപ്പിളിൻ്റെ ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ ആണല്ലോ. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിൻറ്റ്സിൻ്റെ വേറെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അത് ഇപ്പോൾ ആവശ്യമില്ല, ഇത് മതി. ഓക്കെ, സോ അതുകൂടെ കഴിഞ്ഞു. നൗ വി ഹാവ് ഫൈനലി റീച്ച്ഡ് ഇൻ ടു ദി next portion of the chapter, which is the thermal radiation. Okay, അല്ല ഇത് തെർമൽ റേഡിയേഷനും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഒഫീഷ്യലി എക്സിറ്റിംഗ് ദി ചാപ്റ്റർ. ഇത്രയും കാര്യങ്ങളൂടെ പറഞ്ഞു. ഇപ്പോൾ എങ്ങനെയുണ്ട്, ഇത്രയും കാര്യം പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കറിയാം ഡെഫിനറ്റ്ലി കുറച്ച് കാര്യങ്ങളൊന്നും വളരെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് സോറി ഫോർ ഇറ്റ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്ക് നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം തിയറി പറഞ്ഞു തരാം, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് എ കോംബി ക്ലാസ് അല്ലേ. നമുക്ക് ഒരുപാട് ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് 2-2.5 മണിക്കൂർ കൊണ്ടൊക്കെ ഇത്രയും വലിയൊരു ചാപ്റ്റർ തീർക്കണം എന്ന് പറയുമ്പോൾ തന്നെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ഹാവ് ടു റഷ് എ ലിറ്റിൽ ബിറ്റ്. അപ്പോൾ ഐദർ യു ക്യാൻ കട്ട് ദി പോർഷൻ ഓർ യു ക്യാൻ സേ എവറിത്തിങ് ബട്ട് കോംപ്രമൈസ് ഓൺ സംതിങ്. ഞാനപ്പോൾ അതാണ് യൂസ് ചെയ്യാറ്. ഓക്കെ ആണല്ലോ. സോ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോടാ? ഈ ചാറ്റ് ഇങ്ങനെ ഡെഡ് ആയിട്ടിടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനുള്ള ഒരു മൂഡ് പോവും. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. യൂഷ്വലി നമ്മൾ കഴിഞ്ഞ ഒക്കെ ഉണ്ടായിരുന്നൊക്കെ ഇറ്റ് വാസ് സോ ഗുഡ്. അപ്പോൾ കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ പറയാം. ഇൻ കേസ് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് ഓപ്പണായിട്ട് പറയാം, ഒരു കുഴപ്പമില്ല. കാരണം അങ്ങനെ ആകുമ്പോഴാണ് നമുക്കത് വീണ്ടും പറഞ്ഞു തരാണ്ട് നിങ്ങൾക്ക് കൂടുതൽ കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഭാഗം. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ നൗ വി ആർ മൂവിങ് ഇൻ ടു ദ ലാസ്റ്റ് heading. ഓക്കെ, ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വി ആർ മൂവിങ് ഇൻ ടു ദ ഫിനാലെ ഓഫ് ദി ചാപ്റ്റർ, വിച്ച് ഇസ് ദി തെർമൽ റേഡിയേഷൻ. തെർമൽ റേഡിയേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് ബേസിക്കലി ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. അതായത് ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഉണ്ടാവുകയാണ് വിത്തൗട്ട് ആൻ ഇൻ്റർവീനിങ് മീഡിയം. അതായത് ഒരു മീഡിയത്തിന് സഹായമില്ലാണ്ട് ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നീ വിളിക്കുന്ന പേരാണ് തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ് ഉണ്ട്. ആ ടെർമിനോളജീസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വൺ ഇസ് ആൻ അബ്സോർപ്റ്റീവ് പവർ ഓർ ദി അബ്സോർപ്റ്റീവ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ ആണല്ലോ. എന്താണ് അബ്സോർപ്റ്റീവ് കോഎഫിഷ്യൻറ്റ്? നമ്മൾ അതിനെ എ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് എമൗണ്ട് ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് ബൈ ദി സർഫസ് ടു ദി എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഇൻസിഡൻറ്റ് അപ്പോൺ ഇറ്റ്. ദിസ് ഈസ് ദ amount of radiation absorbed by the surface to amount of radiation incident on it. ഓക്കെ ആണല്ലോ. അതായത് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ മുകളിൽ ഒരു ക്യൂ എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്തു, അതിൽ ഒരു ക്യു എ ഭാഗം അബ്സോർബ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അബ്സോർപ്റ്റീവ് പവർ എന്ന് പറയുന്നത് ക്യു എ ബൈ എ ആണ്. കൊടുക്കുന്ന റേഡിയേഷനിൽ എത്ര റേഡിയേഷൻ ആ ബോഡി അബ്സോർബ് ചെയ്തു എന്നുള്ളതാണ് അബ്സോർപ്റ്റീവ് പവർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതിന്
യൂണിറ്റ് ഇല്ല, ഇറ്റ് ഈസ് യൂണിറ്റ്ലെസ് ആൻഡ് ഇറ്റ് ഈസ് ഡയമെൻഷൻലെസ്. ഓക്കെ ആണല്ലോ, ഇതിനൊരു യൂണിറ്റും ഇല്ല, ഇതിനൊരു ഡയമെൻഷനും ഇല്ല. ഓക്കെ ആണല്ലോ. അടുത്തതാണ് സ്പെക്ട്രൽ അബ്സോർപ്റ്റീവ് പവർ. സ്പെക്ട്രൽ അബ്സോർപ്റ്റീവ് പവർ എന്ന് പറയുന്നത് എ ലാംഡ വെച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് ക്യു എ ലാംഡ ബൈ ക്യു ലാംഡ. ഓക്കെ ആണല്ലോ, അതാണ് അബ്സോർപ്റ്റീവ് പവർ എന്ന് പറയുന്നത്, ക്യു എ ലാംഡ ബൈ ക്യു ലാംഡ. സോ ഇതിന് നമ്മൾ വിളിക്കുന്ന പേര്, വേറൊരു പേര് കൂടെ ഉണ്ട്, ഒരു ചില പേരും കൂടെ ഉണ്ട്, മോണോക്രോമാറ്റിക് അബ്സോർപ്റ്റീവ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ ആണല്ലോ, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്ത് നീ ഒരു സബ്സ്റ്റൻസിൽ ഇടിച്ചു കഴിഞ്ഞ് ആ പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ എത്ര വേവ് ലെങ്ത്താണ് അബ്സോർബ് ചെയ്യുന്നത്, അതിനാണ് സ്പെക്ട്രൽ അബ്സോർപ്റ്റീവ് പവർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. മനസ്സിലാക്കാം. ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡി, എന്താണ് ബ്ലാക്ക് ബോഡി ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരും. ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡിയുടെ മോണോക്രോമാറ്റിക് അബ്സോർപ്റ്റീവ് പവർ 1 ആൻഡ് എ ലാംഡയും വീടും നാടും ഇല്ലാത്തവനാണ്, അവർക്ക് യൂണിറ്റ്ലെസ്സും ആണ് ഡയമെൻഷൻലെസ്സും ആണ്. ഓക്കെ ആണല്ലോ, ഇറ്റ് ഈസ് ഓൾസോ യൂണിറ്റ്ലെസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഡയമെൻഷൻലെസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത് എമിസീവ് പവർ. എന്താണ് എമിസീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റേഡിയേഷൻ emitted by unit surface area in unit second at a particular temperature. എന്താടാ എമിസീവ് പവർ എന്ന് പറയുന്നത്? ഒരു യൂണിറ്റ് സർഫസ് ഏരിയ, അതായത് ഒരു 1 × 1 cm സർഫസ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് റേഡിയേറ്റ് ചെയ്യുന്നു ഒരു സെക്കൻഡിൽ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ എമിസീവ് പവർ എന്ന് വിളിക്കുന്നത്. അതിന് യൂണിറ്റ് ഉണ്ട്, ജൂൾ പെർ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഓർ വാട്ട് മീറ്റർ സ്ക്വയർ, വാട്ട് പെർ മീറ്റർ സ്ക്വയർ, വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തതാണ് സ്പെക്ട്രൽ എമിസീവ് പവർ എന്ന് പറയുന്നത്. സ്പെക്ട്രൽ എമിസീവ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇത് ഒരു ഗിവൺ വേവ് ലെങ്ത്തിന്, മറ്റേ നമ്മൾ പറഞ്ഞത് ടോട്ടൽ എമിസീവ് ആണ്, ഇത് ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിൻ്റെ എമിറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതായത് എമൗണ്ട് ഓഫ് ഹീറ്റ് റേഡിയേഷൻ എമിറ്റഡ് ബൈ യൂണിറ്റ് ഏരിയ ഓഫ് ദി ബോഡി ഇൻ 1 second in unit spectral region at given wavelength, at given wavelength. ഓക്കെ ആണല്ലോ, ഇതാണ് സ്പെക്ട്രൽ എമിസീവ് പവർ. ഓക്കെ ആണല്ലോ, ഇതിൻ്റെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആങ്സ്ട്രം ആണ്, ഇവിടെ വേവ് ലെങ്ത്തോടെ വരും. അടുത്താണ് എമിസിവിറ്റി എന്ന് പറയുന്നത്. സോ എമിസിവിറ്റിയിൽ നമുക്കുള്ളതാണ് ആബ്സല്യൂട്ട് എമിസിവിറ്റി എന്ന് പറഞ്ഞ കാര്യം. വാട്ട് ഡു യു മീൻ ബൈ ആബ്സല്യൂട്ട് എമിസിവിറ്റി? ആബ്സല്യൂട്ട് എമിസിവിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷൻ എനർജി given out by a unit surface area of body in unit time corresponding to unit temperature difference. ഓക്കെ ആണല്ലോ, അതായത് ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസിൽ എന്താ പറ്റുക വെച്ചാൽ എമിസ് ചെയ്യുന്ന റേഡിയേഷൻ എനർജി. ഓക്കെ ആണല്ലോ, റേഡിയേഷൻ എനർജി ഗിവൺ ഔട്ട് ഇൻ യൂണിറ്റ് സർഫസ് ഏരിയ ഇൻ യൂണിറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ്. 1°C കൂടുമ്പോഴോ കുറയുമ്പോഴോ ഒരു യൂണിറ്റ് സർഫസ് ഏരിയയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ. ഓക്കെ ആണല്ലോ, ഫൈൻ. അതിൻ്റെ ഇത് W/m²K ആണ്. ഓക്കെ ആണല്ലോ, യൂണിറ്റ്. റിലേറ്റീവ് എമിസിറ്റി ER എന്ന് പറയുന്നത് എമിറ്റഡ് റേഡിയേഷൻ ബൈ ഗ്രേ ബോഡി ബൈ എമിറ്റഡ് റേഡിയേഷൻ ബൈ ഐഡിയൽ ബ്ലാക്ക് ബോഡിയാണ്. എന്താണ് emitted radiation by gray body by emitted radiation by ideal black body. ഓക്കെ ആണല്ലോ,
ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലേറ്റീവ് എമിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഗ്രേ ബോഡി ടു ബ്ലാക്ക് ബോഡി അതിൻ്റെ എമിസീവ് ഇൻഡെക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിലേറ്റീവ് എമിസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ അതിന് നോ യൂണിറ്റോ, ഇതിനും യൂണിറ്റ് ഒന്നുമില്ല. രണ്ടാമത്തത് ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ എമിസിവിറ്റി 1 ആണ്. അതുപോലെ തന്നെ ഈ എമിസിവിറ്റിയുടെ വാല്യൂ 0നും 1നും ഇടയ്ക്കുമായിരിക്കും. ഓക്കെ ആണല്ലോ. ഈ റിലേറ്റീവ് എമിസിവിറ്റിയുടെ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കും ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഫൈൻ. അടുത്താണ് എനർജി കൺസർവേഷൻ. ഓക്കെ ആണല്ലോ. മനസ്സിലാക്കാം. ഇതിൽ നമ്മൾ ഒരു എമൗണ്ട് ഓഫ് റേഡിയേഷൻ Q എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഇതിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു. ഒരു Q എമൗണ്ട് ഇൻസിഡൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസസ്, അതിലെ ഒരു ഭാഗം റിഫ്ലക്റ്റ് ചെയ്യും, QR. ഓക്കെ അല്ല, എമൗണ്ട് ഓഫ് റിഫ്ലക്റ്റ്. ഒരു ഭാഗം അബ്സോർബ് ചെയ്യും, QA. ഒരു ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്യും, QT. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത്. അഥവാ QR/Q പ്ലസ് QA/Q പ്ലസ് QT/Q. ഇതിനെ മൊത്തം Q കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്തായി? മൊത്തം Q കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതും Q ആയി, 1 ആണ്. സോ ദിസ് ഈസ് എസെൻഷ്യലി ദി ഏരിയ, ദിസ് ഈസ് എസെൻഷ്യലി ദി കൺസർവേഷൻ. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ 1-2 കോഎഫിഷ്യൻസ് ഉണ്ട് അറിയേണ്ടത്. റിഫ്ലക്റ്റീവ് കോഎഫിഷ്യൻറ്റ്. റിഫ്ലക്റ്റീവ് കോഎഫിഷ്യൻറ്റ് R ഇസ് ഈക്വൽ ടു QR/Q. റിഫ്ലക്റ്റീവ് കോഎഫിഷ്യൻറ്റ് R ഇസ് ഈക്വൽ ടു QR/Q. അതുപോലെ തന്നെ അബ്സോർപ്റ്റീവ് കോഎഫിഷ്യൻറ്റ് A ഇസ് ഈക്വൽ ടു QA/Q. അതുപോലെ ട്രാൻസ്മിറ്റീവ് കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് T ഇസ് ഈക്വൽ ടു QT/Q. ഓക്കെ ആണല്ലോ, QT/Q. ഇതാണ് ഡിഫറെൻറ്റ് കോഎഫിഷ്യൻസ് ഉള്ളത്. ഈ കോഎഫിഷ്യൻസ് നിങ്ങളുടെ എക്സാമിന് ഡയറക്റ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ. ഇനി ഇതിനെ ബേസ് ചെയ്ത് ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. R ഈക്വൽ ടു 1, A ഈക്വൽ ടു 0, T ഈക്വൽ ടു 0. അതായത് റിഫ്ലക്ഷൻ മാക്സിമം ആണ്. സോ ദിസ് ഇസ് എ പെർഫെക്റ്റ് റിഫ്ലക്റ്റർ. അതുപോലെ A ഈക്വൽ ടു 1, R ഈക്വൽ ടു 0, T ഈക്വൽ ടു 0. ഇതാണ് ഐഡിയൽ അബ്സോർബർ. മനസ്സിലാക്കുക, ഒരു സബ്സ്റ്റൻസിൻ്റെ മുകളിൽ അതിലേക്ക് വീഴുന്ന എല്ലാ സാധനങ്ങളും അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ ബ്ലാക്ക് ബോഡി. സോ ദാറ്റ് ഇസ് ആൻ ഐഡിയൽ ബ്ലാക്ക് ബോഡി. അടുത്തതാണ് T ഈക്വൽ ടു 1, A ഈക്വൽ ടു 0, R ഈക്വൽ ടു 0. അതാണ് പെർഫെക്റ്റ് ട്രാൻസ്മിറ്റർ. ദിസ് ഇസ് എസെൻഷ്യലി യുവർ ഡയാതെർമാനോസ് മെറ്റീരിയൽ. ഇതിനാണ് നമ്മൾ ഡയാതെർമാനോസ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. നൗ വി ആർ മൂവിങ് ടു സംതിങ് വിച്ച് ഇസ് കോൾഡ് ആസ് എൻ ഐഡിയൽ ബ്ലാക്ക് ബോഡി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്താണെന്ന് കൂടെ പഠിക്കാൻ പോവുകയാണ്. വാട്ട് യു മീൻ ഐഡിയൽ ബ്ലാക്ക് ബോഡി? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സബ്സ്റ്റൻസിൻ്റെ മുകളിലേക്ക് അതിലേക്ക് വരുന്ന എല്ലാ സാധനങ്ങളും, അതായത് വാട്ട് എവർ എന്താ പറയുക റേസ് ആർ ഇൻസിഡൻറ്റ് അപ്പോർഡിൽ, അതിലേക്ക് വീഴുന്ന എല്ലാ റേസും അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഓക്കെയാണ്, നമ്മൾ അതിനെയാണ് ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് വിളിക്കുക. ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത A ഈക്വൽ ടു A ലാംഡ ഈക്വൽ ടു 1 ആയിരിക്കും, R ഈക്വൽ ടു 0 ഈക്വൽ ടു T ആയിരിക്കും, ER ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ആൻ ഐഡിയൽ ബ്ലാക്ക് ബോഡി. ഐഡിയൽ ബ്ലാക്ക് ബോഡിയുടെ കണ്ടീഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഫൈൻ. ആൻഡ് ദർ ഈസ് 2 ബ്ലാക്ക് ബോഡീസ് കേട്ടോ. 2 ഐഡിയൽ ബ്ലാക്ക് ബോഡീസാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒന്നാണ് ഫെറീസ് ഐഡിയൽ ബ്ലാക്ക് ബോഡി, അടുത്തതാണ് വീൻസ് ഐഡിയൽ ബ്ലാക്ക് ബോഡി. അടുത്താണ് വീൻസ് ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇങ്ങനെ 2 ബ്ലാക്ക് ബോഡിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ ആണല്ലോ. ഫൈൻ. അടുത്തത് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ പ്രിവോസറ്റ്സ് തിയറി ഓഫ് ഹീറ്റ് എനർജി എക്സ്ചേഞ്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്,
ഒന്നാമത്തെ 3 സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിവോസെറ്റ് പറഞ്ഞത്. 3 സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിവോസെറ്റ് പറഞ്ഞത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത്? ഒരു കോൾഡ് ബോഡീനെ നമ്മൾ ഒരു ഹോട്ട് സറൗണ്ടിങ്ങിൽ കീപ്പ് ചെയ്യാണ്. ഒരു കോൾഡ് ബോഡീനെ ഒരു ഹോട്ട്, അത് തണുത്തൊരു സാധനത്തിന് ചൂടുള്ള സ്ഥലത്ത് വയ്ക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ദ ബോഡി റേഡിയേറ്റ്സ് ലെസ് എനർജി. ഓക്കെ ആണല്ലോ, ബോഡി കുറച്ച് എനർജിയെ റേഡിയേറ്റ് ചെയ്യുള്ളൂ. ആൻഡ് അബ്സോർബ് മോർ എനർജി ഫ്രം സറൗണ്ടിങ്. ഓക്കെ ആണല്ലോ, ബോഡി കുറച്ച് എനർജി റേഡിയേറ്റ് ചെയ്യുള്ളൂ, പക്ഷേ മോർ എനർജി അബ്സോർബ് ചെയ്യും. അടുത്താണ് വെൻ എ ഹോട്ട് ബോഡി ഈസ് പ്ലേസ്ഡ് ഇൻ കൂളർ സറൗണ്ടിങ്സ്. അപ്പോൾ എന്താ പറ്റുക? അപ്പോൾ ഹോട്ട് ബോഡി വെച്ച് കഴിഞ്ഞാൽ അത് റേഡിയേറ്റ്സ് മോർ എനർജി. ഇറ്റ് റേഡിയേറ്റ്സ് മോർ എനർജി, അബ്സോർബ് ലെസ് എനർജി. അറിയാലോ, അബ്സോർബ് ലെസ് എനർജി, നിങ്ങൾക്ക് അറിയാലോ, അബ്സോർബ് ലെസ് എനർജി. അതാണ് ഒരു ഹോട്ട് ബോഡീനെ കോൾഡ് സറൗണ്ടിങ്ങിൽ വെച്ചാൽ കിട്ടുന്നത്. അടുത്തതാണ് വാട്ട് ഹാപ്പൻസ് ഇസ് വെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്. അപ്പോൾ എന്ത് പറ്റും? ഇതോടെ എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് എനർജി അബ്സോർബ്ഡ് പെർ യൂണിറ്റ് ടൈമിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ, എത്ര എനർജിയാണോ റേഡിയേറ്റ് ചെയ്തത് അത്രയും എനർജി അബ്സോർബ് ചെയ്തിട്ടും ഉണ്ടാവും. ഓക്കെ ആണല്ലോ, സോ ദിസ് ഇസ് വാട്ട് ഇസ് എക്സാക്ട്ലി ഹാപ്പനിങ്. അടുത്തതാണ് കിർച്ചോഫ് ലോ. കിർച്ചോഫ് ലോ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെക്ട്രൽ എമിസീവ് പവർ ഇ ലാംഡ ടു സ്പെക്ട്രൽ അബ്സോർപ്റ്റീവ് പവർ എ ലാംഡ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ദിസ് കോൺസ്റ്റൻ്റ് ഇസ് നോൺ ആസ് സ്പെക്ട്രൽ എമിസീവ് പവർ ഇ ലാംഡ. ഇതാണ് കിർച്ചോഫ് ലോ പറഞ്ഞത്. എന്താണ് ഇ ലാംഡ? സ്മോൾ ലെറ്റർ ഇ ലാംഡ എന്താണ്? സ്പെക്ട്രൽ എമിസീവ് പവർ. അതുപോലെ തന്നെ എ ലാംഡ എന്ന് പറയുന്നത് സ്പെക്ട്രൽ അബ്സോർപ്റ്റീവ് പവർ. ഓക്കെ ആണല്ലോ, അബ്സോർപ്റ്റീവ് പവർ. ഇതാണ് കിർച്ചോഫ് ലോ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. ദിസ് ഇസ് വാട്ട് കിർച്ചോഫ് ലോ ഹാവ് സ്റ്റേറ്റ്. ഓക്കെ ആണല്ലോ, അതായത് ഇ ലാംഡ ഈസ് പ്രപ്പോർഷണൽ ടു എ ലാംഡ. ഒപ്പം തന്നെ മനസ്സിലാക്കാം ഗുഡ് അബ്സോർബേഴ്സ് എന്ന് പറയുന്നവർ എപ്പോഴും ഗുഡ് എമിറ്റേഴ്സ് കൂടെ ആയിരിക്കും. ഓക്കെ ആണല്ലോ, അവിടെ ഗുഡ് അബ്സോർബേഴ്സ് ഓർ ഓൾവേസ് ഗുഡ് എമിറ്റേഴ്സ് ഓൾസോ. ഓക്കെ ആണല്ലോ, ഇതൊന്നും ആക്കാം. ഇനി വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് കിർച്ചോഫ് ലോ? എന്താണ് കിർച്ചോഫ് ലോൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് ഫ്രാൻഹോഫേഴ്സ് ലൈൻ. അതായത് നിങ്ങൾക്ക് ചില സമയത്ത് ഈ എക്ലിപ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് സൂര്യൻ്റെ സൈഡിൽ നിന്ന് ഒരു ബ്ലാക്ക് ലൈൻസ് ഒക്കെ വരുന്നത് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ പേരാണ് ഫ്രാൻഹോഫേഴ്സ് ലൈൻ. ഓക്കെ ആണല്ലോ, സോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ ലൈറ്റിന് നമ്മുടെ ഫോട്ടോസ്ഫിയർ എത്താൻ പറ്റുന്നില്ല, അതിന് മുന്നേ ഡിസ്പേഴ്സൊക്കെ ആയി പോകുന്നതുകൊണ്ട് ഉണ്ടാകുന്ന കാര്യമാണ്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഫ്രാൻഹോഫേഴ്സ് ലൈൻ ഈസ് എ കോൺസിക്വൻസ് ഓഫ് കിർച്ചോഫ് ലോ. അതുപോലെ ഡെസേർട്ടിൽ നൈറ്റ്സ് ഹോട്ടാണ്. കാരണം എന്താ വെച്ചാൽ സാൻഡ് നന്നായിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരാളാണ്, ഹീറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ രാത്രി എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഈ ഹീറ്റൊക്കെ എന്ത് ചെയ്യും? പുറത്തേക്ക് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ അവിടെ ഭയങ്കര ചൂടാവും. രാത്രി ആകുമ്പോൾ ഇതിങ്ങനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ ഇത് തണുപ്പാവും. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്താണ് സ്റ്റീഫൻസ് ലോ പറഞ്ഞതാണ് എമൗണ്ട് ഓഫ് റേഡിയേഷൻ emitted per second by unit area by black body എന്ന് പറയുന്നത് E is directly proportional to fourth power of the temperature. E is directly proportional to fourth power of the temperature. Okay ആണല്ലോ, or E is equal to sigma T raised to 4. E is equal to sigma T raised to 4. ഇതാണ് എന്ത് പറഞ്ഞത്? സ്റ്റീഫൻസ് ലോ പ്രിഡിക്റ്റ് ചെയ്തത്. ഓക്കെ ആണല്ലോ, ഫൈൻ. വേർ ഓക്കെ T is the temperature of
ഐഡിയൽ ബ്ലാക്ക് ബോഡി. ഈ ഒരു കണ്ടീഷൻ ഐഡിയൽ ബ്ലാക്ക് ബോഡിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി സിഗ്മ ഈസ് കോൾഡ് ആസ് സ്റ്റീഫൻസ് കോൺസ്റ്റൻറ്റ് കേട്ടോ. സിഗ്മ ഈസ് കോൾഡ് ആസ് സ്റ്റീഫൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് വാല്യൂ ഓഫ് സ്റ്റീഫൻസ് കോൺസ്റ്റൻറ്റ് ഈസ് 5.67 into 10⁻⁻8 വാട്ട് പെർ മീറ്റർ സ്ക്വയർ Kelvin/4. നിങ്ങൾക്ക് ഈസിലി ഓർത്തിരിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കോൺസ്റ്റൻ്റ് ആണ് 5678 അല്ലേ, അതാണ് സ്റ്റീഫൻസ് ലോ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ആൻഡ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഡയമെൻഷൻ ഓഫ് സ്റ്റീഫൻസ്, അതായത് സ്റ്റീഫൻസ് കോൺസ്റ്റൻറ്റ് ഇസ് വെരി കോമഡി. m⁻1 L⁻0 T⁻3 θ⁻4. എനിക്കൊരു വൃത്തികെട്ട ഒരു ഡയമെൻഷൻ, എനിക്ക് ഇഷ്ടമല്ല ഈ ഡയമെൻഷൻ, പക്ഷേ ഇത് പഠിക്കണം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, ഇനി റേറ്റ് ഓഫ് എമിഷൻ ഓഫ് റേഡിയേഷൻ. റേറ്റ് ഓഫ് എമിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ആണ് കേട്ടോ. റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്, റേറ്റ് ഓഫ് loss of heat, rate of loss of heat is equal to dq by dt is equal to sigma a into T⁻4 minus T⁻4 joule per second. ഓക്കെ ആണല്ലോ, ഇതാണ് റേറ്റ് ഓഫ് എമിഷൻ ഓഫ് ഹീറ്റ്. അടുത്താണ് റേറ്റ് ഓഫ് ഫോൾ ഇൻ ടെമ്പറേച്ചർ. റേറ്റ് ഓഫ് ഫോൾ ഇൻ ടെമ്പറേച്ചർ, അത് RF is equal to dt by dt is equal to sigma a by ms T⁻4 by T⁻04. ഓക്കെ ആണല്ലോ, ഇതാണ് റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് എന്നൂടെ പറയുന്നത്. ഓക്കെ, ഓക്കെ. അടുത്തത്, ഒരു ബോഡി റേഡിയേഷൻ വഴി കൂൾ ചെയ്യുന്ന സമയത്ത് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. കാരണം എക്സാമിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ കൂളിംഗ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ നേച്ചർ ഓഫ് റേഡിയേറ്റിംഗ് സർഫേസ്. നേച്ചർ ഓഫ് റേഡിയേറ്റിംഗ് സർഫേസ് അതൊന്ന് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് എമിസിവിറ്റി കൂടുന്തോറും ഫാസ്റ്റർ ദ കൂളിംഗ് എന്നാണ് പറയാം. ഓക്കെ ആണല്ലോ, എത്രയും പെട്ടെന്ന് എമിസിവിറ്റി കൂടുന്നു അത്രയും പെട്ടെന്ന് സാധനം കൂളാം. രണ്ടാമത്തെ കാര്യം ഏരിയ ഓഫ് റേഡിയേറ്റിംഗ് സർഫേസ്, അതായത് റേഡിയേറ്റിംഗ് സർഫസിൻ്റെ ഏരിയ കൂടിയാൽ ഫാസ്റ്റർ വിൽ ബി ദ കൂളിംഗ്. മൂന്നാമത്തത് മാസ്. മാസ് കൂടിയാൽ സ്ലോ ആവും. മാസ് കൂടിയാൽ സ്ലോ ആവും. അടുത്തത് സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് സ്പെസിഫിക് ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ സ്ലോ ആവും. സ്പെസിഫിക് ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ സ്ലോ ആവും. ആൻഡ് ദ ലാസ്റ്റ് വൺ ടെമ്പറേച്ചർ ഓഫ് റേഡിയേറ്റിംഗ് ബോഡി. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഫാസ്റ്റർ ദി കൂളിംഗ്. ഫാസ്റ്റർ ദി കൂളിംഗ്. ഓക്കെ ആണല്ലോ, അതാണ്. സോ വിത്ത് ദാറ്റ് നോട്ട് വി ആർ കമ്മിങ് ഇൻ ടു ദി നെക്സ്റ്റ് പോർഷൻ വിച്ച് ഇസ് ദ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത്? ന്യൂട്ടൺ പറഞ്ഞ കാര്യം എത്രയേ ഉള്ളൂ, ടെമ്പറേച്ചർ താഴുന്തോറും താഴുന്നതിൻ്റെ നിരക്ക് താഴും. അതായത് ഒരു ബോഡി 100-ൽ നിന്ന് 95 ആവാൻ വേണ്ടി 10 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇനി 95-ൽ നിന്ന് 90 ആവാൻ 5 മിനിറ്റ് എടുക്കുകയുള്ളൂ. അല്ല, 15 മിനിറ്റ് എടുക്കും. 90-ൽ നിന്ന് 80 ആവാൻ 20 മിനിറ്റ്. അതാണ് കാര്യം. ടെമ്പറേച്ചർ താഴുന്തോറും താഴുന്നതിൻ്റെ നിരക്ക് താഴും. ശരിക്കും അതാണ് എൻ്റെ പ്രോപ്പർ സെൻറ്റൻസ് കേട്ടോ. ടെമ്പറേച്ചർ താഴുന്തോറും താഴുന്നതിൻ്റെ നിരക്കും താഴും. അതായത് ടെമ്പറേച്ചർ കുറയാണ്. 100-ൽ നിന്ന് 50 എടുക്കുന്നതിൻ്റെ 3 ഇരട്ടി സമയം എടുക്കും 50-ൽ നിന്ന് 0 ആവാൻ. അതിനർത്ഥം എന്താ? ടെമ്പറേച്ചർ താഴ്ന്നു, അപ്പോൾ എത്ര പെട്ടെന്ന് അത് ആ ഒരു ടെമ്പറേച്ചർ കുറയുന്നു എന്നുള്ളതിൻ്റെ റേറ്റും കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. സോ അതാണ് കാര്യം. dt by dt is equal to k into t minus t0. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നമുക്ക് എക്സാമിന് യൂസ് ചെയ്യാനുള്ള ന്യൂമറിക്കൽസിന് ഒരു ഇതുണ്ട്. ദാറ്റ് ഈസ് രണ്ട് ടെമ്പറേച്ചറിന് ഇടയ്ക്കുള്ള ടൈം T1 മൈനസ് T2 അതിനെടുക്കുന്ന സമയം T ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു
T1 plus T2 minus 2 by T0. ഓക്കെ ആണല്ലോ. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഇൻ ദ വ്യൂ ഓഫ് എക്സാം പർപ്പസസ്. ഓക്കെ ആണല്ലോ. ഇത് സ്ഥിരമായിട്ട് എയിംസുകാർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, പണ്ട് ചോദിച്ചിരുന്നതാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിലെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ടെമ്പറേച്ചർ ഡിഫറൻസ് ഷുഡ് നോട്ട് എക്സീഡ് 35 ഡിഗ്രി സെൽഷ്യസ്. ഇവർക്ക് രണ്ട് പേർക്കും ഇടയിൽ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടല്ലോടാ, അത് 35 ഡിഗ്രിയിൽ കൂടുതലാവരുത്. രണ്ടാമത്തെ കാര്യം, ലോസ് ഓഫ് ഹീറ്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഷുഡ് ബി ഓൺലി ബൈ റേഡിയേഷൻ. അതായത് ആ ബോഡിയിൽ നിന്ന് ഹീറ്റ് ലൂസ് ചെയ്യുന്നത് റേഡിയേഷൻ വഴി മാത്രമായിരിക്കണം, വേറെ ഒരു മെത്തേഡും അപ്ലിക്കബിൾ അല്ല. മൂന്നാമത്തത്, ദിസ് ലോ, ശരിക്കും ഇത് ന്യൂട്ടൻ്റെ ഒറ്റയ്ക്കുള്ളതല്ല കേട്ടോ, ന്യൂട്ടൺ കോപ്പി അടിച്ചാണ്. ദിസ് ലോ ഈസ് ആൻ എക്സ്റ്റെൻഡഡ് ഫോം ഓഫ് സ്റ്റീഫൻ ബോൾസ്മാൻ ലോ. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച സ്റ്റീഫൻ ബോൾസ്മാൻ ലോ പറഞ്ഞ സാധനം കോപ്പി അടിച്ചുണ്ടാക്കിയ കാര്യമാണിത്. ഓക്കെയാണല്ലോ. പിന്നെ ഡെറിവേഷൻ നിങ്ങൾ അറിയേണ്ട, നിങ്ങൾ ആകെ അറിയേണ്ടത് ഈ ഒരു 2 ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് ഇത് ഇങ്ങനെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ഗ്രാഫുകൾ ഇങ്ങനെ തരും, അതിൽ മുകളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കൂടുന്നു, അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. മുകളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കൂടുന്നു. ഓക്കെ, ഇതിന്ന് എന്താ പറയുക, ദിസ് ഈസ് കോൾഡ് ആസ് എ സ്പെക്ട്രൽ എനർജി ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഓക്കെ ആണല്ലോ. സ്റ്റീഫൻ എണ്ണം വരച്ചതാണ്. മൂപ്പര് പറഞ്ഞ കാര്യമുണ്ട്, ലാംഡ എം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇതിൻ്റെ പേരാണ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. എന്ന് പറയുന്നത്. അതായത് ലാംഡ എം ടി ഇസ് ഈക്വൽ ടു ബി ഓർ ലാംഡ m1 t1 is equal to ലാംഡ m2 t2. ഓക്കെ ആണല്ലോ. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ലാംഡ എം ഈസ് പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 5, 4 അല്ല, ടി റേസ് ടു 5. അതുപോലെ തന്നെ ഇ ഈസ് ഈക്വൽ ടു ലാംഡ ടി റേസ് ടു 4. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് ആൾ ഡിറൈവ് ചെയ്തെടുത്തത്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ദി റിസൾട്ട്സ് ഫ്രം ദി ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ചിന്നു ആര്യ സെയിങ് ഹായ് ചിന്നു, കുറച്ച് നേരത്തെ ആണല്ലോ ഇന്ന്. ഓക്കെ ഫൈൻ. സോ ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ. അതായത് ടെമ്പറേച്ചർ കൂടുന്തോറും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത് കുറയും എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. മാക്സിമം എമിഷൻ ഓഫ് റേഡിയേഷൻ, ഇങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ. മാക്സിമം എമിഷൻ ഓഫ് റേഡിയേഷൻ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ. മാക്സിമം എമിഷൻ ഓഫ് റേഡിയേഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതാണ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഓർത്തിരിക്കാം. ഓക്കെ, ഇനി വാട്ട് ഡു യു മീൻ ബൈ സോളാർ കോൺസ്റ്റൻറ്റ്? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ജസ്റ്റ് സോളാർ കോൺസ്റ്റൻറ്റ് നമ്മൾ എസ് വെച്ചാണ് നമ്മൾ പറയുന്നത്. സോളാർ കോൺസ്റ്റൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, നമ്മൾ ഒരു ബ്ലാക്ക് സർഫസ്, ഒരു കറുത്ത സാധനം എടുത്തിട്ട് അതിൻ്റെ യൂണിറ്റ് സർഫസ് ഏരിയ കൺസിഡർ ചെയ്യുക. ആ യൂണിറ്റ് സർഫസ് ഏരിയയിൽ ഒരു യൂണിറ്റ് ടൈമിൽ അതിന് റിസീവ് ചെയ്യുന്ന റേഡിയൻറ്റ് എനർജി ഫ്രം ദ സൺ, അതിനെയാണ് നമ്മൾ സോളാർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു സാധനം ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എർത്ത് ആൻഡ് ദ സൺ എന്നാണ് പറയുന്നത്. സോ സോളാർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് basically the solar radiant energy received by a unit area in unit time of a black body kept right angle to the sun at mean distance between the earth and the sun. അതിനെയാണ് നമ്മൾ സോളാർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് എൻ്റെ ഡെഫിനിഷൻ എഴുതി തരാം. സോളാർ
radiant energy received per unit area per unit time by a black surface held at right angle to the sun rays and placed at mean distance of the earth. ഓക്കെ ആണല്ലോ. ഇതിനാണ് സോളാർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. സോളാർ കോൺസ്റ്റൻ്റ് എസിന് വാല്യൂ ഉണ്ട്. അത് 1340 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്, ഓർ 1.937 കാലറി പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ്. ഓക്കെ ആണല്ലോ. ഇതാണ് സോളാർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ ടെമ്പറേച്ചർ ഓഫ് സൺ ഈസ് ഈക്വൽ ടു 5732 കെൽവിൻ. ഓക്കെ ആണല്ലോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡി സണ്ണാണ് കേട്ടോ. ബ്ലാക്ക് ബോഡി നീഡിൻ ടു ബി ബ്ലാക്ക് ഇൻ കളർ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ ആണല്ലോ. സോ ഏറ്റവും കോമൺ ഇസ് സൺ. ഓക്കെ ആണല്ലോ. ഫൈൻ. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ അതെല്ലാം കഴിയുന്നതോടെ യെസ്, വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദി ചാപ്റ്റർ. ഓക്കെ ആണോ. നമ്മളങ്ങനെ ഈ ഒരു ചാപ്റ്ററിൻ്റെ എൻറ്റയർ തിയറി പോർഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് ഗിവൺ യു എവറിത്തിങ് വിച്ച് യു നീഡ്. ഓക്കെ ആണോ. നമ്മളൊരു ഡീറ്റെയിൽ അറൗണ്ട് 2 hours and 15 minutes ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് നടത്തിയത്. ഓക്കെ ആണോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോടാ, എടുത്ത കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഈസ് എവറിത്തിങ് ക്ലിയർ. നമുക്കിനി ഒരു 2 hours 15 minutes അടുത്തൊരു 15 minute കൊണ്ട് ഒരു 10-15 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് മൊത്തത്തിലൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വി വിൽ സ്ലോലി വൈൻഡ് അപ്പ് ദിസ് ചാപ്റ്റർ. സോ എല്ലാവർക്കും ഈ ചാപ്റ്റർ എടുത്തൊക്കെ ഇഷ്ടമായോ, പഠിപ്പിച്ചൊക്കെ മനസ്സിലായോ? ഹൗ വാസ് ഇറ്റ്? എല്ലാവർക്കും ഇഷ്ടമായോടാ? ജസ്റ്റ് ഒന്ന് പറയോ. എല്ലാവർക്കും പഠിപ്പിച്ചൊക്കെ മനസ്സിലായോ? റിപ്ലൈ ഒന്നുമില്ല. എന്താ മക്കളെ ഇത്? ദിസ് ഇസ് സോ ബാഡ് കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, ദിസ് ഇസ് സോ ബാഡ്. ഓക്കെ. സോ ലെറ്റ്സ് മൂവ് സ്ലോലി ഇൻ ടു ദി MCQ പാർട്ട്. സോ ഇതാണ് ഫസ്റ്റത്തെ MCQ. On a new scale of temperature which is linear called the W scale, the freezing point and boiling point of water is 39 degrees Fahrenheit and 230 degrees Fahrenheit. What will be the temperature on the new scale corresponding to a temperature of 39 degrees Celsius on the Celsius scale? ശ്രദ്ധിക്കാം. ഇതാണ് നോർമൽ നമ്മുടെ അല്ലേ. അതിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ഇത് ഹീറ്റ് ഇതാവും, അതുപോലെ 100 ഡിഗ്രി സെൽഷ്യസിൽ ഇത് ബോയിലാവും. ആൻഡ് യു ഹാവ് എ 100 ഡിവിഷൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് നമ്മുടെ നോർമൽ കാര്യം. ഇനി നമ്മൾ ഈ ചങ്ങായി കണ്ടുപിടിച്ച പുതിയ സ്കെയിലാണ് W സ്കെയിൽ. ആ W സ്കെയിലിൽ 39 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് മെൽറ്റ് ചെയ്യുന്നത്, അതായത് മെൽറ്റിംഗ് പോയിൻറ്റ്. ബോയിലിംഗ് പോയിൻ്റ് ആവട്ടെ 239 W-ലാണ്. 200 ഡിവിഷൻസ് ഉണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 39 ഡിഗ്രി നമ്മുടെ ഈ ഏതിലും ഈ സ്കെയിലിൽ കാണിക്കുമ്പോൾ, സെൽഷ്യസ് സ്കെയിലിൽ കാണിക്കുമ്പോൾ എത്രയാണ് നമ്മുടെ പുതിയ W സ്കെയിലിൽ കാണിക്കുകയെന്ന് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലാക്കാം. 39 ഡിഗ്രി ഇതിൽ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ 0 കാണിക്കുമ്പോൾ ഇതിൽ 39ആണ്. സോ എസെൻഷ്യലി ഇവർക്കിടയിൽ ഒരു 39 ഡിഫറൻസ് ഉണ്ട്. ആ 39 ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ഇതിനകത്ത് 39 കാണിക്കാൻ തുടങ്ങി, ഇതിനകത്ത് 39 ഡിവിഷൻ കയറി എന്നാണ് അർത്ഥം. 39 ഡിവിഷൻ കയറി എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ 39 ഡിവിഷൻ കയറുമ്പോൾ മറ്റേത് ഇരട്ടി കയറും. കാരണം ഇതിൽ 100 ഡിവിഷൻ ആണെങ്കിൽ ഇതിൽ 200 ഡിവിഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ. സോ 39 × 2. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് എസെൻഷ്യലി 39 + 70 വിച്ച് ഇസ് 100 ഡിഗ്രി W. എന്താണോ W. ഓക്കെ ആണല്ലോ. സോ ദ ആൻസർ ഇസ് 117 W. ആൻസർ ഇസ് 117 W. ഓക്കെ ആണല്ലോ. W. ഓക്കെ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്
A centigrade and Fahrenheit thermometer are dipped in boiling water. The water temperature is lowered until the Fahrenheit thermometer registers 140 degree Fahrenheit. What fall in temperature is resisted? നമുക്കറിയാം the formula F minus 32 by 180 is equal to C by 100. Okay ആണല്ലോ, C by 100. So what happens is ഇവിടെ 140 degree ആണ് പറഞ്ഞിട്ടുള്ളത്. By 32 by 180 is equal to C by 100. ഇത് സോൾവ് ചെയ്യണം, you get C as 60 degree Celsius. ഓക്കെ ആണല്ലോ, ശരി. അപ്പോൾ ഇതിൽ 60 ഡിഗ്രി എല്ലാവരും ഇവിടെ 60 ഉണ്ട്, എല്ലാവരും 60 കൊണ്ടേ കറപ്പിക്കും. ബട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫോൾ ഇൻ ടെമ്പറേച്ചറാണ്. ഫോൾ ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് ബോയിലിംഗ് വാട്ടർ ആയിരുന്നു. ബോയിലിംഗ് വാട്ടറിൽ 100ആണ്, ഇപ്പോഴത്തത് 60ആണ്. സോ വാട്ട് ഈസ് ദ ഫോൾ ഇൻ ടെമ്പറേച്ചർ? ഇതാ പറഞ്ഞേ, ഫോൾ ഇൻ ടെമ്പറേച്ചർ ഇസ് 40 degree Celsius, which is 100 minus 60. Okay ആണല്ലോ. So the fall in temperature is essentially 40 degree centigrade. Okay ആണല്ലോ, 40 degree centigrade. അതാണ് fall in Celsius എന്ന് പറയുന്നത്. അടുത്തത്, a copper rod of 88 centimeter and aluminum rod of unknown length have their increase in length independent of the increase in temperature. ശരി. The length of aluminum rod is ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളോട് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവരുടെ കാര്യത്തിൽ, അതായത് ഇവിടെ പറഞ്ഞു തന്നുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ഇൻ കോപ്പർ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ലെങ്ത് ഇൻ അലുമിനിയാണ്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, ഓക്കെ ഫൈൻ. സോ ഇവർക്ക് രണ്ടുപേർക്കും ടെമ്പറേച്ചറായിട്ടും ഇതായിട്ടൊന്നും ഒരു ബന്ധം തുടങ്ങി ഇവർ ഒരേപോലെ ഇൻക്രീസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് LCU alpha CU delta T is equal to LAL alpha AL delta T. ഓക്കെ ആണല്ലോ, ഒരു കറക്റ്റ് 9 സ്റ്റോപ്പ് ചെയ്താൽ മതിയോ? ഇവിടെ ഒരു ലൈവും കൂടെ ഉണ്ട് കേട്ടോ, ഒരു 5 മിനിറ്റ് കേട്ടോ, നമുക്ക് അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ജസ്റ്റ് യു ഹാവ് ടു ബെയർ വിത്ത് മീ. അപ്പോൾ L അലുമിനിയം എന്ന് പറയുന്നത് LCU ഇൻറ്റു ആൽഫ CU ബൈ ആൽഫ AL. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുക, എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. സോൾവ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇറ്റ് ആസ് 68 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ, 68 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്തത്, കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ആൻഡ് സ്റ്റീൽ റോഡ്സ് ഇസ് ആൽഫ 1 ആൻഡ് ആൽഫ 2 റെസ്പെക്റ്റീവ്ലി. ലെങ്ത് ഓഫ് ബ്രാസ് ആൻഡ് സ്റ്റീൽ റോഡ്സ് ഇസ് L1 ആൻഡ് L2 റെസ്പെക്റ്റീവ്ലി. ഇവിടെ L2 മൈനസ് L1 ഇസ് മെയിൻറ്റെയിൻഡ് ഫോർ ഓൾ എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഹിയർ L1 ഡാഷ് ഇസ് ഈക്വൽ ടു L1 ഇൻറ്റു 1 പ്ലസ് ആൽഫ 1 ഡെൽറ്റ ടി. അതുപോലെ തന്നെ L2 ഡാഷ് ഇസ് ഈക്വൽ ടു L2 ഇൻറ്റു 1 പ്ലസ് ആൽഫ 2 ഡെൽറ്റ ടി. ഓക്കെ ആണല്ലോ, ഇതാണ് രണ്ട് ഇക്വേഷൻ. ഇനി L2 ഡാഷ് മൈനസ് L1 ഡാഷ് എന്ന് പറയുമ്പോൾ L2 മൈനസ് L1 പ്ലസ് ആൽഫ 2 L2 ആൽഫ 2 മൈനസ് L1 ആൽഫ 1 ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഞാൻ അതൊന്ന് കുറച്ചത് 1 ഇൻറ്റു 2 മൈനസ് ചെയ്ത്, അപ്പോൾ L2 മൈനസ് L1 പ്ലസ് L2 ആൽഫ 2 മൈനസ് L2 ആൽഫ 1 ഡെൽറ്റ ടി എന്നാണ് വരിക. പക്ഷേ ഇവർ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് എന്ത്, ഈ ചേഞ്ച് സെയിം ആണ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. അതായത് ഇവർ ഉദ്ദേശിച്ചത് L2 ഡാഷ് മൈനസ് L1 ഡാഷ് എന്ന് പറയുന്നത് L2 മൈനസ് L1 തന്നെയാണ് എന്നാണ് ഇവർ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതും കൂടെ മൈനസ് ആയി അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു 0. അതായത് L2 ആൽഫ 2 മൈനസ് L1 ആൽഫ 1 ഡെൽറ്റ ടി 0 ആണ്. അതായത് L1 ആൽഫ 1 ഇസ് ഈക്വൽ ടു L2 ആൽഫ 2. ഓക്കെ ആണല്ലോ. സോ ദ ആൻസർ ഇസ് അല്ല, L1 ആൽഫ 1 ഇസ് ഈക്വൽ ടു L2 ആൽഫ 2. അതാണ് ആൻസർ, ബി ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. The heat required to raise the temperature of two solid copper spheres of radius R1 and R2 through a 1 Kelvin are the ratio. ശ്രദ്ധിക്കാം, ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് MS ഡെൽറ്റ ടി ആണ്. ഓക്കെ ആണല്ലോ. ഒരു ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഇതിനവിടെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് കൊടുക്കാം, ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അതായത് വിച്ച് ഇസ് ഇൻഡയറക്ട്ലി 4/3 പൈ ആർ ക്യൂബ് റോ ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡെൽറ്റ Q1 ബൈ ഡെൽറ്റ ക്യൂ രണ്ടെണ്ണത്തിനാണ്. സോ ദാറ്റ് ഈസ് എസെൻഷ്യലി R1 ക്യൂബ് ബൈ R2 ക്യൂബാണ്. ഓക്കെ ആണല്ലോ. സോ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1.5 ദി ഹോൾ ക്യൂബ് ഓർ 3/2 ദി ഹോൾ ക്യൂബ്, which is 27/8. The answer is A.
ഓക്കെ ആണല്ലോ 27/8. ദ ആൻസർ ഇസ് എ. ഓക്കെ ആണല്ലോ ഫൈൻ. ഇനി അടുത്തത് two identical bodies are made of a material for which the heat capacity increases with temperature. One of these is 100 and the other is 0. Assume the two bodies in contact. Assuming no heat loss, final common temperature is. ശ്രദ്ധിക്കാം, നമുക്ക് രണ്ട് സെയിം ബോഡി തന്നിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യണം. മനസ്സിലാക്കുക, ഹീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഹീറ്റ് കപ്പാസിറ്റി കൂടുമെന്നാണ് പറഞ്ഞത്. അതായത് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലുള്ള ആൾക്കാർ ഹീറ്റ് റിലീസ് ചെയ്യുന്നത് കുറവായിരിക്കും. അവർക്ക് കൂടുതൽ ഹീറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഒരാൾ 100ഉം ഒരാൾ 0യുമാണ്. അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ ഈ 100ഉള്ള ചങ്ങായി ഹീറ്റ് കൂടി വാട്ട് ഹാപ്പൻസ് ഇസ് ഇപ്പോൾ 100 ആയപ്പോഴേക്കും ഇയാൾക്ക് നല്ല ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട് കമ്പയർഡ് ടു 0. അപ്പോൾ ഇയാൾ വളരെ കുറച്ചിട്ട് ഹീറ്റേ പുറത്തേക്ക് വിടുള്ളൂ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇവൻ കൂടുതൽ ഹീറ്റ് ഹോൾഡ് ചെയ്യും. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 100 ഉണ്ടെങ്കിൽ ഇവനാണ് കൂടുതൽ ഹീറ്റ് ഉണ്ടാവുക. സോ ദ ടെമ്പറേച്ചർ വിൽ ബി മോർ ദാൻ 100, മോർ ദാൻ 50 എന്തായാലും, കാരണം അത് കൂടുതൽ 100ന് അടുത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണോ? സോ ഇറ്റ് വിൽ ബി മോർ ദാൻ 50. സോ ദ ആൻസർ ഇസ് ബി. അടുത്ത ക്വസ്റ്റ്യൻ. A piece of ice falls from a height h so that it melts completely. Only 1/4 of the heat produced is absorbed by the ice and all energy of ice gets converted into heat during its fall. The value of h is na ചോദിച്ചുള്ളൂ. See, ഒരു ഐസ് ഒരു h ഹൈറ്റിൽ നിന്ന് ഫോൾ ചെയ്യുകയാണെങ്കിൽ the answer, the potential energy is equal to mgh. ഇവർ പറഞ്ഞിട്ടുണ്ട് the amount of heat absorbed to melt this ice completely is 1/4 of the energy, which is 1/4 of mgh. പക്ഷേ നമുക്കറിയാം ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ml ആണ്, which is 1/4 mgh or h is equal to 4l/g. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. or h is equal to 4 into latent heat of fusion ഇവിടെ തന്നിട്ടുണ്ട് 3.4 into 10⁵ by h 10 ആണ് തന്നിട്ടുണ്ട്. And if you solve this, you get the answer as 136 kilometers. Okay ആണല്ലോ, the answer is A. ആൻസർ ഇസ് എ. നിങ്ങളിടുന്ന ആൻസേഴ്സ് ഒക്കെ കാണുന്നുണ്ട് മക്കളെ, ഞാൻ അവോയ്ഡ് ചെയ്യുന്നതല്ല. എനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് ചെയ്ത് തീർത്ത് തരാമെന്ന് ഒരൊറ്റ തോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത് എസെൻഷ്യലി നമ്മുടെ ലിക്വിഡ് ഇതാവുന്ന കാര്യമാണ്. ദ ആൻസർ ഇസ് എ കേട്ടോ, നിങ്ങൾക്ക് അറിയാമല്ലോ. എടുക്കും. ഓക്കെ ആണല്ലോ, ദാറ്റ് ഇസ് സിക്കോ. അടുത്തത്, the power radiated by black body is P and it radiates its maximum energy at wavelength lambda 0. If the temperature of the black body is now changed so that it radiates maximum energy at wavelength 3/4 lambda 0, the power radiated becomes NP. The value of NP എന്ന് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം. lambda max 1 T1 is equal to lambda max 2 T2 according to Wein's displacement law. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് lambda 0 T is equal to ഇവിടെ തന്നിട്ടുണ്ട് 3 lambda 0/4 T dash ആണ്, or T dash by T എന്ന് പറയുന്നത് 4/3 ആണ്. But we also known as pressure is directly proportional to 4th power of temperature, or P dash by P is equal to T dash by T the whole raised to 4. പക്ഷേ T dash by T നമുക്ക് 4/3 ആണെന്ന് അറിയാം. ഈ P dash by P ആണ് NP, നമുക്ക് NP എന്നല്ലേ പറഞ്ഞത്. So this is 256/81. The answer is C. The answer is C. Okay ആണല്ലോ, ആൻസർ ഇസ് C. അടുത്തതാണ് ഇക്വലന്റ് തെർമൽ കണ്ടക്ടിവിറ്റി. രണ്ടെണ്ണം പാരലൽ വെച്ച് കഴിഞ്ഞാൽ യു നോ ദ ആൻസർ ഇസ് D, K1 + K2/2. ഓക്കെ ആണല്ലോ. അടുത്തത്, a spherical black body with a radius of 12 cm radiates 450 watt power at 500 Kelvin if the radius were halved and the temperature doubled. Okay, fine. So E is equal to sigma A T raised to 4, or sigma area and out of 4 pi r square T raised to 4. Okay ആണല്ലോ. ഇവിടെ E1 is equal to 450, T1 is equal to 500, R1 is equal to 12 cm ആണ് തന്നത്. ആൻഡ് R2 എന്ന് പറയുന്നത് R1/2 ആണ്, T2 എന്ന് പറയുന്നത് 2T1 ആണ്. E2 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കാം, E2/E1 എന്ന് പറയുന്നത്, ഒറ്റ മിനിറ്റ് കഴിയും, E2/E1 എന്ന് പറയുന്നത് സിഗ്മ 4 pi R2 square T2 raised to 4
by sigma 4 pi r1 square t1 raised to 4, or this is r2 by r1 the whole square into t2 by t1 the whole raised to 4. അഥവാ e2 by e1 is equal to 1 by 4 into 16, which is 4, or e2 is equal to e1 into 4, which is 1800 watt. Okay ആണല്ലോ, 1800 watt. Okay, ഇനി അടുത്തത് ബ്ലാക്ക് ബോഡി ഓഫ് മാക്സിമം വേവ് ലെങ്ത് ലാംഡ കറസ്പോണ്ട്സ് 2000 കെൽവിൻ, കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ആണ് ചോദിച്ചുള്ളത്. നമുക്കറിയാം ലാംഡ എം ടി ഒരു കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ചെയ്ത് വിടുന്ന വേറെ നല്ല ഈ ക്വസ്റ്റൻ കൂടെ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. സോ ലാംഡ ഡാഷ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2/3 ലാംഡ എം ആയിരിക്കും. ഓക്കെ ആണല്ലോ. സി 2/3, 2000 by 3000 ഈ റേഷ്യോ എടുത്താൽ മതി. ലാംഡ 1 T1 is equal to ലാംഡ 2 T2 കേട്ടോ. സോ ഇറ്റ് ഈസ് 2/3 ലാംഡ എം. ആൻഡ് ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റൻ ഓഫ് ദ ഡേ വിച്ച് ഇസ് റിഗാർഡിംഗ് ദി നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. നമുക്കറിയാം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്തായിരുന്നു ഇക്വേഷൻ? T1 minus T2 by T is equal to K into T1 plus T2 by 2 minus TS ആണ്. ഓക്കെ ആണല്ലോ. സോ ഈ ക്വസ്റ്റ്യൻ വായിക്കുക. ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? ആദ്യത്തെ 5 മിനിറ്റിൽ 70 to 60 ആവും, അടുത്ത 5 മിനിറ്റിൽ 60 54 ആവുന്നതാണ്. ഓക്കെ ആണല്ലോ. സോ 70 minus 60 by 5 is equal to K into 70 plus 60 by 2 minus TS ആണ്. അത് K into 65 minus TS ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് 60 54 ആവുന്നതാണ്. ദാറ്റ് ഈസ് K into 60 plus 54 by T മൈനസ് TS ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനെ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. അതായത് 5/3 ഈക്വൽ ടു 65 മൈനസ് TS ബൈ 57 മൈനസ് TS ആണ്, ഓർ TS ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക കേട്ടോ. ഓക്കെ ആണല്ലോ. സോ അത്രയും കാര്യം പറയുന്നതോടെ വി ഹാവ് സക്സസ്ഫുള്ളി എൻഡഡ് ദിസ് ചാപ്റ്റർ. താങ്ക് യു ബൈ പറയുന്ന കാര്യമില്ല, കാരണം നമുക്ക് അടുത്ത ലൈവ് ഈ സ്റ്റുഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഒറ്റ ഒരാൾ കാരണം ലൈവ് 5 മിനിറ്റ് ഡിലേ ആണ്. സോ വി ആർ സ്റ്റോപ്പിംഗ് ഇറ്റ്. വി വിൽ സീ വിത്ത് സം അതർ ചാപ്റ്റർ ദ നെക്സ്റ്റ് ഡേ. ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റുഡ് ദിസ് ചാപ്റ്റർ. നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ, ഇറ്റ് വിൽ ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ എഫേർട്സിനുമുള്ള ഫോർ എവറി ദിസ് കോംബി വി ടേക്ക്, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു കമൻസ് ഒക്കെ താഴെ കൊടുക്കുക. ആൻഡ് ദാറ്റ് വിൽ encourage us a lot to make more classes. Okay ആണല്ലോ. So that's all for the day. Thank you for having me here. See you soon.